നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള അരവിന്ദാണ് നമ്മുടെ കൂടെ ഉള്ളത്. എൻ്റെ സുഹൃത്താണ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ പുള്ളിയുടെ വിശേഷങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുക. ഓക്കെ, അപ്പം ഓൾ ഓവർ ഇന്ത്യ യാത്ര ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോയിട്ട് ഒരു റിലാക്സ് മൂഡിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയമാണ്. എന്തായിരുന്നു ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഉണ്ടായ ഒരു പ്രചോദനം? യാത്ര പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അച്ഛൻ ഇടക്കിടയ്ക്ക് പറയും വേറെ എവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ എഴുതേക്കത്തില്ല. ഇവർ എവിടെയെങ്കിലും അല്ല എയർപോർട്ടൊക്കെ പണ്ട് നമ്മൾ മാമന്മാരെ വിളിക്കാനൊക്കെ എയർപോർട്ടിലൊക്കെ പോകത്തില്ലേ, അപ്പം രാവിലെ ചാടി എഴുന്നേറ്റ് നമ്മൾ ഉറങ്ങത്തില്ല നൈറ്റ്. അപ്പം അന്ന് ആ ഒരു ഹരം ഉണ്ടായിരുന്നു. സീരിയസ് ആയി തുടങ്ങിയത് ഒരു 12th ഒക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയ സമയത്ത് ബൈക്ക് മേടിച്ച് അന്ന് തൊട്ടാ സീരിയസ് ആയി തുടങ്ങിയത്. നമ്മൾ മാർത്താണ്ഡം ഞാൻ അപ്പ് ആൻഡ് ഡൗൺ അടൂരിൽ നിന്ന് പോയി വരും. ഏറ്റവും കുറഞ്ഞ ഒരു 10-30 വട്ടം വൺ സൈഡ് മാർത്താണ്ഡം വണ്ടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴി നമ്മൾ ഓരോ സ്ഥലങ്ങൾ കയറി കാണുക, ഇത് തന്നെ സ്ഥിരം പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെയൊക്കെ പോവുക. തിരുവനന്തപുരം മൊത്തം അങ്ങനെ നമ്മളൊരു സൈഡ് മൊത്തം കണ്ടു തീർത്തു. പിന്നെ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോയത്. ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ യാത്രകൾ? യാത്ര ഇപ്പം പേരൻസിൻ്റെ കൂടെ ഒരുപാട് സ്ഥലത്ത് എൻ്റെ അച്ഛനും ഒരുപാട് സ്ഥലത്ത് പോകും. ഇപ്പോഴും പുള്ളി പോയി ഒരു മാസം ഒരു 1-2 ട്രിപ്പ് ഫുള്ള് ക്ഷേത്രങ്ങളൊക്കെയാണ്. പളനി അങ്ങനെയൊക്കെ പുള്ളിയുടെ ഒരു ഗ്യാങ് ഉണ്ട്. അവർ ഇപ്പോൾ മാസത്തെ ഒരു ട്രിപ്പ് മിനിമം പോകും. പുള്ളി ഭയങ്കര ഇൻസ്പിറേഷനാണ് പണ്ട് തൊട്ടേ ഈ പരിപാടി. പിന്നെ ഞങ്ങൾ ഗോവയിലായിരുന്നു കൊച്ചിലെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും അവിടുത്തെ അനുഭവം. ഞാൻ ആക്ച്വലി അവിടെ പഠിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ അച്ഛൻ അവിടെ ഒരു 10-30 വർഷത്തോളം, ഏകദേശം 10-25 വർഷത്തെ മേളിൽ പപ്പ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊച്ചിലെ തൊട്ടേ പുള്ളിയുടെ അടുത്ത് പോയി നിൽക്കും. ഞാൻ 4 വയസ്സ് വരെ കംപ്ലീറ്റ്ലി അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വന്ന് പോയി നിൽക്കുമായിരുന്നു. അത് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പഠിച്ചത് വിടാണ്ട് വെക്കേഷന് മൊത്തം അവിടെ പോകും. ഈ പോകുന്ന 2 മാസം നമ്മൾ അടിച്ചു പൊളിക്കുവാണല്ലോ. പപ്പ സൺഡേ മാത്രം ഓഫ്. നമ്മൾ ഉച്ച കഴിയുമ്പോൾ പുള്ളിക്കാരന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഉച്ച കഴിയുമ്പോൾ സൺഡേ ഉച്ച കഴിഞ്ഞേ ഉള്ളൂ പുള്ളിക്ക് ലീവ്. അപ്പം ഉച്ച കഴിയുമ്പോൾ പുള്ളി വരും. നമുക്കൊരു വണ്ടിയുണ്ട്, ചേതക്കായിരുന്നു പണ്ട്. ഈ ചേതക്കകത്ത് ഞാനും അമ്മയും അനിയനും അച്ഛനും കൂടി ഇരുന്നിട്ട് നമ്മൾ ബീച്ചിലൊക്കെ പോവുക, ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, അവിടുത്തെ മാർക്കറ്റൊക്കെ പോയി കാണുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ നമ്മൾ ഉടുപ്പിയിൽ പപ്പ വർക്ക് എടുത്ത് തുടങ്ങിയപ്പോൾ അങ്ങോട്ടും പോകാൻ തുടങ്ങി. ഗോകർണ ക്ഷേത്രമൊക്കെ ഞാൻ ഈ അടുത്തേക്കൊന്നും ഗോകർണയിൽ പോയിട്ടില്ല. അന്ന് പോയതാ ഗോകർണ അമ്പലം. പിന്നെ ബീച്ച് സൈഡ്, ബീച്ചാണ് അന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം മലയാളമാണ് കൂടുതൽ ഇഷ്ടം. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഇവിടെ നാട്ടിൽ അടൂര് തന്നെയായിരുന്നു. സ്കൂളിംഗ് 12th വരെ കംപ്ലീറ്റ് അടൂര് തന്നെയായിരുന്നു. പപ്പ എന്താണ് ബിസിനസ്? ഒരു കൺസ്ട്രക്ഷൻ പരിപാടിയായിരുന്നു ഷിപ്പ് യാർഡിൽ. ഓക്കെ. അപ്പോൾ കൂടുതലും പുള്ളി ട്രാവലിംഗ്? പുള്ളി അവിടെ ആ ഗോവ പിന്നെ കർണാടക, ഈ 2 സ്റ്റേറ്റുമാരെ. എന്തുകൊണ്ടാണ് സോളോ ചെയ്യാമെന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു കാര്യം? സത്യം പറഞ്ഞത് കോമഡിയാണ്. വേറെ നമ്മൾ എവിടെയെങ്കിലും പോയാൽ ഒരാളെ വിളിച്ചെന്ന് വെച്ചു. ഇവിടെ നമ്മളെ കൂട്ടർക്കൊക്കെ അറിയാം. നമ്മളൊരു 10 ദിവസം പ്ലാൻ ചെയ്യും. 10ന്റെ അന്ന് 11-ായിരിക്കും പോകുന്നത്. 10ന്റെ അന്ന് വൈകുന്നേരം വരെ വിളിക്കുമ്പോൾ 2 പേര് ക്യാൻസൽ ആവും. നമുക്ക് മനസ്സിലൊരു മടുപ്പാണ്. ഇത് പ്ലാൻ ചെയ്തിട്ട് ഈ 10 പേരും പോയില്ലെങ്കിൽ അല്ലേ, അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളാക്കിയല്ലേ, വീട്ടിൽ നിന്ന് വിടാൻ പറ്റത്തില്ല. ഈ ബൈക്കിലാണ് ഞാൻ ആദ്യം ലഡാക്കൊക്കെ ഒന്ന് പോകുന്നത് 2021. അന്ന് ഞാൻ ഒരുപാട് പേരെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചതാണ്. ഇവരെല്ലാം നമ്മൾ ബൈക്കിലായിരുന്നല്ലോ ആദ്യം. ഈ കേരളത്തിനകത്തുള്ള കറക്കങ്ങളെല്ലാം ഇവന്മാർ നമ്മുടെ ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അവരെല്ലാം ഞാൻ വിളിച്ചതാണ്. അപ്പോൾ ചിലർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂ, ചിലരെ വീട്ടിൽ നിന്ന് വിടത്തില്ല. അങ്ങനെ തള്ളി 2021 വരെ പോയി. 15 തൊട്ട് പ്ലാൻ ചെയ്യുമോ, എനിക്ക് വഴിയുടെ ലൈസൻസ് കിട്ടുന്നത് അന്നോട്ട് പ്ലാൻ ചെയ്യുമോ. 21 വരെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്കൊരു സമയവും ഇല്ല. എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ 2 മാസം സെംബ്രേക്ക് അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഫ്രീ ആയി. ഇനിയിപ്പോൾ 2-3 മാസം ചിലപ്പോൾ വർക്കിന് വല്ലതും കയറേണ്ടി വരും. അപ്പോൾ ഇത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു എനിക്ക് ആ സമയം. ഞാൻ എല്ലാവരെയും വിളിച്ചു, ആരും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുവാനും പോകണം, ഞാൻ ഒറ്റയ്ക്ക് പോവുക, ഇനിയും വരെ ഒന്നും നോക്കിയാൽ ശരിയാവത്തില്ല. അങ്ങനെ ആദ്യത്തെ സോളോ പരിപാടി. ഒരു 6-7 വർഷത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു 10th ഒക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ലഡാക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ മറ്റേ നീലാകാശം പച്ചക്കട ചുവന്ന ഭൂമിയൊക്കെ കണ്ട് നോർമലി മലയാളികൾ ഇൻസ്പയർ ആവുന്ന പോലെ ഞാനും ഇൻസ്പയർ ആയി. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് നമ്മൾ ആ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് യൂട്യൂബിലൊക്കെ കാണുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കൊരു താല്പര്യം തോന്നി ബൈക്കിൽ പോകണം. അന്നൊക്കെ വളരെ റെയറാണ്, അധികം ആൾക്കാരൊന്നും. എന്നാലും നമ്മുടെ അടൂരിൽ നിന്നൊക്കെ 2 പേര് RX-100-ലൊക്കെ പോയ ഓർമ്മയില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഭയങ്കര റെയറാണ് കേരളത്തിൽ പൊതുവെ നോക്കുമ്പോൾ. ഇപ്പൊ ഭയങ്കര ഒത്തിരി പേര് ബൈക്കിൽ പോകുന്നു. ഭയങ്കര ട്രെൻഡിങ് ആൾക്കാർ കേരള ടു കാശ്മീർ. റീസെന്റ് നടത്തിയ യാത്രയും പ്ലാൻ ഉണ്ടായിരുന്നു, അത് അൺപ്ലാൻ ആയിട്ട് പോയതാണ്. റീസെന്റ് നടത്തിയ പ്ലാൻ ആക്ച്വലി ഈ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പം എനിക്കൊരു തോട്ടിങ്ങനെ വന്നു. അന്ന് ഞാൻ പോകുന്നത് 28 സ്റ്റേറ്റും കവർ ചെയ്യണമെന്നും പറഞ്ഞ ഞാൻ മണാലി 28 സ്റ്റേറ്റും പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് ആദ്യം ബൈക്കിൽ പോകുന്നത്, ഇവിടുന്ന് ഇറങ്ങുന്നത്. പക്ഷെ നമ്മള് നമ്മുടെ ഇവിടെ എത്തിയപ്പം മണാലി എത്തിയ സമയത്ത് എൻ്റെ അച്ഛന് ഇവിടെ ചെറിയ ബൈക്ക് ആക്സിഡന്റ് പറ്റി, ഇവിടെ വെച്ച് നാട്ടിൽ വെച്ച്. അപ്പം ഞാൻ ആ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, സീരിയസ് ഇഞ്ചുറീസ് ഒന്നും ഇല്ലായിരുന്നു. ഓടിച്ച് തിരിച്ചു വരണം. ഇപ്പം നോർത്ത് ഈസ്റ്റോടെ ഞാൻ പോയി കഴിഞ്ഞാൽ 2 മാസമെങ്കിലും മിനിമം പിന്നെയും പോകുമായിരുന്നു. പിന്നെ ഫൈനാൻഷ്യലി നമ്മൾ അപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് ആയായിരുന്നു. ഞാൻ 1 രൂപ ബഡ്ജറ്റിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്.
അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുമല്ലോ. അപ്പം മണാലി എത്തിയപ്പോഴത്തേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഈ പോയിരുന്നു. അപ്പം അന്ന് തൊട്ടേ മനസ്സിലുണ്ട് ബാക്കി 11 സ്റ്റേറ്റും കൂടെ പോകാനുണ്ട്. അത് 17 സ്റ്റേറ്റാണ് അന്ന് പോകുന്നത്. അപ്പോൾ ബാക്കി 11 സ്റ്റേറ്റ് പോകാനുണ്ട്, അതെന്തുപോലും പോകണം എന്നുള്ളൊരു പ്ലാനിലോട്ട് എത്തി. അങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്നു ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങ് 1 മാസത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. എങ്ങനെ ഈ യാത്രയ്ക്കുള്ള ബഡ്ജറ്റ് കണ്ടെത്തുന്നത്? അതായത് ഇപ്പം നമ്മളിപ്പം ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് ആവും, എല്ലാവർക്കും അറിയാം. ഇപ്പം എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു സംഭവം ഈ ബഡ്ജറ്റ് ആയിരിക്കും. അറിയുന്നത് എങ്ങനെയാണ് ഇതിനു വേണ്ടിയുള്ള ഒരു പൈസ? ബേസിക്കലി എൻ്റെ യാത്രയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് വരുന്നു. ഇപ്പം ഞാൻ ലാസ്റ്റ് പോയ യാത്രയുടെ ബഡ്ജറ്റ് 20,380 രൂപ അത്രയാണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് എമൗണ്ട് അത്രയാണ് വന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ നാട്ടിൽ നിന്ന് ഒരു ഫാമിലി മൂന്നാർ വരെ പോയിട്ട് വരാൻ ഇതിൽ കൂടുതൽ പൈസയാവും. 4 പേര് മൂന്നാർ വരെ 2 ദിവസത്തേക്ക് പോയിട്ട് വരാൻ ഇതിൽ കൂടുതൽ കൺഫേം ആയിട്ട് ഇതിൽ കൂടുതൽ പൈസയാവും. അത്ര ലോ ബഡ്ജറ്റില്ല ഒന്നാമത്തെ കാര്യം പോകുന്നത്. പിന്നെ 3 മാസം തന്നെ പിന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഫ്രണ്ട്സ് ആയാലും ഒരുപാട് പേര് നമുക്ക് പൈസ അയച്ചു തരാം, ചിലവരൊക്കെ പൈസ അയച്ചു തരാറുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് തരാറുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ചെറിയ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ചെന്നൈയിൽ, അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് സേവിങ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഇപ്പം ചെറിയൊരു പരിപാടിയുണ്ട്. ഈ കേരളത്തിന് പുറത്തുള്ള കേരളത്തിലോട്ട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ ഫോൺ ചെയ്യും, നമുക്ക് ഇത്രയും കോൺടാക്ട്സ് ഒക്കെ ഉള്ളത് നമ്മളെ വിളിച്ചിട്ട് ഇവർ വരുമ്പോൾ നമ്മളിവിടെ പാക്കേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പോൾ ലാസ്റ്റ് ഒരു ക്ലയന്റിനെ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മളിതിൽ ഒഫീഷ്യലി അതിന് പേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കോൺടാക്ട് ചെയ്യുന്നവരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇതിനകത്തെ നമ്മളിപ്പം റീസെന്റ് ആയിട്ട് നടത്തിയ യാത്ര നമ്മൾ ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് അതുപോലെ യൂസ് ചെയ്തുകൊണ്ടാണോ ബഡ്ജറ്റ് അത്രയും കുറഞ്ഞു വന്നത്? അതെ, ബഡ്ജറ്റ് ഏറ്റവും കുറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 2 റീസൺസ് ഉണ്ട്. നമ്മളൊരു യാത്ര പോകുമ്പോൾ ഏറ്റവും ബഡ്ജറ്റ് വരുന്നത് നമുക്ക് റൂം സ്റ്റേ അക്കോമഡേഷൻ ആണ് ഏറ്റവും വലിയ ബഡ്ജറ്റ്. പിന്നെ രണ്ടാമത്തെ ബഡ്ജറ്റ് വരുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാനുള്ള. ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഈ 2 സംഭവമില്ല. ഞാനൊരു ടെൻറ്റില്ലാത്ത ഈ 91 ദിവസം 90 ദിവസത്തിൽ മൊത്തത്തിൽ എനിക്ക് 600 700 രൂപയും കണ്ടാണ് ഫുള്ള് റൂം റെൻറ്റ് വന്നിട്ടുള്ളത് ഈ ലാസ്റ്റ് പോയ യാത്രയിൽ. ആദ്യം ബൈക്കിൽ പോയപ്പോഴും ഈ പറഞ്ഞ 400 600 അത്രയും കണ്ടേ വന്നിട്ടുള്ളൂ. 2 ദിവസം അന്ന് റൂം എടുത്തുള്ളൂ. ഈ വട്ടവും 2 ദിവസം ഈ വട്ടവും റൂം നമ്മൾ എടുക്കുന്നില്ല. റൂമിൻ്റെ ബഡ്ജറ്റ് അപ്പോൾ കംപ്ലീറ്റ്ലി അവോയ്ഡായി. പിന്നെ നമ്മൾ കിടക്കുന്ന ടെൻറ്റിൽ പിന്നെ ഞാൻ ഏതാണ്ട് ഒരു 10-30-40 ദിവസത്തോളം ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ പരിചയപ്പെടുന്ന ആൾക്കാർ അവരോട് ട്രൈബൽസിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കാട്ടിനകത്ത് ട്രൈബൽസ് അല്ലാത്ത വനമേഖലകളിലുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ അവരുടെ കൂടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ടെന്റ് സ്റ്റേ ഒക്കെ സേഫ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് പൊതുവേ ഈ സൗത്ത് ഇന്ത്യൻസിന് ഒരു ഇതുണ്ട്. അതായത് നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സേഫ്റ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം പ്രശ്നങ്ങളൊക്കെ ആണ് എന്ന് പറയുന്നു. അപ്പം അരവിന്ദ് ഒറ്റയ്ക്ക് ഒരു ടെന്റിൽ സ്റ്റേ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്തോരം സേഫ്റ്റി എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് ഉറപ്പായിട്ടും സിറ്റുവേഷൻസ് വരും. പിന്നെ നമ്മളതിന് ഡീൽ ചെയ്യുന്ന നമ്മളിപ്പോ ടെന്റ് അടിച്ചിട്ട് എടുത്തോണ്ട് പോകാൻ പറയുക, പിന്നെ അതേപോലെ രാത്രി വന്നിട്ട് നമ്മളെ കൊട്ടി എഴുന്നേപ്പിക്കുക, ഇതൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഒരു സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നത് ഇപ്പൊ ഡാർജിലിംഗിൽ ടെന്റ് അടിക്കാൻ നമുക്ക് സ്പേസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഡാർജിലിംഗിന്റെ ആ ഒരു സ്പേസ് ഭയങ്കര എന്താ പറയുന്നത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടൗണാണ് ഡാർജിലിംഗ്. അപ്പൊ അവിടെ നമുക്ക് ഈ ഗ്രൗണ്ടോ ഒന്നുമില്ല. ഈ മോൾ റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഡാർജിലിംഗിൽ. നമ്മൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ഈ മോൾ റോഡിന്റെ ഒരു ചെറിയ ഓഫീസ് ഉണ്ട്, അതിന്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പൊ ടെന്റ് അടിച്ചു. രാത്രി ഒരു 12 മണി ആയപ്പോഴത്തേക്ക് പോലീസുകാർ വന്നിട്ട് നമ്മുടെ ഈ അവരുടെ ലാത്തി ഉണ്ടല്ലോ ഒരു ചെടിന് മേളി അടിച്ചു എഴുന്നേക്കാൻ പറഞ്ഞു. പോലീസുകാർ വന്നിട്ട് ടെന്റിന് മേളിൽ അടിച്ചു. അവിടുത്തെ പോലീസുകാർ വന്ന് അടിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് എന്തോന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ടെന്റ് അടിക്കാൻ പറ്റത്തില്ല, പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവര് ഭയങ്കര ഹാർഷായിരുന്നു. പിന്നെ പോലീസുകാരായിരുന്നുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൊണ്ട് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചു. പക്ഷെ അവിടെ നിൽക്കാൻ അവർ സമ്മതിച്ചില്ല. പിന്നെ അന്ന് വൈകിട്ട് ഞാൻ അവിടെ പോയിട്ട് താഴെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ഈ ട്രാം ട്രെയിൻ ഉണ്ട്, ബ്രിട്ടീഷുകാർ ഇത് ചെയ്ത ട്രാം ട്രെയിൻ അവിടെ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഒരു ചെറിയ സ്റ്റൂളുണ്ട്. അന്ന് രാത്രി ഞാൻ അതിലാണ് കിടന്നുറങ്ങിയത്. പിന്നെ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ അന്യായ തണുപ്പ്. എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് 10 ഡിഗ്രിയുടെയാണ്. അന്ന് ഞാൻ ചെല്ലുന്ന സമയത്ത് 4 ഡിഗ്രിയോ 3 ഡിഗ്രിയാണ് തണുപ്പുണ്ട്. ഉറക്കമെന്ന് ഒരു സാധനം വന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഈ സ്ലീപ്പിംഗ് ബാഗിൽ കിടക്കാൻ മാറ്റ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ മാറ്റ് മേടിച്ചു. അന്ന് എൻ്റെ മാറ്റില്ലായിരുന്നു. ഈ മാറ്റ് വിരിക്കാതെ കിടക്കുന്നതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് തണുപ്പടിച്ചത്. തണുപ്പ് കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. അടിയിൽ നിന്ന് തണുപ്പടിച്ചത് നമുക്ക് ഉറക്കം വരുന്നില്ല. ഈ യാത്രയിൽ ഭയങ്കര ഹോസ്പിറ്റൽസ് ഒക്കെ ഇപ്പം പൊതുവെ ഭയങ്കര പാടല്ലേ? മെഡിക്കൽ എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ യാത്ര കണ്ടിന്യൂ ചെയ്യുക പറയുന്നത്. നമ്മൾ സോളോ ആയിട്ടാണ് പോകുന്നത്. മെഡിക്കൽ എനിക്ക് 2 വട്ടം പണി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ ബൈക്കിൽ പോയ സമയത്ത് കോവിഡ് വന്നു മുംബൈ വെച്ചിട്ട്. ഒരു മൊത്തത്തിൽ 9-10 ദിവസം ഞാൻ മുംബൈയിൽ സ്റ്റക്കായിപ്പോയി. അത് അദ്ദേഹത്തിൻ്റെയൊക്കെ സുഹൃത്തുണ്ട് അനന്തു എന്ന് പറഞ്ഞ്, പുള്ളിക്കാരൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്തൊരു 5 ദിവസം
പിന്നെ അതേപോലെ മുംബൈയിൽ തന്നെ വേറെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ, നമ്മുടെ അടൂരെ തന്നെ ഉള്ളതാണ്. പുള്ളിയുടെ കൂടെ ഒരു 3 ദിവസം, പിന്നെ ഒരു പരിചയമില്ലാത്തവരടുത്ത് ഒരു ടെൻ്റ് അടിച്ച് 1 ദിവസം കിടന്നു. അങ്ങനെ ഒരു മൊത്തത്തിൽ 8-9 ദിവസം ഞാൻ മുംബൈ സ്റ്റക്കായിപ്പോയി. കോവിഡ് വന്നു, പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ലഡാക്കിൽ കയറാൻ ചെക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. അത് പിന്നെ 10 ദിവസം കഴിഞ്ഞു. രണ്ടാമതൊരു ഇഷ്യൂ ഉണ്ടായത്, എനിക്ക് ഈ ഫുഡ് ഇച്ചിരി വിയേർഡായിട്ടുള്ള ഫുഡെല്ലാം ഞാൻ കഴിക്കും. എൻ്റെ രീതി അങ്ങനെ, എനിക്ക് അതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യും. ഞാനൊരു മീറ്റ് ആയിട്ട് വരുമായിരുന്നു. അതായത് ഫുഡ് ഒരു ഭയങ്കര പ്രശ്നമാണ്. ഈ ഫുഡ് കാരണം നല്ല പടി കിട്ടിയതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയണ്ടേ, ഒരു വിയേർഡായിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഒരുമാതിരിപ്പെട്ട മീറ്റ് ആയാലും ഞാൻ എല്ലാം ട്രൈ ചെയ്ത് പോകും. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കഴിക്കാൻ. അപ്പൊ നമ്മളൊരു മണിപ്പൂരില് ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഈ ഡോഗിനെയൊക്കെ ഉണ്ട്, നാഗാലാൻഡിലുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഇല്ല. ഞാൻ പോയ സമയത്ത് അവിടെ ഹോട്ടലുകൾ ഇത് കൊടുക്കുന്നില്ല. അവിടുത്തെ ഗവൺമെന്റ് അതിനൊരു റൂൾ. പക്ഷേ ഹോട്ടലുകളിലൊക്കെ ഇത് സെർവ് ചെയ്യും അല്ലേ? അവിടെ നമ്മുടെ നോർമൽ ചിക്കനും ബീഫും ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ അവിടുത്തെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മീറ്റാ ഡോഗ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ ഹോട്ടലുകളിലെല്ലാം കൊടുത്തോണ്ടിരുന്നത് നല്ല വിലയും ഉണ്ട്. ഏതാണ്ട് 100-100 രൂപ കിലോയ്ക്ക് റേറ്റ് ഉള്ള സാധനമാണ്. പിന്നെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്ട്രീറ്റ് ഡോഗ്സിനെ പിടിച്ചോണ്ടോ കണ്ടിക്കുന്നതല്ലേ ഇവര്. അതിനുവേണ്ടി ഇവര് ഫാം ചെയ്യും. ഈ ഡോഗിനെ വളർത്തി അവർ അതിനെ ഇതൊക്കെ ചെയ്ത് അവര് കട്ട് ചെയ്യുന്നു. ബ്രോയിലർ ചിക്കൻ പോലെ ഇതിന് അവിടെ അതേ സെറ്റപ്പാ. തീറ്റ കൊടുത്ത് വളർത്തി. അതുപോലെ അതിന് അവര് കൊണ്ടുവന്ന് ഇങ്ങനെ മാർക്കറ്റ് ഇട്ടേക്കും. വായും കാലും ഒക്കെ കെട്ടിയിട്ട് ഇട്ടേക്കും. ഇത് ഫുള്ളായിട്ട് ബേസിക്കലി ഒരുമാതിരിപ്പെട്ട എല്ലാവരും മേടിക്കുന്നത്. ചെറിയ പട്ടിയാ, ടെൻഡർ ഡോഗാ. അല്ലാതെ അവര് ഒത്തിരി 2-3 വർഷം പ്രായമുള്ളവരൊന്നും കട്ട് ചെയ്തില്ല. ഇതിപ്പോ അവിടെ അവൈലബിൾ അല്ല ഈ സാധനം ഹോട്ടലുകളിൽ. പക്ഷെ ഇറച്ചി മേടിക്കാൻ കിട്ടും. അവിടെ നമ്മളൊരു ദീമാപൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നാഗാലാൻഡിൽ. അതാണ് ഇതിന് ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ്. ദീമാപൂർ ന്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റാണ് ഇതിന് ഫേമസ് ഡോഗ് മീറ്റിന്. അവിടെ ഡോഗ് മാത്രമല്ല, തവളയുണ്ട്, എലിയുണ്ട്, പുഴുവുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് മീറ്റും കിട്ടും. പുഴുവിനൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അതുപോലെ വെട്ടിലൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡോഗ് മീറ്റ് ഞാൻ തപ്പി നോക്കി, കിട്ടിയില്ല. ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, കാരണം നമ്മുടെ ഒരു രാജ്യത്തിന്റെ പ്രത്യേകതയാണ്. അതെ അതെ അതെ. പല വ്യത്യസ്തമായ, നമ്മളിപ്പോ കേരളത്തിൽ തമിഴ്നാട് എന്ന വ്യത്യസ്തം, അങ്ങനെ ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്തം. ഈ ഫുഡ് ആദ്യം ഇങ്ങനെ പോയ സമയത്ത് എങ്ങനെയായിരിക്കും ഇപ്പൊ ഇവിടുന്ന് മാറി അടുത്തൊരു സ്റ്റേറ്റ് ചെന്നപ്പോ അവിടുത്തെ ഫുഡ്, അങ്ങനെ ഫുഡ് ചേഞ്ചസ് വന്നപ്പോ എന്തെങ്കിലും? അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, എല്ലാ വീടായിട്ടുള്ള സാധനവും ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കഴിക്കും. എനിക്കിപ്പോ ഒരു സാധനം എന്താ നോന്ന് പറയത്തില്ല, ട്രൈ ചെയ്ത് നോക്കും. കൊള്ളാം, ഓക്കെ, ഇല്ലെങ്കിൽ ഇട്ടേ, കുഴപ്പമില്ല. അതിപ്പോ പറയാൻ വന്ന ഒരു സംഭവം, ഞാൻ ഏറ്റവും വീടായിട്ട് എന്റെ ലൈഫിൽ ഞാൻ ട്രൈ ചെയ്തൊരു മീറ്റ് ഉണ്ട്. പോർക്കായിരുന്നു. പക്ഷെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉണ്ടാക്കുന്ന രീതിയായിരുന്നു എന്നെ ഭയങ്കരമായിട്ട് ചോദിച്ചു. മണിപ്പൂരിൽ വെച്ചായിരുന്നു സംഭവം. ഒരിടത്ത് നമ്മൾ ഫ്രണ്ടിനെ അവിടെ ഒരാളെ പരിചയപ്പെട്ടു. നമ്മളായിട്ട് നല്ല സുഹൃത്ത് ബന്ധമായി. പുള്ളിയുടെ ഹോട്ടലാണ്. പുള്ളി നമ്മൾ കേരളത്തിൽ നിന്ന് കണക്ക് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. പുള്ളി അവിടെ ബാക്കി കൊണ്ടുവന്ന എല്ലാം ഞാൻ കഴിച്ചു. ലാസ്റ്റ് ഞാൻ ഇറങ്ങാനാണ് ചോദിച്ചു, ഫെർമെന്റഡ് പോർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഇവരിവിടെ ഭയങ്കര ലോക്കലായിട്ട് കഴിക്കുന്ന ഒരു സംഭവം. അവരെന്തോ ട്രൈബ് മിഷ്പി എന്നാണ് വരുന്നത്. ആ ട്രൈബിന്റെ ഫുഡാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ട്രൈ നോക്കാം. അപ്പൊ എന്റെ കൂടെ ഒരു ബീഹാറി പയ്യനും ഉണ്ടായിരുന്നു അന്ന്. അവനും പറഞ്ഞു ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ ഇരുന്നു. അപ്പൊ പുള്ളി ചെറിയ കിണ്ണിക്കകത്തൊരു 3-4 പീസ് ഈ പോർക്ക് എടുത്തിട്ട് വന്നു. അപ്പൊ കൊണ്ടുവച്ചപ്പം ഒരു ഭയങ്കര സ്മെല്ലുണ്ട് ഈ സാധനത്തിന്. അപ്പൊ ഞാൻ ഇങ്ങനെ സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചു നോക്കാന്നുള്ളൊരു പ്ലാനിലായി. അപ്പം ലവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനൊരു പീസ് എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്കിത് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല വായിന്ന്. പുള്ളി കൊണ്ടും വെച്ച് പോയി. തുപ്പിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ. ഇത് ഞാൻ അത് കഴിച്ചു. ഒരു ഹ്യൂമൻ വേസ്റ്റിന്റെ ഒക്കെ സ്മെല്ലാ ഇതിന്. അക്യൂനി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അവിടെ, നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫുഡ് റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. അക്യൂനി എന്നാണ് എന്റെ ഒരു പേര്. ഞാൻ കേട്ടിട്ടില്ല. ഇത് ഫെർമെന്റഡ് പോർക്ക് എന്നാണ് അവര് പറഞ്ഞത്. ഇത് അങ്ങനെ കഴിച്ചിട്ട് ഭയങ്കര എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അവരും കഴിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സോയാബീൻ ഇല്ലേ, നമ്മള് സോയാബീൻ ഈസ്റ്റ് ഇട്ട് 2 ദിവസം വെച്ച് പുളിപ്പിക്കും. എന്നിട്ട് ഇതില് പച്ചയായിട്ടുള്ള പോർക്ക് മീറ്റ് ഇടും. പിന്നെ 2 ദിവസം വെക്കും. അപ്പോഴത്തേക്ക് ഇതിനകത്ത് ചെറിയ ചെറിയ ഒരു പുഴുപ്പല് പോലെ വരുമല്ലോ. എന്നിട്ട് ഇതെല്ലാം അവിടെ വാരി ഇവര് കറി വെക്കും. ആ കറിയാണ് ഈ സാധനം. അത് കഴിച്ച് എനിക്ക് 3 ദിവസം ഫുഡ് പോയിസൺ അടിച്ചു. 3-4 ദിവസം ഞാൻ അവിടെ പെട്രോൾ പമ്പിൽ ടെന്റ് മേടിച്ചിട്ട് ഒറ്റ കിടപ്പായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. വെൽകുക്ക്ഡിന്റെ അല്ല, ആക്ച്വലി ഫെർമെന്റ് ചെയ്തിട്ടേ ഒരു മീറ്റ് അല്ലേ. നമ്മൾ ഈ ഏജ്ഡ് മീറ്റ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പോപ്പുലറാ പല സ്ഥലങ്ങളിലും, പല രാജ്യങ്ങളിലും ഭയങ്കര പോപ്പുലറാ. നമ്മളിത് കഴിക്കുന്നില്ലല്ലോ, നമുക്ക് ശീലമില്ലാത്ത സാധനമാണ്. നമ്മുടെ ഘടകത്തിന് അതൊരിക്കലും പറ്റുന്നില്ല. അതുകൊണ്ട് പറ്റിയൊരു ഇതായിരുന്നു. നമ്മളിപ്പോ ഇങ്ങനെ റീസെന്റ് ആയിട്ട് ഈ യാത്ര നടത്താൻ നേരത്ത് നമ്മളെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് വീട്ടുകാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഇങ്ങനെ പ്ലാനും ഇല്ലാതാണ് പോകുന്നത്, ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ്, റൂം എടുക്കുന്നില്ല, അത് പറഞ്ഞിരുന്നു വീട്ടില്? അവരിത് ആദ്യം ഞാൻ ബൈക്കിൽ പോയപ്പോൾ
അവർക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി കുഴപ്പമില്ലെങ്കിൽ വന്നോളും, എങ്ങനെയും ഹാൻഡിൽ ചെയ്തോളും. എക്സ്പീരിയൻസിന് ശേഷം അവർക്ക് അങ്ങനെ വലിയ പേടിയില്ല. അതായത് വീട്ടില് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്ര സമയം എടുത്തൊരു യാത്രയൊക്കെ ഭയങ്കര പാടായി. ഉറപ്പായിട്ടും പാടാം. ഫാദർ തന്നെയാണ് അതെ 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 മോട്ടിവേഷൻ. ഇപ്പൊ അച്ഛനൊന്നും പറയാൻ പറ്റില്ല. അതെ അതെ അതെ. അമ്മ ഇടയ്ക്ക് പത്രത്തിലൊരു ചെറിയ ന്യൂസ് വന്നായിരുന്നു അതിനെ കുറിച്ച്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അതിനകത്ത് പുള്ളി എടുത്ത് എന്നെ വിളിച്ചു വെച്ച് റിപ്പോർട്ട് എടുത്ത് ഞാൻ പറഞ്ഞു പപ്പയാണ് മോട്ടിവേഷൻ. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇടയ്ക്ക് വീട്ടിൽ പറയാം, ഇനിയിപ്പൊ അച്ഛനൊന്നും പറയാൻ പറ്റത്തില്ല, പുള്ളിയാ മോട്ടിവേഷൻ പത്രത്തിലൊക്കെ വന്നല്ലോ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് പോയ ട്രാവലില് ഫസ്റ്റ് ഏത് സ്റ്റേറ്റിലോട്ടാ പോയത്? ഒഡീഷയിലോട്ടാ പോയത്. ഒഡീഷ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പോയ കാര്യം എനിക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം അറിയില്ലേ, അവിടെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൺ ടെമ്പിൾ, ലോകത്തിലെ ഏറ്റവും വലിയ സൂര്യക്ഷേത്രം, അവിടെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. അത് രണ്ടും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്, ഒഡീഷ. പിന്നെ ഇവിടുന്ന് ട്രെയിനിനാണ് പോകുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 2 ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു. ഈ പോകണമെന്നുണ്ടായിരുന്നു നേരത്തെ തൊട്ടെ. അപ്പൊ ഇന്ന ഡേറ്റിലോട്ടൊന്നും അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. പോണം ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ആലോചിച്ചു, എന്നാ മറ്റന്നാളങ്ങ് ഇറങ്ങാം. പിറ്റേന്ന് ഇറങ്ങാനായിരുന്നു ആദ്യം. പിന്നെ അതിന് ഒരു ദിവസം ഒന്ന് ലാപ്പ് വന്നു, അന്നിറങ്ങി വൈകുന്നേരം നേരെ ട്രെയിൻ എടുത്ത് പോയി. ഡിസിഷൻ ആണ് ഇതിന്. കാരണം നമ്മള് പെട്ടെന്ന് പൊയ്ക്കോണം, പെട്ടെന്ന് പരിപാടികള് ഒത്തിരി വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് എന്താ പോകുന്നത്, ഇങ്ങനൊന്നും ആരും വരുത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ എനിക്കിപ്പോ 27 വയസ്സുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ആയിട്ടുള്ള ഫാമിലി ആയി എല്ലാം ആയിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരിക്കലും ഇങ്ങനെ 91 ദിവസം എന്റെ കൂടെ വന്ന് നിൽക്കാനോ അല്ലെ അങ്ങനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ ഞാൻ ഹാപ്പിയാ ഒറ്റയ്ക്ക് പോകുമ്പോ. അരവിന്ദ് ട്രാവലിംഗ് അല്ലാതെ വേറെ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പം കറന്റ് ഒരു പരിപാടിയില്ല. കംപ്ലീറ്റ് സ്റ്റാർട്ടപ്പ് എന്തോ ഉണ്ടായിരുന്നു, ചെന്നൈയിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പൊ ഇല്ല, കംപ്ലീറ്റ്ലി നിർത്തി. ഇനിയുള്ള ട്രാവൽ പരിപാടികളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാ രാജ്യത്തും പോകണം, എല്ലാ രാജ്യവും കാണുക, അതൊക്കെയാണ് പ്ലാൻ. നടക്കുമെന്നറിയില്ല, വ്യവസായിച്ചാ പോണം. ഈ യാത്രയിൽ കണ്ടതില് നമുക്ക് മറക്കാനാവാത്ത, ഇപ്പൊ നമുക്കാണോ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നമ്മൾ പെടുമല്ലോ, പറഞ്ഞാൽ നമ്മുടെ ചലഞ്ചസോ ഇല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായതോ ഏതായിരുന്നു ആ സംഭവം ഈ ട്രാവലിംഗില്? ചലഞ്ച് വേണം ഒരെണ്ണം. ഒരു മണിപ്പൂരില് നിങ്ങള് ഇപ്പൊ വളരെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ സ്റ്റക്കായി പോയായിരുന്നു. അപ്പൊ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഇൻസിഡന്റ് ആയിരുന്നു അന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മണിപ്പൂരിൽ മൊയ്റാങ് എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഉണ്ട്, ഒരു വില്ലേജ് ഉണ്ട്. അവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് കാണാൻ വേണ്ടി നമ്മൾ പോയതാണ്. ഈ ലേക്ക് കാണാൻ വേണ്ടി ചെന്ന്, ഈ ലേക്കിന് പ്രത്യേകത ഉണ്ട്. ഈ ലേക്കിൽ ഫ്ലോട്ടിംഗ് ഐലൻഡ്സ് ഉണ്ട്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഐലൻഡ്സ് ഉണ്ട്. അപ്പൊ ഈ ഐലൻഡിന്റെ മേളില് അവിടുത്തെ ആൾക്കാർ വീട് വെച്ചിട്ട് ടൂറിസം പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് താമസിപ്പിക്കുക. ഇതിങ്ങനെ കുലുങ്ങും ഈ ഐലൻഡ്. നമുക്ക് മേളിൽ തുള്ളാൻ പറ്റും. അപ്പൊ നമ്മള് മറ്റേ സർക്കസിലൊക്കെ ഇങ്ങനെ ജമ്പാവത്തില്ലേ, ആ റബ്ബർ മാറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഈ ഐലൻഡ്. അപ്പൊ ഇത് കാണാൻ വേണ്ടി നമ്മൾ മൊയ്റാങ് എന്ന് പറഞ്ഞ വില്ലേജ്, അതിനടുത്താണ് ഈ ഇത് വരുന്നത്. അപ്പം അത് കാണാൻ വേണ്ടി അവിടെ പോകുന്നു. നമ്മൾ അവിടെ ഒരു പെട്രോൾ പമ്പിൽ ടെന്റ് അടിക്കാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നു, അവിടെ നിൽക്കുന്നു. അപ്പം അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇരുട്ടായി. നമുക്കൊരു പ്ലാനിങ് ഒന്നും കാണത്തില്ല. നമ്മൾ ലിഫ്റ്റ് ഒക്കെ അടിച്ച് പോകുമ്പോൾ ഒരു പ്ലാൻ ചെയ്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടെ ചെന്നൊന്ന് അവിടെ ടെന്റ് അടിക്കുന്നു, താമസിക്കുന്നു, പിറ്റേന്ന് കാണാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുന്നു. നമ്മൾ രാത്രി കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടിയാണ്ടായിരുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. ഉറങ്ങിപ്പോയി. 11 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങി. കിടന്ന് ഒരു 1 മണിയൊക്കെ ആയപ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുന്നേറ്റ്, അപ്പൊ എൻ്റെ കൂടെ ഈ ബീഹാറി പയ്യൻ അന്നും ഉണ്ട്. അപ്പൊ അവൻ വഴി വെച്ച് കിട്ടിയത്, അവന്റെ പേര് റാഹിന്ന. വഴി വെച്ച് പരിചയപ്പെട്ടതാ. ആള് ഇതേപോലെ എന്റെ കൂട്ട് ബാഗും തൂക്കിയിട്ട്, ആള് യൂട്യൂബറാണ്. അപ്പം ആളും എന്റെ കൂടെ ഉണ്ട്. ആൾക്ക് പക്ഷെ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ കൂടെ കൂടിയതാ. അപ്പം ആളും എഴുന്നേറ്റിട്ട് പുള്ളി എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു എന്തോ പറ്റി, അരവിന്ദ് ഭായി എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ഞാനിപ്പോ ഇങ്ങനെ എന്തോ അറിയത്തില്ല. പുറത്തിറങ്ങി നോക്കിയപ്പോൾ കുഴപ്പമൊന്നും, എല്ലാം ശാന്തമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞൊന്നുമില്ല, നീ കിടന്നുറങ്ങ്, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മനുഷ്യനില്ല. ആ പരിസരത്ത് പുറത്തെങ്ങും ആരെയും കാണുന്നില്ല. അപ്പോഴും ഞങ്ങൾ സംഭവം അറിയുന്നില്ല. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പം ഈ ഫുഡ് കഴിച്ച കടയുടെ കാര്യം പറഞ്ഞില്ലേ കുറച്ചു നേരം മുമ്പ്, മറ്റേ ഒരു വിയർഡ് ഫുഡ് പോർക്ക് ട്രൈ. ആ പുള്ളി അവിടെ വെച്ചാ ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ പുള്ളിയെ അപ്പൊ കണ്ടപ്പോൾ ചോദിച്ചാൽ എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നും അറിഞ്ഞില്ല, ന്യൂസ് ഒന്നും കണ്ടില്ലയോ ചോദിച്ചു. ഇവിടെ ബോംബ് പൊട്ടി 2 പിള്ളേർ മരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് ഈ പ്രശ്നത്തിലേക്ക് മണിപ്പൂർ കയറുമ്പോഴേ എല്ലാവരും പറയുന്നുണ്ട് അവിടെ കലാപം നടക്കുവാണോ, അങ്ങനെ. നമ്മൾ പിന്നെ അങ്ങനെയൊന്നുള്ള ഇതൊന്നുമില്ല, പോവാ, ചിന്തിക്കുന്നൊന്നുമില്ല ഇതിനെ കുറിച്ച്. അപ്പം ഈ പുള്ളി പറഞ്ഞ് ബോംബ് പൊട്ടി 2 പിള്ളേർ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് പെട്രോൾ പമ്പിന്റെ ഈ ടെന്റ് അടിച്ചെടുത്ത് വന്നു. എന്നിട്ട് നമ്മൾ ഫോണിൽ ഇരുന്നിട്ട് ന്യൂസ് നോക്കുമ്പോഴാണ് അവിടെ ഈ കുക്കീസും മേത്തീസും എന്നും പറഞ്ഞ് 2 കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവര് മേത്തീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിറ്റി ഏരിയ താമസിക്കുന്ന ആൾക്കാരാണ്. ഈ മണിപ്പൂരിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഇംഫാലിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളാണ്. കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫോറസ്റ്റ് ഏരിയസിൽ. ഇവര്
കുക്കീസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മേത്തീസിന്റെ പോപ്പുലേഷൻ കൂടി വരിക. അപ്പൊ ഇവര് ഇങ്ങോട്ട് സ്ഥലം മേടിച്ച് ഇവരുടെ അടുത്തോട്ട് മൈഗ്രേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുക, എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അതൊന്ന്, പിന്നെ ഇവരുടെ അവകാശങ്ങൾ, അതായത് കുക്കീസിന് ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഈ OBCക്കും STക്കും ഒരേ ആനുകൂല്യങ്ങൾ വേണമെന്നും പറഞ്ഞ് മേത്തീസ് അവിടുത്തെ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വിധി വന്നാൽ അവർക്കും ആ അവകാശം കിട്ടുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയൊക്കെ വരുമ്പം ആ ഇഷ്യൂ കൊണ്ടാണ് ഇവർ തമ്മിൽ ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവുന്നത്. ഈ കുക്കീസിനെ സപ്പോർട്ട് ചെയ്യാൻ ചൈനയും മ്യാൻമാറും ഒക്കെ ഉണ്ടെന്നാണ് അവിടുത്തെ ആൾക്കാർ, ലോക്കൽ ആൾക്കാർ പറയുന്നത്. ഈ M40 പോലത്തെ വലിയ വലിയ ഗണ്ണൊക്കെ വെച്ചിട്ടാണ് ഇവര് വെടിവെക്കുന്നത്. ഈ കുക്കീസ് വന്നിട്ട് BSF ഓഫീസേഴ്സിന്റെ അടുത്തും ഈ അവിടുത്തെ മിലിറ്ററി അടുത്തൊക്കെ ഫൈറ്റ് ചെയ്യുന്ന M40 പോലത്തെ ഗണ്ണൊക്കെ വെച്ചിട്ടാ. അപ്പൊ അതൊക്കെ അവർക്ക് കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യണമല്ലോ. ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ആ ഗണ്ണിനൊക്കെ നല്ല റേറ്റ് ഉണ്ടല്ലോ. ഒരു യാത്ര ചലഞ്ചസ് കൊണ്ട് നിറഞ്ഞതായിരുന്നു. അന്ന് 5 ദിവസം ഞാൻ അവിടെ കർഫ്യൂ ആയിപ്പോയി ഈ ഇഷ്യൂ സംഭവം കൊണ്ട്. അപ്പൊ നമ്മൾ ആ ടെന്റിൽ തന്നെ, പെട്രോൾ പമ്പിന്റെ മേളിൽ ഈ ടെന്റിൽ തന്നെ, കടക്കാരനകത്തുണ്ട്, ഫുഡ് ഇല്ല, പുള്ളിയുടെ കടയിൽ ക്ലോസ് ആയി. നമ്മൾ അവിടുന്ന് ഒരു 1000 ദിവസം ഉച്ച ഒരു 4 മണി വരെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല, ഒന്നും കിട്ടുന്നില്ല ഒരു കടയിൽ നിന്ന്. പിന്നെ ഒരു ഇരുട്ടായി, ഒരു 5 മണി കഴിയുമ്പോൾ അവിടെ ഇരുട്ടാവും. നോർത്ത് ഈസ്റ്റ് ഒക്കെ 5 മണി ഇരുട്ടായി തുടങ്ങിയപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ഒരു ആന്റി ഉണ്ട്. ആന്റി എടുത്ത് വിട്ടു പറഞ്ഞു ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഇതുപോലൊക്കെയാണ്. പുള്ളിക്കാരി പിന്നെ കടയുടെ പുറയിലെങ്ങാണ്ട് തുറന്നിട്ട് മാഗി എടുത്തു. നമ്മുടെ ഈ കുക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. മാഗിയും മുട്ടയും 10 മാഗിയും 20 മുട്ടയും 15 അത്രയും കണ്ട്. ഇതാണ് 2 ദിവസം ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് 2-3 ദിവസം ഇതായിരുന്നു കംപ്ലീറ്റ്ലി. 3-ന് വൈകുന്നേരമാണ് നമുക്ക് ഇച്ചിരി ഫുഡ് കിട്ടുന്നത്, ചോറ് കിട്ടുന്നത്. ഈ പറഞ്ഞ ഹോട്ടലുകാരൻ ചോറ് തരുന്നത്. അപ്പോഴാണ് ഈ വിയേർഡ് ഫുഡ് പുള്ളി തന്നത്. അത് കഴിഞ്ഞ് 3 ദിവസം പിന്നെ എന്റെ കാര്യം പോക്കായിരുന്നു. ലൂസ് മോഷൻ അടിച്ച് ആകെ പ്രശ്നമായി. ഇത് ചലഞ്ച് നമുക്ക് അല്ലാതെ മറക്കാതെ സന്തോഷം തരുന്ന ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും? നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുന്ന എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ, ഞാൻ ഒരുപാട് വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നും പോകാറില്ല. പല സ്ഥലങ്ങളിലും ഞാൻ താജ്മഹൽ അടുത്തിടയ്ക്കാണ്, പക്ഷെ ആഗ്രയിലെ 1-2 വട്ടം പോയിട്ടുണ്ടായിരുന്നു. അടുത്തിടയ്ക്കാണ് പക്ഷെ താജ്മഹൽ കയറി കാണണമെന്ന് തോന്നിയത്. കാര്യം എനിക്ക് ഒത്തിരി ആൾക്കാർ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലം അത്ര, ഈ വില്ലേജ് ഏരിയ ആണ് ഏറ്റവും നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന സ്ഥലം. ഒരുപാട് വില്ലേജുകൾ വരും. ഇപ്പം നമ്മുടെ ഷിലോങ്ങില്, മേഘാലയ ഷിലോങ്ങില് പുബോങ് എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ട്. പുബോങ് അല്ല, റുബോങ് എന്ന് പറഞ്ഞ ഈ വില്ലേജ് ഒരു 5.5 കിലോമീറ്റർ നടന്ന് താഴെ പോയാലേ നമുക്ക് ഈ വില്ലേജ് ചെല്ലാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ ഒരു ദിവസം പോയി അവിടെ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. അവരുടെ ഭക്ഷണ ശൈലിയും അവരുടെ എല്ലാ രീതികളും ഭയങ്കര വ്യത്യാസമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞപ്പം നമ്മൾ ഉച്ചയ്ക്ക് താഴെ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന റെസ്റ്റോറൻറ്റില്ല, ഒന്നുമില്ല. എൻ്റെ കയ്യിൽ സ്റ്റോക്കായിട്ട് ഫുഡൊന്നും ഇല്ല. ഞാൻ അവിടെ ഒരു പുള്ളിക്കാരുടെ ഭാഷയും ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയത്തില്ല, അവരുടെ എന്തോ ലോക്കൽ ലാംഗ്വേജാണ്. അപ്പൊ ഭാഗ്യത്തിൽ ഒരു പുള്ളിക്കാരനെ കണ്ട്, ഈ പുള്ളി ഇംഗ്ലീഷ് പാട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ കേൾക്കുമ്പോൾ. അപ്പൊ ഞാനിങ്ങനെ പോയിട്ട് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേപോലെ ഞാൻ കേരളത്തിൽ നിന്ന് വന്നേ, ഒരു യാത്ര ചെയ്യുന്ന ആള്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി നിങ്ങളുടെ വില്ലേജ് കാണാൻ വേണ്ടി വന്നേ, എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ ഐ വിൽ ഗിവ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യിച്ചു. അപ്പൊ പുള്ളി ഒരു പ്ലേറ്റിനകത്ത് റൈസും ഒരു മഞ്ഞ കളറിലെ പൊടിയും ഇട്ട് ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് കൊണ്ടു തന്നു. ഇവരത് അവിടുത്തെ മെയിൻ ഫുഡാണ്. അപ്പൊ ഈ മഞ്ഞ കളറിലെ സാധനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഹണ്ടിങ് ചെയ്യും, അവിടെ ഉള്ള മൃഗങ്ങളെ ഹണ്ട് ചെയ്തിട്ട് ഇതിന്റെ ഫാറ്റ് ഉരുക്കിയിട്ട് ഇവര് ചട്ടിക്കകത്തിട്ട് ചൂടാക്കി നമ്മൾ നെയ്യ് സേവ് ചെയ്ത് വെക്കത്തില്ലേ, അതേപോലെ സേവ് ചെയ്യും. ഇത് അവിടെ തണുപ്പായതുകൊണ്ട് കട്ടിയാവും. പിന്നെ ഇത് ചിരണ്ടി ഇടും. ഇതിന്റെ മേളിൽ ഇട്ടിട്ട് ഈ ഉപ്പുവെള്ളം ഒഴിച്ചാൽ ചോറ് തന്നു. കുറച്ചേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടുണ്ട്. അതൊക്കെ നമ്മള് ഇവിടെ ഇരുന്ന് പറയുന്ന സെറ്റ്. അവിടൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും ഈ പറഞ്ഞ വില്ലേജിലൊക്കെ ആരെങ്കിലും 5.5 കിലോമീറ്റർ നടന്നു പോയി ഹണ്ട് ചെയ്തതിനെ പൊക്കാൻ വേണ്ടി ഇരിക്കും. ഇത്രയും അത് ഭയങ്കര കുത്തനെ ഇറക്കുക. അതിന്റെ കാല് മൊത്തം ലെക്രംസ് അടിച്ച്. സാധാരണ നമ്മൾ ട്രെക്കിങ്ങിന് പോയാൽ ലെക്രംസ് അങ്ങനെ വരുത്തില്ല. കാര്യം കുറച്ചിങ്ങനെ നിരപ്പായിട്ടുള്ള സ്ഥലം വരും. ഇപ്പൊ നമ്മൾ നടക്കുന്ന നമ്മൾ മസിൽ റിലാക്സ് ആവും. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കുത്തനെ സ്റ്റെപ്പ്, കുത്തനെ കയറ്റം. തിരിച്ചു വന്നു. ഞാൻ അന്ന് തന്നെ തിരിച്ചു കയറി കുറെ നേരം അവിടെ ഇരുന്നിട്ട്. അപ്പം അതൊരു ഭയങ്കര എനിക്കൊരു സന്തോഷമായിട്ട് തോന്നിയ കാര്യം. വാരണാസിയിൽ പോയിരുന്നു. പോയി 3 വട്ടം പോയിട്ടുണ്ട്. ട്രൈ ചെയ്തു. ബാങ്ക് 2 വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. വാരണാസിയില് എങ്ങനെ ഉണ്ടായിരുന്നു? എന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും എല്ലാവരുടെയും ഒരു ലക്ഷ്യമാണ് വാരണാസിയിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യുക എന്നുള്ളത്. അപ്പൊ അവിടുത്തെ രാത്രിയിലെ മണികർണിക, ഓരോ ഘട്ടുകള്, അവിടുത്തെ എന്തെങ്കിലും ഒരു നല്ലൊരു ഒരുപാട് എക്സ്പീരിയൻസ്. ഞാൻ 3 വട്ടം വാരണാസി പോയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ് വാരണാസി, ഇന്ത്യക്കകത്ത് ഞാൻ പോയിട്ടുള്ളതിൽ. 3 വട്ടം പോയതിനും അതിൻ്റെതായ റീസൺസ് അപ്പോൾ കാണുമല്ലോ, ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഈ ബേസിൽ ജോസഫിൻ്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളി എന്ന് പറയത്തില്ലേ, മതത്തിനെയും കാട്ടിയും അല്ലെങ്കിൽ എല്ലാത്തിനും ഉപരി നമുക്ക് എല്ലാവർക്കും ഒരേപോലെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വാരണാസി എന്ന് പുള്ളി ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്.
നിങ്ങൾക്ക് കൂടുതൽ ചിലവില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് വാരണാസി. അതുപോലെ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമുണ്ട് അവിടെ, കാശി വിശ്വനാഥ് എന്ന് പറഞ്ഞ്. ബനാറസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർ വിളിക്കുന്ന, വാരണാസി എന്നറിയപ്പെടുന്ന കാശി വിശ്വനാഥ്, എല്ലാ മൂന്നും ഒരേ സ്ഥലമാണ്. ഭയങ്കര 84 ഘാട്ടായിരുന്നു ഞാൻ ആദ്യം പോകുന്ന സമയത്ത് വാരണാസിയിലുണ്ടായത്. ഇപ്പോൾ അത് 88 ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് 3-4 ഘാട്ട് ഏതാ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ 84 ഘാട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നോട് ചോദിക്കുന്നതോട് പറയും എവിടെയൊക്കെ പോകണം. ഇനിയിപ്പോൾ ബ്രോയിപ്പോഴും ചോദിച്ചില്ലേ എവിടെ പോകണം, ഏതായാലും നല്ല എക്സ്പീരിയൻസ്. അങ്ങനെയല്ല, നമ്മൾ ആ സ്ഥലത്തിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളവിടെ ചെല്ലുമ്പോഴാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പം ഞാൻ കൂടുതലും അവിടെ ചെല്ലുന്ന സമയത്ത് അസീഘട്ട് എന്ന് പറഞ്ഞൊരു ഘാട്ടുണ്ട്. ഫസ്റ്റ് തുടക്കം അസീഘട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമോഘട്ട് വരെ നടക്കും. 84 ഘാട്ട് അതിനിടയ്ക്കുള്ളത്. ഞാൻ അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ എപ്പോൾ പോയാലും അവിടെ ടെൻ്റ് അടിച്ചാൽ താമസിക്കാറ്. അല്ലെങ്കിൽ ഒരു ആശ്രമമുണ്ട്, ആന്ധ്രാശ്രമം എന്ന് പറഞ്ഞ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടും. അവിടെ പോയി താമസിക്കാറുണ്ട്. നമ്മൾ ഈ ശിവാല എന്ന് പറഞ്ഞൊരു ഘാട്ടുണ്ട് അവിടെ. ഞാൻ അവിടെ കൂടുതലും പോകുമ്പം അവിടെ ഇപ്പോൾ ഒരു ചെറിയ മറ്റേ സെക്കൻഡ് ഹോം പോലെ ചെല്ലുമ്പോൾ അവിടുത്തെ പിള്ളേരെ എല്ലാം അറിയാം. അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ നല്ല കണക്റ്റഡാണ്. 20-25 ദിവസത്തോളം അവിടെ താമസമുണ്ട്. ടെൻറ്റിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവരും വന്ന് നല്ലോണം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. പ്രത്യേക ഫീലിംഗ് ആണ്. ഓരോരുത്തരും പോയി ഓരോ രീതിയിലാണ് ഞാൻ അനുഭവിക്കണം. രാത്രിയിലൊക്കെ പോയി ഇരിക്കാറുണ്ടോ അവിടെ? കാശി വിശ്വനാഥ് ഞാൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോകാറുണ്ട്. ഇപ്പോൾ അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ടൂറിസ്റ്റുകൾ. ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ അത്രയൊന്നും ആൾക്കാർ വരുന്നൊരു സ്ഥലമല്ലായിരുന്നു, വളരെ കുറവാണ്. ഇപ്പം ഭയങ്കര ഓവറായിട്ട് ടൂറിസ്റ്റുകൾ വന്നതെന്ന് അറിയുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഭയങ്കര കൂടുതലാണ്, ക്രൗഡഡായി. അമ്പലത്തിൻ്റെ അടുത്ത് ആ ഗംഗാരതിയുടെ അടുത്തോട്ടൊക്കെ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ പോകണം, എന്നാലേ നമുക്ക് അവിടെ സ്ഥലം പോലും കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് തിരക്കിലോട്ട് മാറി. മലയാളികളുടെ ഒരുപാട് ഒഴുക്കുണ്ടെന്ന്. മലയാളികളാണ് ഏറ്റവും കൂടുതൽ. മലയാളികൾ, തമിഴ് ആൾക്കാർ. ടൂറിസ്റ്റ് പ്ലേസ് ആയി. അതെ. അതായത് അരവിന്ദ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ വീണ്ടും അവിടെ ഒരു തവണയും കൂടെ പോകാൻ പറ്റിയപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ, ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഡാർജിലിംഗ് പോയ കാര്യമൊക്കെ പറഞ്ഞു, പിന്നെ അവിടെ പോകാൻ പറ്റി, അതിനുശേഷം അവിടെ കണ്ടപ്പം ഭയങ്കരമായിട്ട് മാറി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയപ്പോൾ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ആക്ച്വലി ഗോവയിലായി ഒത്തിരി വട്ടം പോയിട്ടുള്ളൂ. ഞാൻ 9 വട്ടം ഗോവയിൽ പോയിട്ടുണ്ട്. കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ ഗോവ കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, ഗോവൻസ്. അവിടെ നമ്മൾ ഓരോ വട്ടം പോകുമ്പോൾ ഓരോ രീതിയിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ ഗോവയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ മുംബൈയിലോട്ടൊക്കെ കയറത്തില്ലേ, മുംബൈ കയറിയിട്ട് നമ്മൾ ഗുജറാത്തിലോട്ട് കയറുമ്പോൾ ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് വേറെ രീതിയാണ്. ഒരു ബോർഡ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഗുജറാത്ത് റോഡ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, മുംബൈ ബോർഡർ ഗുജറാത്തിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഗുജറാത്ത്, നമുക്ക് അറിയാലോ ഓൾറെഡി നമ്മൾ ഗുജറാത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഗുജറാത്ത് കയറി. ഒരു ബോർഡിന്റെ ആവശ്യമില്ല. ഞാൻ ഒറ്റ ഗുജറാത്ത് പോയിട്ടുള്ളൂ, പക്ഷെ അതെനിക്കൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഗോവയിലാണ് പിന്നെ ഇങ്ങനത്തെ ചേഞ്ചുകൾ കുറെ കണ്ടിട്ടുള്ളത്. ഓരോ വട്ടം പോകുമ്പോൾ ഓരോ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചുകൾ ഗോവ വന്നുകൊണ്ടിരിക്കും. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഭയങ്കര പേടിപ്പെടുത്തുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇവിടെ പോവരുത് അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പിന്നെ അവിടെ പോയി അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ വല്ലോ? അത് ഒരുപാട് തരത്തിലുണ്ട്. അത് ഈ മണിപ്പൂരിന്റെ കാര്യം മുമ്പ് പറഞ്ഞ് നിർത്തിയില്ലേ നമ്മള്, പിള്ളേരുടെ മരിച്ച കാര്യം പറഞ്ഞു. അതിനകത്ത് അവിടെ ഒരുപാട് പേരോട് പറഞ്ഞു വീട്ടിൽ നിന്നെല്ലാം വിളിച്ചിട്ട് പോരെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പോകുന്ന വഴി കാണുന്നവർ പറയും പോരുത്, അങ്ങോട്ട് പോരുത്, അവിടെ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെ ഇങ്ങനെയാന്നുള്ള രീതി ഒരുപാട് സ്ഥലങ്ങൾ. പിന്നെ അതുപോലെ ഛത്തീസ്ഗഡിൽ നമ്മൾ ഉൾവനത്തിലൊക്കെ കയറിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ എനിക്ക് ഒരു വട്ടം അവിടെ വെച്ച് ഭയങ്കര ഒരു, അത് 2021 ഒരാവശ്യമില്ലാത്ത ഒരാവശ്യമുള്ള യാത്രയാണെന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് ഒരാവശ്യം ഉള്ള യാത്രയായിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വഴി വെച്ചിട്ട് ആംഡായിട്ട് 2 ചെറിയ തോക്ക്, മറ്റേ ഡബിൾ ബാരൽ ഗൺ ഉണ്ടല്ലോ സിനിമയിലൊക്കെ ഇരുന്ന് മറ്റേ ഇങ്ങനെ പൊട്ടിക്കുന്നത്, ആ സാധനമൊക്കെ പിടിച്ചോട്ട് 2 പേര് വന്ന് കൈ കാണിച്ചു. ഞാൻ വിചാരിച്ച് മിലിറ്ററിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഇവർ കൈ കാണിച്ചു. ഞാൻ വണ്ടി നിർത്തി. എവിടെ വെച്ചാൽ എവിടെ നിന്ന് വരുമോ? ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാ. അപ്പം എന്തോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ട്രാവലറാ, ലഗേജൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരൻ അവർ പറഞ്ഞു പൊക്കോളം പറഞ്ഞു. എനിക്ക് പക്ഷെ മനസ്സിലായില്ല ഇവരെന്തോ സംഭവം. അപ്പം ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പം ഒരു ചായക്കട കണ്ടു, അവിടെ ചായ പിടിച്ചിരുന്നത്. പുള്ളി എടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, പുള്ളിയോട് പറയുന്നത് മാവോയിസ്റ്റുകളാണ്. അപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് പിടിച്ചത് മാവോയിസ്റ്റുകളായിരുന്നു. അതിനകത്ത് ഒരുപാട് പേരുണ്ട്. അവർ പൈസയ്ക്ക് വേണ്ടി നിർത്തുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് വെച്ച് പൈസ വല്ലതും മേടിച്ചോന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഒന്നും മേടിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നീ പുറത്തുനിന്ന് വന്നുകൊണ്ടായിരിക്കും ഒന്നും മേടിക്കാൻ ചെയ്തു. സാധാരണ ഒരു 100 രൂപ 200 രൂപ അതുവഴി പോകുമ്പോൾ ഒരു പാസ് പോലെ. ഇപ്പോൾ പക്ഷേ ഒരുപാട് കുറഞ്ഞു. മാവോയിസ്റ്റുകളെല്ലാം ഇപ്പോൾ സറണ്ടറൊക്കെ ചെയ്തില്ലേ, അങ്ങനെ പോകുന്നുണ്ട്. അതൊരു ഭയങ്കര വീടായിട്ടുള്ള സംഭവമായിരുന്നു. എനിക്കിപ്പോൾ അരവിന്ദിനോട് ഇത്ര നേരം സംസാരിച്ചെന്ന് മനസ്സിലായത്, അരവിന്ദ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഇതല്ല പോകുന്നത്. അതായത് ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ട്
കൂടുതലും എനിക്ക് വില്ലേജാണ് ഇഷ്ടം. വില്ലേജ് സ്ഥലങ്ങളാണ് നമ്മൾ ഏറ്റവും ഇപ്പൊ കൂടുതൽ. എങ്ങനെയായിരിക്കും ഇപ്പം നമുക്ക് ഈ റിമോട്ട് ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങൾ. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ, പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ പോകണം എന്ന് പ്ലാൻ ചെയ്ത് വെച്ച സ്ഥലമാണെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ മാപ്പ് എടുക്കും. മാപ്പില്ലാതെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. എന്തെങ്കിലും പെട്ടിട്ടൊക്കെ ഉണ്ടോ ഏതെങ്കിലും ഒരു സ്ഥലം? പിന്നെ മെച്ചൂക്ക എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, മെച്ചൂക്ക. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു ടിബറ്റിയൻ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യയിലുള്ള ഒരു ടിബറ്റിയൻ ഗ്രാമം എന്നൊക്കെ പറയാം. ഒരു എയർ സ്ട്രിപ്പ് ഒക്കെ ഉണ്ട് ഈ വില്ലേജിന്റെ നടുക്ക്, മിലിറ്ററിക്ക് സ്വന്തമായിട്ട്. ഭയങ്കര ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര കുറവാണ്, സുമോ ഉണ്ട്. നമ്മൾ ഈ ഹിച്ചേക്ക് ചെയ്തും കൂടെ പോകുന്നത്, ലിഫ്റ്റ് അടിച്ചൊക്കെ പോവുക. ആരും ലിഫ്റ്റ് ഒന്നും തരുന്നില്ല. അപ്പം നമ്മളൊരു രാവിലെ ഒരു 8 മണിയൊക്കെ തൊട്ട് തുടങ്ങി. അലോ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗൺ ഉണ്ട്, ആ അലോയിൽ നിന്നാണ് നമ്മൾ മെച്ചൂക്കയിലോട്ട് പോകുന്നത്. 260 കിലോമീറ്റർ ഉണ്ട് എൻ്റെ ഓർമ്മ ശരിയാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച് അന്നങ്ങ് ചെല്ലാം, അവിടെ ചെന്നിട്ട് അവിടെ താമസിക്കുക എന്നുള്ള പ്ലാനിൽ പോവുക. പോയിക്കൊണ്ടിരുന്നപ്പം നമ്മൾ ആദ്യം ഒരു ലിഫ്റ്റ് കിട്ടി, ഒരു കാറുകാരൻ. പുള്ളി പോകുന്ന വഴിക്ക് ഒരു ലേക്കൊക്കെ കൊണ്ട് കാണിച്ച് അവിടുന്ന് പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി 1-2 ലിഫ്റ്റുകളൊക്കെ കിട്ടി. 2-3 ലിഫ്റ്റ് കഴിഞ്ഞപ്പം ഒരു 11-10-11 മണിയൊക്കെ ആയി കാണും. ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇരുന്ന് നമ്മളപ്പോൾ ഞാൻ മറ്റേ ഈ പറഞ്ഞ ബീഹാർ പയ്യൻ ഒരു മാസം ഉണ്ടായിരുന്നില്ല, അവൻ്റെ കൂടെ അവനും ഉണ്ട്, എൻ്റെ കൂടെ ഒരു കൂട്ടുണ്ട്. നമ്മൾ നടന്നു കുറേ ഒരു 5-6 കിലോമീറ്റർ നടന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞേടാ ഇനി ഇത് എത്ര കിലോമീറ്റർ നടക്കും ഒരു ദിവസം? നമ്മൾ 10-12 കിലോമീറ്റർ മിനിമം ഒരു ദിവസം നടക്കാറുണ്ട്. കുറേ അന്ന് വെയിലായതുകൊണ്ട് നമ്മൾ ഇച്ചിരി ക്ഷീണിച്ചതുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി നോക്കിയിരിക്കുക. എനിക്കാണെങ്കിൽ ചെറിയ പനിയുണ്ട്. ഒരു 5 മണി വരെ വണ്ടിയെന്ന് പറഞ്ഞ സാധനം വഴി പോയിട്ടില്ല. ആ റോഡിൽ കൂടെ വണ്ടി ഒരു സാധനം പോയിട്ടില്ല. അത്രയ്ക്ക് ആൾക്കാർ കുറവാണ് അവിടെ ഈ മെച്ചുക്ക എന്ന് പറഞ്ഞ വില്ലേജിൽ. പിന്നെ രാത്രി 5 മണി കഴിഞ്ഞപ്പം ഒരു വണ്ടി വന്നു. അപ്പം അവർ പറഞ്ഞ് പോകുന്ന വഴിക്ക് റോഡും ബ്ലോക്കാണ്, അതുകൊണ്ടും കൂടെ ആയിരിക്കും വരാത്തതെന്ന് പറഞ്ഞു. അന്ന് മെച്ചൂക്കെ പോയത് അന്ന് നെറ്റ്വർക്ക് ഇല്ല. ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് മേപ്പോട്ട് പിന്നെ നെറ്റ്വർക്ക് ഇല്ല. ഒരു 2-3 ദിവസം ഞാൻ അവിടെ താമസിച്ചു. BSNL എന്തോ നെറ്റ്വർക്ക് ഉണ്ട്, നമ്മളെ ഫോൺ വിളിക്കാൻ വേണ്ടി അന്ന് BSNL യൂസ് ചെയ്തത്. അതല്ലാതെ നമുക്കല്ലാതെ ജിയോ എയർടെൽ ഇങ്ങനെയുള്ള ഇതിനൊന്നും നെറ്റ്വർക്ക് ഇല്ല. പക്ഷെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു വില്ലേജാണ് അത്. എല്ലാവരും കണ്ടിരിക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരുപാട് പ്രത്യേകതകളും ഉണ്ട്. ചൈന ബോർഡർ നമുക്ക് അതിനടുത്തുനിന്ന് പോകാൻ പറ്റും. അവിടെ താഴെ നമ്മൾ മെച്ചൂക്കെ താഴെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചൈനയുടെ മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെയൊക്കെ വളരെ ചൈനയോട് അടുത്ത് കിടക്കുന്ന ഒരു വില്ലേജാണ്. ഭയങ്കര രസമാണ്. ആരും ഒരു പൊളിറ്റിക്കലി റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കും, കുഴപ്പമില്ലല്ലോ? ഇല്ല. ചോദ്യം വെച്ചാൽ നമ്മളെ ഇപ്പൊ ഇത്രയും സ്റ്റേറ്റ് സഞ്ചരിച്ചതിൽ ഏറ്റവും ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം അരവിന്ദ് പോയി സഞ്ചരിച്ച് കുറെ സ്ഥലങ്ങൾ, ഒരു സ്റ്റേറ്റിൽ തന്നെ കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് അല്ലാതെ സിറ്റീസ്, അതായത് വില്ലേജുകളാണല്ലോ കൂടുതലും ഇത് ചെയ്യുന്നത്. അപ്പം സത്യത്തിൽ നമ്മുടെ വില്ലേജുകളൊന്നും ഇപ്പോഴും ഡെവലപ്ഡ് ആയിട്ടില്ല എന്നാണ് മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യം. അണ്ടർ ഡെവലപ്ഡ് ആണ് നോർത്തിലെ സ്റ്റേറ്റുകളുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്. അപ്പം നമുക്കിപ്പോ കേരളം ഉൾപ്പെടെ ഈ ഇന്ത്യയിൽ കണ്ടതിൽ ഏറ്റവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന്, ഏറ്റവും ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് ഒരു സ്റ്റേറ്റിനെ നമുക്ക് ചൂണ്ടി പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഗുജറാത്ത് ഭയങ്കര ഡെവലപ്ഡാണ്. ഗുജറാത്ത് ഞാൻ നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനല്ല. അതെ, അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇപ്പം വളരെ പല കാര്യങ്ങളും നമ്മൾ വലുതാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ ഒപ്പീനിയൻസിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അതായത് ഈ മാധ്യമങ്ങൾ പറയുന്ന കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അരവിന്ദ് അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഇതിലൊക്കെ ഒരു മാറ്റം വരണം, അല്ലെങ്കിൽ അരവിന്ദിന് അതൊക്കെ കാണിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ സ്റ്റേറ്റിലും നല്ല ആൾക്കാരും ഉണ്ട്, പന്ന ആൾക്കാരും ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഗുജറാത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലർക്കും ഉള്ള തോന്നല അവിടെ അത്ര ഡെവലപ്ഡ് അല്ല, ഇവിടെ അത്ര ഡെവലപ്ഡ് ആണ്, നമ്മളിതുപോലെ ഭയങ്കര ഡെവലപ്ഡ് ആണ് എന്നൊരു ചിന്തയുണ്ട് മലയാളികൾക്ക് പൊതുവെ. അത് നമുക്ക് ഉള്ളിലുള്ളത് നമുക്ക് വലിയ കുറവുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ കുറവുകളുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവർക്കൊരു ബക്കറ്റ് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഇവിടെ അതിന്റെ വെള്ളത്തിന് ആവശ്യം പെട്ടെന്ന് വരുന്നില്ല. ഇവിടെ എല്ലാം ഭയങ്കര ഈസി അവൈലബിലിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് കേരളം. അതുകൊണ്ടാണ് അത് മനുഷ്യർ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഏറ്റവും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഈ യാത്രകളൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഗ്രാമങ്ങളാണല്ലോ, ഉറപ്പായിട്ടും. സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അവിടെയുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ആൾക്കാർ പൊതുവെ ഇങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാർ, അവർ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടൊക്കെ ഇങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യും. പക്ഷേ ഗ്രാമങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ അവർക്ക് അങ്ങനെ ചിലപ്പം ആ ഗ്രാമത്തിലോട്ടൊന്നും അങ്ങനെ ആൾക്കാരൊന്നും വരുന്നുണ്ടാവില്ല, ടൂറിസ്റ്റുകളൊന്നും വരുന്നുണ്ടാവില്ല. അവർ നിങ്ങളെ കാണുന്ന രീതി ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഒരു അപരിചിതനെ അവർ ഉൾക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയപ്പം അരവിന്ദന് ഏത് സ്ഥലത്ത് പോയപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് തോന്നിയത്? എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ നോർത്ത് സൈഡിൽ, അതായത് നോർത്ത് ഈസ്റ്റും ഉണ്ട്, പിന്നെ ലഡാക്ക് സൈഡ്. ലഡാക്ക് സൈഡ്, കാശ്മീർ അല്ല, ലഡാക്ക്.
ലേ ലഡാക്ക് സൈഡ് അടിപൊളിയാണ്, ആൾക്കാർ ഭയങ്കര. ലേ ലഡാക്ക് പക്ഷേ ഭയങ്കരമായിട്ട് ടൂറിസം ഇത് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതല്ലാതെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം നോർത്ത് ഈസ്റ്റുകാരെയൊക്കെ ചൈനീസ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കളിയാക്കില്ലേ, അവരെ ആ മുഖ ഷേപ്പ് ഉള്ള ആൾക്കാർ അവരാണ് ഏറ്റവും ഫ്രണ്ട്ലി. ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും ഫ്രണ്ട്ലി അവരാണ്. അതെ, ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഒരു അമ്മച്ചിയുടെ കാര്യം. അതെ അതെ, ഏറ്റവും ഫ്രണ്ട്ലി അവരാണ്. അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ. നിങ്ങൾ ചിന്തിക്കണം, മണിപ്പൂരി വെച്ചിട്ട് നമ്മൾ ഇമ്പാലിൽ നിന്ന് നടന്നു വരും. അപ്പോൾ ഒരു ചേട്ടൻ ഒരു ഫോർച്യൂണർ നടത്തിക്കുന്നു, നമ്മൾ കൈ കാണിക്കുന്നു, പുള്ളിക്കാരൻ നിർത്തുന്നു. അപ്പം എന്നോട് ഞങ്ങൾ കഥ ചോദിച്ചു, ഞാനിങ്ങനെ പറഞ്ഞു സംഭവമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, അവിടെ പോകാന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരിടത്തോട് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഓട്ടോ വിളിച്ചു തരാം, നിങ്ങൾ ഓട്ടോ വിളിച്ച് പോയിക്കോളാം. അപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ സ്ഥലം. പുള്ളി ഓട്ടോ വിളിച്ച് പുള്ളി പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞു. പേയ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്, ഇവൻ യൂട്യൂബർ, എൻ്റെ കൂടെ മറ്റേ പയ്യനുണ്ടല്ലോ, അവൻ യൂട്യൂബറാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. നമ്മൾ പുറത്തിറങ്ങി ഒരു 2000 രൂപ പുള്ളി എനിക്ക് തന്നു. പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല ഇപ്പോഴും, പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, പുള്ളി എന്തോ ചെയ്തു തരത്തില്ല. ആ മനുഷ്യനെ കുറിച്ച് ഒന്നും അറിയില്ല, എനിക്ക് ഇപ്പൊ മുഖം പോലും ഓർമ്മയില്ല മനുഷ്യന്റെ. ഇപ്പൊ ചെയ്ത് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. നമ്മുടെ പണ്ട് പറഞ്ഞ പേരുകളൊക്കെ ഇപ്പൊ ഭയങ്കര വൈറലൊക്കെ. ഇത് എന്നെ സംബന്ധിച്ച് അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ പൈസ കിട്ടുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത്. നമ്മൾ അറിയാവുന്നവർ തരുന്നത് കോഴ്സ് ഓക്കെ, ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് പെട്ടെന്ന് നമ്മളെ കണ്ട് പൈസ തരുന്ന ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ആ സമയത്ത് ഷോക്കായിപ്പോയി ആക്ച്വലി. ഞാൻ ഈ പൈസ ഞാൻ റീൽ ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പൊ ഞാൻ ഈ പൈസയും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവോ, എനിക്ക് എന്തോ വേണമെന്ന് അറിയത്തില്ല, അങ്ങനെ അടുത്ത് പേര് വയ്ക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. പുള്ളി അങ്ങനത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അരുണാചലിൽ വെച്ചിട്ട് ഒരു മനുഷ്യന് ഇതുപോലെ 500 രൂപ ഒരു വട്ടം പൈസ ഓഫർ ചെയ്ത്. നമ്മൾ അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ അതേപോലെ നമുക്ക് വേണ്ടാന്ന് പറയുമെങ്കിലും നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ള സമയമായിരിക്കും. അത് ചിലപ്പോൾ നമ്മളെ കഴിക്കാൻ പോലും ഒന്നും കാണത്തില്ല. ഇല്ല ഇതുവരെ അങ്ങനെ സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാനും ഇതുവരെ അങ്ങോട്ടും അപ്രോച്ച് ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഇപ്പൊ യാത്ര നമ്മളിപ്പോ പലരെ ഇങ്ങനെ കണ്ടുകൂടുന്നുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാരുടെ കാര്യം അരവിന്ദ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, എല്ലാവരും നല്ല കാര്യമോ പറഞ്ഞു. നമുക്കൊരു മോശപ്പെട്ട എന്ന് വെച്ചാൽ വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശപ്പെട്ട, ഞാൻ കാരണം വെച്ചാൽ ഞാൻ അരവിന്ദിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അതെ അതെ, അത് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ഈ നമ്മുടെ ബീഹാറിൽ നിന്ന് വാരണാസിയിലോട്ട് പോകുമായിരുന്നു. പോകുന്ന വഴി വെച്ചിട്ട് ജനറൽ കമ്പാർട്ട്മെന്റ്, സ്വാഭാവികമായിട്ട് നമ്മൾ ട്രെയിനൊന്നും ടിക്കറ്റ് ഒന്നും എടുത്തൊന്നും അങ്ങനെ യാത്ര ചെയ്യാറില്ല. പോകുമ്പോൾ പറ്റത്തില്ല, നമ്മൾ എവിടെ ചെല്ലുന്നു എങ്ങോട്ട് പോകുന്നു അറിയത്തില്ലല്ലോ. അപ്പം ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. അപ്പം മേളത്ത് നമ്മൾ ഈ ബാഗൊക്കെ വയ്ക്കുന്ന റാക്കുണ്ടല്ലോ, അവിടെ നമ്മൾ കയറി ഇരുന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇരിക്കാറുണ്ട്. നമ്മളിരുന്നു, ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ പുള്ളി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. ഒരു നല്ല ഏജ് ആയിട്ടുള്ള ആളാണ്, 10-60 വയസ്സ് മിനിമം ഉണ്ട് പുള്ളിക്ക്. പുള്ളി ഒരു 3 വിരലും ഇല്ല പുള്ളിക്ക് ഒരു കയ്യിൽ. എനിക്ക് തോന്നുന്നു ഷുഗർ വന്ന് കട്ട് ചെയ്യുന്ന അങ്ങനത്തെ സെറ്റപ്പ് ആയിരിക്കും. 3 വിരലും ഇല്ല. അപ്പോൾ ഈ മനുഷ്യൻ ആദ്യം നമ്മൾ സ്വാഭാവികമായിട്ട് പുള്ളി എവിടെ ഇരിക്കുന്നു, ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, ഞാൻ കാലിങ്ങനെ അതിനകത്ത് ചവിട്ടി വെച്ചേക്കും. അപ്പം ആദ്യം ഇങ്ങനെ കാലിലിങ്ങനെ തൊട്ടു, അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല. 2ാമത് തൊട്ടു, ഇപ്പോഴും ഞാൻ മൈൻഡില്ല. 3ാം വട്ടപ്പോൾ ഞാൻ പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, തൊഴുത് കാണിച്ചു. അപ്പോൾ ഞാൻ വെച്ച് പോയി കഴിഞ്ഞെന്ന് വിചാരിച്ചു. പിന്നെയും കൈ വെച്ചു. അങ്ങനെ അത് ഒരു 3-4 വട്ടമായപ്പോഴത്തേക്ക് പ്രശ്നമായി, വഴക്കായി. നമ്മൾ റിയാക്ട് ചെയ്തു. ഞാൻ അല്ലെങ്കിലും നല്ലോണം റിയാക്ട് ചെയ്യും. എവിടെ അങ്ങനെ പേടിയില്ല, റിയാക്ട് ചെയ്യും. അത് നല്ലോണം റിയാക്ട് ചെയ്തു. അതൊരു 3 സ്റ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ റെയിൽവേ പോലീസിനെ വിളിച്ച് അവർ വന്നു. റെയിൽവേ പോലീസുകാർ വന്നു കഴിഞ്ഞ് നമ്മൾ അവരെ പുള്ളിയെ അവർ വിളിച്ച് പുറത്തിറക്കി. ആള് നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്ത് പറ്റിയ ഇത് ബീഹാർ ഒരു പ്രത്യേകതരം സ്റ്റേറ്റാണ്. പോയി നമുക്ക് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴും ബീഹാറികളെ പറ്റി, ഞാൻ ബീഹാർ സിറ്റിയും പിന്നെ കുറച്ച് അവിടെ ഒരു എന്താ പറയുന്നത് പട്നയും പിന്നെ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ. ഉൾഗ്രാമങ്ങളിലേക്ക് ബീഹാറിൽ പോയിട്ടില്ല. പോകാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടൊരു വലിയ ട്രാവലർ നോർത്തിലുള്ള ഭയങ്കര ഫേമസ് ആണ് പുള്ളിക്കാരനായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ട് എനിക്ക്. പുള്ളി എൻ്റെ അടുത്ത് ഞാൻ ബീഹാറിൽ പോകാമെന്ന് ഇങ്ങനെ എൻ്റെ സ്റ്റോറി കണ്ടിട്ട് പുള്ളി ഇങ്ങനെ മെസ്സേജ് ബീഹാറിൽ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുള്ളി ബീഹാറിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് പോകല്ല, വില്ലേജ് ഏരിയയിലോട്ടൊന്നും പോകല്ലേ, സിറ്റി മാത്രം കണ്ടിട്ട് അങ്ങ് പോകാൻ പറഞ്ഞു. ഞാൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞു. പുള്ളി വില്ലേജിലെങ്ങാണ്ട് പോയപ്പം ആരുടെ കഴുത്തറുത്ത് കൊല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ബീഹാർ. അതുകൊണ്ടായിരിക്കും ഞാനും പേടിച്ചു. ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടെ അത് ഏറ്റവും ബീഹാർ അത്യാവശ്യം, ബീഹാർ, മണിപ്പൂര്, ജാർഖണ്ഡ് പിന്നെയും കുഴപ്പമില്ല. ജാർഖണ്ഡും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ജാർഖണ്ഡും പക്ഷെ വലിയ കുഴപ്പമില്ല. പിന്നെ UP ഈ പോയപ്പോൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചില്ലേ, 2 വട്ടം പോയതിനകത്ത് ഏറ്റവും ചേഞ്ച് ഉള്ള സ്റ്റേറ്റ്. എനിക്ക് UP അത് വേറൊരു കാര്യം. ഇൻഫ്രാസ്ട്രക്ചറിലൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, ഇല്ലെന്നല്ല. കാൺപൂർ ഒക്കെ പോകാൻ ഇപ്പം അവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിറ്റിയിലും മെട്രോ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. കാൺപൂർ ഉണ്ട്, പിന്നെ ആഗ്രയിൽ വരുന്നുണ്ട്, പിന്നെ വാരണാസിയിൽ ഇപ്പൊ റോപ്പ് വേ വരുന്നു. അങ്ങനെ അവിടുത്തെ ഝാൻസിയിൽ എല്ലായിടത്തും
ഈ മെട്രോ ഭയങ്കര ഡെവലപ്മെന്റ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. 2021 ഞാൻ UP പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് രാത്രി, സ്ഥലത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരിടത്ത് നിർത്തി, ഒരു ധാബയെ നിർത്തി 3 പേരെ പരിചയപ്പെടുന്നു. ഇവരെന്നോട് പറഞ്ഞ് നമുക്ക് വീട്ടിൽ വരെ ഇപ്പോൾ അടുത്ത റൂം, അവിടെ പോയിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ ഇവരോട് പോയി. നമ്മൾ അങ്ങനെ എല്ലാവരുടെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. നമുക്ക് ഭയങ്കര ഇഷ്ടം അവരുടെ വീട്ടിൽ ചെല്ലുമ്പം അവരുടെ വീട്ടിലെ ഭക്ഷണം ട്രൈ ചെയ്യുന്നതൊക്കെ. ഹോട്ടലിൽ നിന്ന് മേടിക്കാൻ കാട്ടി ടേസ്റ്റ് വീട്ടിലെ ഫുഡിനായിരിക്കുമല്ലോ, ഹോംലി. അപ്പൊ നമ്മൾ ഇതിനൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവര് തോക്കൊക്കെ എടുത്ത് തന്നെ കാണിച്ച്. ഐ മീൻ നമ്മളെ ഷൂട്ട് ചെയ്യാനൊന്നുമല്ല, അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അവരെന്നെ കാണിച്ചു. ഇവര് ഡബിൾ ബാരല്, പിന്നെ മറ്റേ ചെറിയ പിസ്റ്റള്, പഴയ മറ്റേ ഒരു പൈപ്പ് മാത്രം വരുന്ന പിസ്റ്റളുണ്ട് കറക്കുന്ന ആ പിസ്റ്റള്, ഇതൊക്കെ ഇവരുടെ കയ്യിലുണ്ടെന്ന്. 2021 പോയ സമയത്ത് നടന്ന സംഭവം. എന്നാൽ ഇന്ന് നമ്മൾ UP പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്രൈം ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്ക് അവിടെ എവിടെ വേണേലും കിടന്നുറങ്ങാം, എങ്ങോട്ട് വേണേലും, രാത്രിയിലായാലും രാവിലെ ആയാലും യാത്ര ചെയ്യാം. ആൾക്കാർ ചേഞ്ച് ആയി. ഇത് ഭയങ്കര, അതായത് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയി. അതുകൊണ്ട് ഭയങ്കര മാറ്റം. അതെ 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 അതെ. പിന്നെ അതുകൊണ്ടൊക്കെ ഈ ടെറിട്ടോറിയൽ ആയിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ, അതായത് ഇപ്പൊ പോകുന്ന ഏരിയകളൊന്നും എല്ലാ ടെറൈനും ഒരു പോണക്കൊന്നും ആയിരിക്കത്തില്ലല്ലോ. ഇപ്പൊ അരവിന്ദ് പോയ സമയത്ത് ഭയങ്കര ഇതൊക്കെ തോന്നിയ ഒരു ടെറൈൻ ഏതായിരിക്കും? ചലഞ്ചിങ് ആയിട്ട്, അതായത് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് വണ്ടികളൊന്നും കിട്ടാത്ത, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് തോന്നിയ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കില്ലാർ ക്രിസ്തുവാർ എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്, നമ്മുടെ ഹിമാചലിൽ വരുന്നതാണ്. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് റോഡിൽ കിന്നൂർ എന്ന് പറഞ്ഞ റോഡുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് റോഡാണ്. അത് ഞാൻ പോയിട്ടുണ്ട്. ഇത് കില്ലാർ ക്രിസ്തുവാർ എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് റോഡുകളിൽ ഒരെണ്ണമാണ്. നമ്മൾ ഏതാണ്ട് 160 കിലോമീറ്ററിന്റെ ഒരു ചെറിയ റോഡാണത്. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എനിക്ക് 4 ദിവസം എടുത്തു. അപ്പൊ നിങ്ങൾ ആ റോഡിന്റെ അവസ്ഥ, റോഡല്ലത്, ഓഫ് റോഡാണ് കംപ്ലീറ്റ്ലി. നമ്മളെ ഓവർലേ ചെയ്ത് നിൽക്കുന്ന പാറയും, നമ്മളെ മേളിൽ കൂടെ ഓവർലേ ചെയ്ത് നിൽക്കുന്ന പാറയും ലെഫ്റ്റ് സൈഡിൽ കൊക്കയുമായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊത്തം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വീട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നെറ്റ്വർക്ക് ഇല്ല. പിന്നെ അവിടുന്ന് നമ്മൾ വീണിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്യാൻ ആരുമില്ല. അതായത് ഓൾമോസ്റ്റ് സീറോ റിക്കവറിയാണ്, നമ്മുടെ ഡെഡ് ബോഡിക്ക് സീറോ റിക്കവറിയാണ്. ആ റോഡിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഒരു ഇപ്പോഴും പേടി സ്വപ്നമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ചെന്നാ ചോദിച്ചാൽ ഒന്നുകൂടെ പോകണമെന്നുണ്ട്. ഈ യാത്രകൾ മിക്കവാർക്കും പലർക്കും പല രീതിയിലുള്ള കിക്കുകളായിരിക്കും തരുന്നത്. അപ്പോൾ അരവിന്ദിന് അത് എന്തുകൊണ്ടാണ് ഈ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇപ്പോഴും ഇതിൽ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവം? അത് ഒരു വലിയ ചോദ്യമാണ് ആക്ച്വലി. യാത്രകൾ നമ്മൾ ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ക്യാരക്ടറിൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉറപ്പായിട്ടും. എൻ്റെ ക്യാരക്ടർ എന്നെ അറിയാവുന്ന എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നുണ്ട്. ക്യാരക്ടർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോ ഫീലിങ്ങും ഓരോ അനുഭവങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക യാത്രകൾ ചെയ്യുന്ന. അത് പിന്നെ ഒരാളുടെ പാഷനായത്. ഈ പാഷൻ അങ്ങനെ റീസൺ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ മതി. ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ സൈഡ് ഒരിക്കലും നമ്മൾ അത് ചിന്തിക്കുന്നില്ല. ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ. മനുഷ്യരിപ്പം ഷെയ്ഖ് ഹസന്റെ കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് എവറസ്റ്റ് കയറാൻ മിനിമം വേണ്ടത് 60 ലക്ഷമാണ്. എനിക്ക് എവറസ്റ്റ് എൻ്റെ വലിയൊരു ഡ്രീമാണ്, എവറസ്റ്റ് പോകണമെന്നുള്ളത്. 70 ലക്ഷം രൂപയോളം ചിലവാക്കി അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. അദ്ദേഹം അത് ചിലവാക്കി പോയത്. അപ്പൊ പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാൻ പാടില്ല ആക്ച്വലി, അല്ലേ? പുള്ളിയുടെ അടുത്ത് അവിടെ ചോദിച്ചാൽ പുള്ളി എന്ത് പറയും? ഞാൻ പോയി, എന്റെ ഇഷ്ടമായിരുന്നു. റീസൺ കാണും എല്ലാവർക്കും. നമ്മളെ സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അരവിന്ദിന് ഇതുവരെ സ്പോൺസർ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുക. അപ്പം നമ്മളിപ്പോ പുതിയതായിട്ടൊരു സംഭവം, അരവിന്ദിന് ഒരുപാട് ഡ്രീം ഉണ്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡ്രീമുകളുണ്ട്. അപ്പൊ അതിന് സഹായിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ സപ്പോസ് എന്തെങ്കിലും ഒരു കൊളാബ് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അരവിന്ദ് അക്സെപ്റ്റ് ചെയ്യും? കൊളാബ് ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഓൾറെഡി ഒരെണ്ണം ചെയ്തായിരുന്നു. അത് ഏറ്റവും വലിയ ഇവിടെ കേരളത്തിൽ നിന്നല്ല കിട്ടിയത്, അരുണാചൽ പ്രദേശിൽ നിന്ന് ഞാൻ പോയി താമസിച്ച എന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകുന്നത്. പേയ്മെന്റ് തന്ന ഒരാളൊരു വീഡിയോ ചെയ്യിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലല്ലോ. നമ്മൾ ഇങ്ങനെ പോകുന്നു. യാത്രയായിരുന്നു ആദ്യം. ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് നമ്മൾ കോണ്ടന്റ്സ് ഇടാൻ തുടങ്ങുന്നത്. അന്ന് പുള്ളി എന്നോട് ചോദിച്ചിങ്ങനെ 4 ദിവസം ഞാൻ അവിടെ താമസിച്ചുമായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, ഇതേപോലെ ചെയ്യുക ഒരു വീഡിയോ. കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് തവാങ് വരുന്നുണ്ട്, അപ്പം ചെയ്യാവുന്ന ഒരു താഷി ഡെലേക്ക് എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു ഹോസ്റ്റലാണ്, അത് ഒരു ഡോർമെറ്ററി സെറ്റപ്പ്. അപ്പൊ അവർക്കൊരു വീഡിയോ ഞാൻ അന്ന് ചെയ്തു കൊടുത്തിരുന്നു. അത് 2000 രൂപ പുള്ളി എനിക്ക് തന്നായിരുന്നു. എന്റെ ജീവിതത്തിൽ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേരുണ്ട് ഇപ്പൊ യാത്ര ചെയ്യുന്ന ആൾക്കാർ. ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ആ തുടക്കത്തിലുള്ള ആ പാഷനൊന്നും പിന്നെ കാണത്തില്ല. അവർ പിന്നെ ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ സൈഡിലോട്ടാണ് പോവുക. എങ്ങനെ ഈ സാധനം സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് കണ്ടന്റ് ആക്കാം, ആ രീതിയിലേക്കൊക്കെ ആൾക്കാരങ്ങ് പോകും. അപ്പം നമ്മൾ ഈ പാഷനേറ്റ് ആയിട്ട് പിന്നെയും ഇതിൽ നിൽക്കണമെങ്കിൽ അതിനോട് അത്രത്തോളം ഭയങ്കര ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഉറപ്പായിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം എല്ലാവരും ഫിനാൻസ് എന്നുള്ള ആ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ആ ഒറിജിനൽ ആ ഒരു പാഷനകത്തുനിന്ന് നിങ്ങൾ ഡീവിയേറ്റ് ആവും,
ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ. വേറെ അരവിന്ദ് പറഞ്ഞ വേറെ പോയിന്റ് ഉണ്ട്, അതായത് ഭയങ്കര ചീപ്പായിട്ടാണ് അരവിന്ദ് എപ്പോഴും പോകാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും അരവിന്ദിന് ഒരു എന്താണ് സ്പോൺസറെ മാറ്റി നിർത്താൻ പറ്റും, എക്സ്പെൻസ് കുറഞ്ഞ് പോകുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് അവർ എടുക്കേണ്ടത്? അവർക്ക് ഇപ്പം ഞാൻ വേണ്ട, ഇപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്യാൻ പറ്റും. ഞാൻ പോകുന്ന എൻ്റെ ബാഗിനകത്ത് സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, കുക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ബ്യൂട്ടൈൻ ഗ്യാസ് സ്റ്റൗവും ഉണ്ട്, പിന്നെ കുക്കിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ടെന്റ് ഉണ്ട്. ഇത് ഫുഡിന്റെ പേയ്മെന്റും കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഒരു ദിവസം ഇപ്പം ഞാൻ നമ്മുടെ ഒരു അടുത്ത പരീക്ഷണം പോലെ നമ്മളിങ്ങനെ ഒരു ദിവസം 100 രൂപ വെച്ച് എങ്ങനെ ഇന്ത്യയിൽ സർവൈവ് ചെയ്യാന്നൊരു ഇത് ചെയ്യുന്നുണ്ട്. കോണ്ടന്റ് പോലെ ചെയ്യാൻ വേണ്ടിയാ 100 ദിവസം അങ്ങനെ നമ്മൾ പ്ലാനിങ്ങിൽ വെച്ചിരിക്കുവായിരുന്നു. ഒരു ദിവസം 100 രൂപയിൽ 100 രൂപ വെച്ച് 100 ദിവസം പോസിബിൾ ആണ്. ഞാൻ ചെയ്തോണ്ടിരുന്ന സാധനം ഇച്ചിരി കുറച്ചതേ ഉള്ളൂ പേയ്മെന്റ്. നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക്, അതായത് നമ്മുടെ ഇവിടെ ഈ ദാരിദ്ര്യരേഖ കുറെ സംഭവങ്ങളുണ്ട്, അതിലൊക്കെ വരുന്ന ഒരു നമ്മൾ ആൾക്കാരെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു അനുസരിച്ചിരിക്കും. നമ്മളിപ്പോ പുറത്തോട്ട് പോകുമ്പോൾ ഒരാളെ ഇപ്പം ഞാൻ ചേട്ടനെ വഴി വെച്ച് പരിചയപ്പെടുക, ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഹാർഷാണ്, ചേട്ടൻ എൻ്റെ അടുത്ത് ഹാർഷ. എന്റെ ആവശ്യം ചേട്ടനിൽ ഞാൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടന് മനസ്സിലാക്കാനുള്ള ഒരു വികാരമുള്ള മനുഷ്യനാണ് ചേട്ടനെങ്കിൽ ചേട്ടൻ ഉറപ്പായിട്ടും ചിലപ്പോൾ സഹായിച്ചെന്ന്. എനിക്കങ്ങനെ ഒരുപാട് സഹായങ്ങൾ കിട്ടാറുണ്ട്. ഞാൻ ഭക്ഷണമൊക്കെ ഇപ്പം 10-15 ദിവസമൊക്കെ ഫ്രീ ആയിട്ട് നിന്നിട്ടൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഗുരുദ്വാരകളിൽ താമസിക്കാൻ. നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഗുരുദ്വാരകൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഗുരുദ്വാര ഫ്രീ ഫുഡ് കിട്ടും, താമസം കിട്ടും. ടെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ റൂമില്ലേ പോലും അതിൻ്റെ പുറത്ത് അവർ ടെൻ്റ് അടിക്കാനുള്ള അനുമതികൾ തരും. പഞ്ചാബിലെ ഗുരുദ്വാരയൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി കിച്ചണിൽ ഒരെണ്ണമാണ്, അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിളിന്റെ. ഏത് സിറ്റുവേഷനിലും ഓവർകം ചെയ്യാനുള്ള ഒരു ഭയങ്കര ഒരു പേഴ്സണലി ഡെവലപ്പ് ചെയ്ത്. പക്ഷെ എല്ലാവർക്കും അങ്ങനൊന്നും പറ്റില്ല. ഈ യാത്രകളായിരിക്കും ഒരു പക്ഷെ അരവിന്ദിനെ അങ്ങനെ മാറ്റിയെടുത്തതില്ലേ. അതായത് ആദ്യം ബൈക്കിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ അത് ഇച്ചിരി കൂടെ കംഫർട്ടായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കുമല്ലോ പോവാം, റൂട്ട് മാപ്പും ഒക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ളതാ. ഒരു ഐഡിയ ഇല്ല ഇങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും, ബാക്കി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു പിടി ഉണ്ടാവില്ല. ഈ ബൈക്കിൽ പോയപ്പോൾ ആക്ച്വലി എനിക്കും ഈ പറഞ്ഞ സെയിം സെറ്റപ്പ് ഒക്കെ തന്നെ ആയിരുന്നു. വണ്ടിയിൽ പോയെന്നേ ഉള്ളൂ, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള പ്ലാനൊന്നും ഇല്ല. ഇങ്ങനെ പോകണം, അങ്ങോട്ട് പോകണം, അങ്ങനെ എങ്ങനെയാണ് ചെല്ലണം, ഈ ഒരു സെറ്റപ്പാണ്. നമ്മളല്ലാതെ ഒരു പ്ലാൻ. സാധാരണ ബൈക്കിലൊക്കെ ഇത്രയും ദിവസത്തെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഫുൾ ചാർട്ടേഡ് ആയിരിക്കും, ഐറ്റിനറി ഒക്കെ കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കും. എനിക്ക് എവിടെ എന്ത് സ്ഥലമൊന്നും പോലും അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യം പോകുന്ന സമയത്ത്. എങ്ങോട്ടാ പോകേണ്ടത്, ഇവിടെ എന്തോ ഉണ്ട് കാണാൻ. ഗുജറാത്തിലൊക്കെ എന്തോ ഉള്ളത് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് കണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഗുജറാത്തിൽ ഒരു സ്ഥലത്ത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ ഞാൻ പോയി കണ്ടത് അവിടെ. ബാക്കി ഒരു സ്ഥലവും ഞാൻ പോകുന്ന വഴി കണ്ട നാമ്പുകൾ നിർത്തി കാണുക. മേഘാലയ അതേപോലെ തന്നെയാണ്. മേഘാലയ ഇപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വഴി വെച്ച് 2 പേരെ പരിചയപ്പെട്ടു, ചേട്ടന്മാരെ. ലിഫ്റ്റ് ചോദിച്ചതാ, പുള്ളിക്കാരൻ ഡൽഹിയിൽ നിന്നുള്ള അവർ 2 പേരും. അവർ 2 പേരുടെ കൂടെ ഞാൻ കയറി. അവരുടെ കൂടെ ദൗക്കി ലേക്ക് എന്ന് പറഞ്ഞ ഏറ്റവും ക്ലിയറസ്റ്റ് ആയിട്ടുള്ള, ഏഷ്യയിലെ ഏറ്റവും ക്ലിയറസ്റ്റ് ലേക്കാ, റിവറാണ്. അപ്പോൾ ആ റിവർ പോയി കാണാൻ പോയി. അന്ന് പക്ഷേ അത് ഫുൾ കലയും കിടക്കുമായിരുന്നു, നമുക്കത് കാണാൻ പറ്റില്ല ക്ലിയർ ആയിട്ടുള്ളത്. അപ്പം അതൊക്കെ കണ്ടിട്ട് അപ്പോൾ അവരോട്ടൊരു അറ്റാച്ച്മെന്റ് ആയി. അന്നൊരു സവറോടെ നിന്ന് സ്റ്റേ ചെയ്ത് അവർ തന്നെ എനിക്ക് ഫുഡ് മേടിച്ച് തന്നു, അക്കോമഡേഷനുള്ള എല്ലാം അവർ എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. കാര്യം എൻ്റെ യാത്രയുടെ കഥകളൊക്കെ കേട്ടപ്പോൾ അവർ ഇൻസ്പയർഡ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് പിറ്റേ ദിവസം പറഞ്ഞു ഞങ്ങൾ പിന്നെയും തിരിച്ച് ഷിലോങ് സൈഡിലോട്ട്, ഈ ചിറാപുഞ്ചി സൊഹറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആക്ച്വലി, അപ്പോൾ അവിടോട്ട് പോവാണ്, നീ വരുന്നോന്ന് ചോദിച്ചു. ഞാനപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വരാം, അതിനെന്താ. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ കാറിൻ്റെ പെട്രോളും ഫ്യൂലും ഒന്നും നോക്കാനുള്ള പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒന്നും നോക്കണ്ട, നീ വന്നാൽ എന്ന് പറഞ്ഞു. ഇനി ഇവരുടെ കൂടെ 2 ദിവസം ഞാൻ മേഘാലയ 2-3 ദിവസം. പക്ഷെ അതുകൊണ്ട് അവരുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മേഘാലയ നല്ലോണം കാണാൻ പറ്റി. അവിടെ കാറുണ്ടായിരുന്നല്ലോ, നമ്മൾ വണ്ടിയിൽ നല്ല എൻജോയ് ചെയ്ത് മേഘാലയ മൊത്തം കണ്ട്. അന്ന് അതൊരു അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് വഴി വെച്ച്, ഒരുപാട് പേര്. നല്ലൊരു ഇപ്പോഴും നല്ല കണക്ഷനാണ് അവരുമായിട്ട്. ഇങ്ങനെ പരിചയപ്പെട്ട ആൾക്കാരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഇവര് ആരെങ്കിലും? വേറെ ഇത് കാര്യം പറഞ്ഞാൽ പറ്റിച്ചോണ്ട് പോകാൻ എന്റെ ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. പറ്റിച്ചോണ്ട് പോകാൻ നമ്മളെ ഈ കോസ്റ്റ്ലി ആയിട്ട് എന്റെ ഫോൺ മാത്രമേ ഉള്ളൂ. എന്റെ ബാഗിനകത്ത് ഒരു 4 ടീഷർട്ട്, ഞാൻ എന്റെ ലഗേജ് ഉണ്ടല്ലോ, ഒരു ബാക്ക് പാക്കിനകത്ത് പറഞ്ഞാൽ ഒരു 3-4 ടീഷർട്ട്, 2 ഷോർട്സ്, ഒരു ഒറ്റ ജീൻസിന്റെ പാന്റ്, ഒരു ഷൂ, ഒരു 3-4 പേർ സോക്സ്, ഇന്നേഴ്സ് ആയിരിക്കും കൂടുതൽ ഉള്ളത്. കാര്യം നമുക്ക് കുളി എപ്പോഴാണ് അടുത്തത് വരുന്നത് പറയാൻ പറ്റത്തില്ല, റൂമൊന്നും ഇല്ലല്ലോ. പിന്നെ വഴിയിലൊക്കെ കിട്ടുന്നത് താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണോ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അടിക്കുന്ന സ്ഥലങ്ങളിൽ? അതെ.
സ്റ്റേ ചെയ്യുന്നത്. ഞാൻ വാരണാസിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ പിന്നെ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്. അവിടെ താമസിക്കാനുള്ള സ്ഥലവും തുണി കഴുകാനും കുളിക്കുക, ഗംഗ കിടക്കുമല്ലോ, നമ്മുടെ അടുത്ത് ചാടുക, അത്രേ ഉള്ളൂ. ഇപ്പം അരവിന്ദ് കുറെ നാളായിട്ട് ഇതിലുള്ളത്, അപ്പൊ കുറച്ചുകൂടെ ട്രാവൽ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ പണ്ടത്തേനെക്കാട്ടിലൊക്കെ? ഉറപ്പായിട്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഇതായതുകൊണ്ട്, സ്ട്രോങ് ആയതുകൊണ്ട് ആൾക്കാർക്ക് നമ്മുടെ ദേഹത്ത് തൊടാനും അല്ലെങ്കിൽ ഇച്ചിരി പേടിയുണ്ട്. പൊതുവെ ജനങ്ങൾക്ക്, നമ്മൾ പരിചയപ്പെടുന്ന ജനങ്ങൾക്ക് ഭയങ്കര ഇച്ചിരി നമ്മളെ ഒരു പേടിയുണ്ട്. നാളെ ഇത് പ്രശ്നമാവൂ, അവൻ അവിടെ നിന്ന് വരുന്നതാ. പിന്നെ പൊതുവെ സൗത്ത് ഇന്ത്യൻസിനോട് ഇവർക്കൊരു ചെറിയ റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. പുറമേ കാണിക്കത്തില്ലെങ്കിലും ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ട്. ഇവന് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ടായിരിക്കുമോ, നമ്മളെ കുറിച്ച് വേറൊരു വിലയാ അവിടുത്തെ ആൾക്കാർക്ക്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. നമുക്ക് ഇപ്പം എല്ലാ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കുള്ള അവിടെ ഉള്ളവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും ഇവിടെ ഉള്ളവരെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അരവിന്ദ് പറയുന്നതിലൂടെ അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് മാറി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളെ അവര് വീട്ടിൽ താമസിപ്പിക്കുന്നു, ഭക്ഷണം തരുന്നു, ചിലപ്പോ നമ്മൾ അത്രത്തോളം ചെയ്യുമെന്ന് തോന്നുന്നില്ല. നമ്മളാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം, അവരല്ല. പുള്ളി യാത്ര ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് പുള്ളിക്ക്, നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. ഇത് ശരിക്കും നമ്മളാണ് പ്രശ്നം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ബീഹാറിൽ ജോലിക്ക് വരുന്ന ഒരു ബീഹാറിൽ നിന്നുള്ള ആള് ബംഗാളിൽ നിന്ന് വിളിക്കുവാന്, ബീഹാറിൽ നിന്നുള്ളവരെ കൂടുതലും വരുന്നത്, ജാർഖണ്ഡ്, അവനെ ബംഗാളിൽ നിന്ന് വിളിക്കും. ബംഗാൾ വേറെ സ്റ്റേറ്റ് ആണെന്ന് പോലും അറിയത്തില്ല വിളിക്കുന്നവന്. അപ്പം അവരെയാണ് നമ്മളല്ലേ ആക്ഷേപിക്കുന്നത്. അതെ അതെ അതെ, നമ്മളവിടെ ചെല്ലുമ്പോ നമ്മളെ വിളിക്കുന്നുണ്ടോ അവര്? സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ മദ്രാസി അങ്ങനെയൊന്നും അവര് പറയത്തില്ല. റെസ്പെക്ട് ഉണ്ട് അവർക്ക്. ഞാൻ നോക്കിയിട്ട് എല്ലായിടത്തും ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും റെസ്പെക്ട് ഉണ്ട്. നമ്മളാണ് അവരെ പരിഗണിക്കപ്പെടുന്നത്. നമ്മൾ പരിഗണിക്കുന്നില്ല. കാര്യം നമ്മൾ നോക്കുമ്പോൾ അവരെക്കാട്ടി എന്തോ നമുക്ക് കൂടുതലുണ്ടെന്നുള്ള ചിന്ത നമുക്കുണ്ട്. അരവിന്ദ് ആരെങ്കിലും കണ്ടുമുട്ടി അവരാരെങ്കിലും നമ്മുടെ സ്ഥലത്തെ കുറിച്ച് ചോദിക്കുവോ അല്ലെങ്കിൽ വരാൻ താല്പര്യപ്പെടുവോ ഒക്കെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ട്. അരവിന്ദ് അതുകൊണ്ടാണോ മറ്റേ ഇത് ചെയ്യുന്ന? അന്ന് തൊട്ടാ എനിക്കൊരു പ്ലാൻ വന്നു തുടങ്ങിയത്. ഒരു 10 പേര് ഞാൻ മുംബൈ വെച്ച് പരിചയപ്പെട്ടവർ, അവരോട്ട് എനിക്ക് മുന്നേ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. അവരെന്റെ വീട്ടിൽ വരികയും 10 ദിവസം ഒരു 5 ദിവസം മൊത്തത്തിലുണ്ടായിരുന്നു. അങ്ങനെ അന്ന് തൊട്ടാ ഈ ഒരു പ്ലാൻ വന്നു തുടങ്ങിയത്. പുറത്തുള്ള ആൾക്കാരെ നമ്മൾ കേരളം കാണിക്കണം. കേരളത്തിൽ ടൂറിസം വളരണമല്ലോ. നമുക്ക് എല്ലാവർക്കും അത് ഒരുപാട്. ഇപ്പം രാവിലെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടനുണ്ട്, വിനു എന്ന് പറഞ്ഞ വ്ളോഗറാ. പുള്ളിക്കാരൻ്റെ കൂടെ ഞാനിവിടെ എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു ചെറിയ പാറമടയിൽ പോയി. പുള്ളിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ സ്ഥലം. പുള്ളി പുറത്തുനിന്ന് വരുന്ന ഒരാൾ എന്തോ എക്സൈറ്റ്മെന്റ് കാണിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ടൂറിസം പൊങ്ങി വരണം. നമ്മുടെ നാട്ടിൽ ടൂറിസം കൊണ്ടാണ് നമുക്ക് കേരളത്തിന് ഒരുപാട് വരുമാനം കൊണ്ടുതരാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടൂറിസം. എപ്പോഴും ചിന്തിക്കാറുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം? അതായത് ഞാൻ എൻ്റെ ഈ പറഞ്ഞ ചെന്നൈയിലെ ഒരു ചെറിയ വർക്ക് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞില്ലേ, അത് വിടാനുള്ള കാരണമേ ഒരു സ്റ്റാർട്ടപ്പ് പ്ലാൻ വന്നപ്പോഴാണ്. അത് ടൂറിസമായിട്ട് സംബന്ധിച്ചുള്ള ഒരു ചെറിയ പ്ലാനാണ്. അത് എനിക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കൂടെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ടൂറിസ്റ്റ് പ്ലാനിനെ കുറിച്ചൊക്കെ, ട്രാവലിംഗ് പ്ലാനിനെ കുറിച്ചൊക്കെ. കരിയറിൽ എന്താ ഇനി മുന്നോട്ട്? എല്ലാ രാജ്യവും പോകണം. 195 രാജ്യങ്ങൾ പോകണം. പിന്നെ എവറസ്റ്റ്, കിളിമഞ്ചാരോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ 7 കോണ്ടിനെന്റിലെയും വലിയ പീക്കുകൾ കയറണം. പിന്നെ അതൊക്കെ ഒരു ഡ്രീമാണ്. നടക്കുമോ അറിയില്ല, പക്ഷെ ഡ്രീമാണ്. നടക്കട്ടെ. അരവിന്ദന്റെ ഓരോ ഡ്രീമും ഇപ്പൊ യാഥാർത്ഥ്യത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കും. 2021 ഇപ്പം റീസെന്റ് നടന്നു. അപ്പൊ ഇതും അതിന്റെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് തുടങ്ങിയോ? ഉറപ്പായിട്ടും തുടങ്ങിയിട്ടുണ്ട്. രാജ്യങ്ങൾ തുടങ്ങുവാണ്. ഇനിയിപ്പം ബേസ് ക്യാമ്പ് ഒക്കെ അടുത്ത മാസം ഒന്ന് പോകണം. അടുത്ത മാസം അല്ല, വരും മാസങ്ങളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ്, അന്നപൂർണ ബേസ് ക്യാമ്പ്, ഫുസ്കുണ്ട ഒക്കെ ഒന്ന് കയറണമെന്നുണ്ട്. അപ്പം നേപ്പാളിലാണ് ഇതല്ല. കൈലാസം, മനസ്സോര, ആ ഭാഗമൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ ഉണ്ട്. പിന്നെ അതിനുള്ള ബഡ്ജറ്റുകളൊന്നും ആയിട്ടില്ല. അപ്പം പിന്നെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ പോലും ആവുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പോകണം, അവിടെ എല്ലാം പോകണം. പിന്നെ ബംഗ്ലാദേശ് പോകണമെന്നൊരു അടുത്തിടെയായിട്ട്. ഞാൻ അതിൻ്റെ ബോർഡറിലൊന്നും പോയായിരുന്നു. ഈ ദൗക്കി എന്ന് പറഞ്ഞ റിവറിൻ്റെ അടുത്ത് തന്നെ ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് നമുക്ക് നമ്മളൊരു വില്ലേജിലോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ ബംഗ്ലാദേശ് നമുക്ക് കാണാൻ പറ്റും. ഈ മലയാളം മണ്ടയ്ക്ക് ആ ടെറൈൻ കംപ്ലീറ്റ് കാണാൻ പറ്റും. അന്ന് തൊട്ട് അവിടെ ഒന്ന് പോകണം എന്നുള്ളൊരു ഇത് വരുന്നു. പിന്നെ അവിടെ പ്രശ്നമൊക്കെ നടക്കുന്നെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തുവാന്ന് അറിയാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് ഭയങ്കര കൂടുതലാണ്. എക്സൈറ്റ്മെന്റ് കാരണം പുലിവാല് പിടിക്കാറുമുണ്ട്. എക്സൈറ്റ്മെന്റ് ഉള്ളവർക്ക് യാത്ര അതും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഈ മറ്റുള്ള രാജ്യങ്ങൾ ഇത് കണക്ക് ഈസി ആണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇന്ത്യ പോലെ, ഇപ്പൊ ഇന്ത്യ നമ്മുടെ രാജ്യമാണെന്നുള്ള ഒരു ധൈര്യം എപ്പോഴും എന്തായാലും നമ്മുടെ ഉള്ളിൽ കാണും. അപ്പൊ അതുകൊണ്ടൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇതുകൊണ്ടൊക്കെ ഹിച്ച് ഹൈക്ക് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടോ? അല്ലെങ്കിൽ പോയിട്ട് വരാൻ സാധിച്ചാൽ പറയാം. നമ്മള് മുമ്പ് അല്ലാതെ ക്യാമറയ്ക്കപ്പുറം സംസാരിച്ചപ്പോൾ അരവിന്ദ് പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ ഫുള്ള് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയും സഞ്ചരിക്കാം. ഉറപ്പായിട്ടും. ഇന്ത്യ 5 എമ്മ: മണ്ണ്, മഴ, മണല്, മഞ്ഞ്, മല. 5 എമ്മ. ഒന്നുകൂടെ പറഞ്ഞു. പെട്ടെന്നായി പോയത്.
മണ്ണ്, മണല്, ആ. മഴ, എന്റെ മല, ആ ട്യൂൺ പോയൊക്കെ പറഞ്ഞു പോയതാ. അപ്പം അതുണ്ട്, അത് 5 ഇന്ത്യ. അപ്പം അതിന് എല്ലാം ഉണ്ട് നമുക്ക്, അല്ലേ? നമുക്ക് മരുഭൂമിയുണ്ട്, കടലുണ്ട്, എന്തുവാ പറയുക, റിവറുകളുണ്ട്, മഞ്ഞുണ്ട്, മലയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് അത് കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ ഒരു സ്ഥലമുണ്ട്, ദ്രാസ് സെക്ടർ എന്ന് പറഞ്ഞ കാർഗിലിനടുത്തായിട്ട്. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ലിവിങ് ഹാബിറ്റാറ്റിൽ നമ്മൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും തണുപ്പുള്ളതിൽ 2ാം സ്ഥാനമാണ് ഈ സ്ഥലത്തിന്. -64 വരെ പോകണം. -64 ഒരാൾ സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ലോകത്തിലെ ഏത് ടെമ്പറേച്ചറിലും പറ്റുമായിരിക്കും. ഒരു 70-75 വരെ പോയാലും പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അവിടെ പോയാലും. നമ്മൾ ചിന്തിക്കണം, ഇന്ത്യയിൽ ആ തണുപ്പുണ്ട്, 42 ഡിഗ്രി ചൂട് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം 2 രീതിയിൽ -64, 42 ഏത് എവിടെ കിടക്കുന്നു. നമുക്ക് ഏത് വേണമെങ്കിലും പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്നു. പക്ഷെ ആൾക്കാര് ഈ യുവാക്കളാണെന്ന് തോന്നുന്നു കൂടുതലും ഈ യാത്ര എന്ന് പറഞ്ഞത്. പക്ഷെ അത് പലരും പല രീതിയിലുള്ള ഇതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടുന്ന ഓരോ കിക്ക് ഓരോന്നുണ്ട്. ഇപ്പം അരവിന്ദിന് തോന്നുന്നുണ്ടോ ഇപ്പം പിള്ളേർ ആ ഒരു ട്രെൻഡ് കുറച്ച് താന്നു വരുവാണ്, പിള്ളേർ വേറൊരു വഴിക്കോട്ട് പോകുന്നുണ്ട്? അതായത് ഇടക്കാലത്ത് ഭയങ്കര ഹൈപ്പിഡ് ആയിരുന്നു ഈ ഒരു സംഭവം. അതായത് പിള്ളേർ അങ്ങ് ഇറങ്ങുമോ, യാത്രയ്ക്ക് വേണ്ടി അങ്ങ് ഇറങ്ങുമായിരുന്നു. ഇപ്പൊ ആ ഒരു ട്രെൻഡ് കുറച്ച് താഴോട്ടായി എന്ന് തോന്നുന്നുണ്ടോ? ഈ ട്രെൻഡ് സെറ്ററിന്റെ ഒരു പ്രശ്നമാണ്. പറഞ്ഞ പോലെ ഇവിടെ എല്ലാ സാധനത്തിനും ഉള്ള അവൈലബിലിറ്റി അറിയാമല്ലോ, ഡ്രഗ്സിനായിട്ടുള്ള ഡ്രഗ്സിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ അഡിക്ഷൻ കൂടുന്നുണ്ട്, ഉറപ്പായിട്ടും കൂടുന്നുണ്ട്. അതൊരു വലിയ റീസൺ ആയിരിക്കാം മേ ബി. പിന്നെ ഇപ്പം ആൾക്കാർ പല സ്ഥലങ്ങളിലും പോകുന്നത് ഇതിനു വേണ്ടിയാണ്. ഇപ്പം ഹിമാചലിലോട്ട് പോയിട്ട് മണാലി പോയിട്ട് മലാന വില്ലേജ് എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും നല്ല ഈ ഹാഷ് ഓയിൽ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. അത് വലിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകുന്നവരാ കൂടുതലും. ആ വില്ലേജ് കയറുന്ന ആൾക്കാർ അത് വലിക്കാൻ വേണ്ടി മാത്രം പോകുന്നത്. എന്നാൽ അവിടെ ഒരു അമ്പലമുണ്ട്, അതൊന്നും ഇവന്മാർ കണ്ടിട്ട് പോലും കാണുന്നില്ല. ആ അമ്പലത്തിൽ തൊട്ട് കഴിഞ്ഞാൽ 3000 രൂപ ഫൈനാണ്. എന്തോന്നും പോലും അറിയത്തില്ല. ഇതെല്ലാം പോയിട്ട് അവിടെ ഈ സാധനം മേടിച്ചോണ്ട് തിരിച്ച് താഴെ വരിക വലിക്കുക, ഇത് തന്നെ. അതായത് ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ക്ഷേത്രത്തെ ടച്ച് ചെയ്താൽ 3000 രൂപ ഫൈനാണ്. അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ആ ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പുതിയ അറിവായിരുന്നു നമുക്ക്. മലാന വില്ലേജിന്റെ മണ്ടയ്ക്കുള്ള ഒരു ക്ഷേത്രമായത്. അവിടെ നമ്മൾ അമ്പലത്തിൽ തൊടാൻ പാടില്ല. വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ തന്നെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ കൊണ്ട് സ്ട്രൈക്ക് ആവുന്നില്ല. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വില്ലേജ് ഞാൻ ഈ മേഘാലയ വെച്ച് കണ്ടതാ. വിസിൽ വില്ലേജ് എന്നാ ആ വില്ലേജിന്റെ പേര്. വേറൊരു പേരുണ്ട്, അത് ഞാൻ മറന്നുപോയി. മേഘാലയയില് ആ വില്ലേജില് ആർക്കും പേരില്ല, ആൾക്കാർക്ക് പേരില്ല. വിസിലടിച്ച് ഒരു വിസിൽ, ഇപ്പം ഇതൊരു ഒരാളുടെ പേരാ, ഓരോ ടോൺ ഉണ്ട്. ഈ വിസിലിന് ട്യൂൺ ഇപ്പൊ ഞാൻ അടിച്ച വിസിലില്ല, അത് ബ്രോയുടെ പേരായിരിക്കും. അടുത്ത വിസിൽ പുള്ളിയുടെ പേരായിരിക്കും. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അങ്ങനെയാണെന്നാണോ അതോ അവർക്ക് പേരില്ല? അവരുടെ പേര് വിസില, അവർക്ക് പേരില്ല. അവർക്ക് ആധാർ കാർഡ് ഉണ്ടാവും, ആധാർ കാർഡ് കാണും. അതിനെ കുറിച്ച് നമ്മളിത് കേൾക്കുമ്പോ തന്നെ അവിടെ സ്റ്റക്കായിട്ടിരിക്കും പറയുന്നത്. അവിടെ 130 ട്രൈബൽസ് ഉണ്ട് നോർത്ത് ഈസ്റ്റില്. അതിനകത്തൊരു ട്രൈബൽ വില്ലേജ് ആണത്. അതൊരു ഭയങ്കര വിചിത്രമായിട്ടുള്ള വില്ലേജാണ്. വിസിൽ മാത്രമാണ് എല്ലാവരുടെയും പേര്. അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന നമ്മൾ ആ വില്ലേജിനകത്ത് നടന്നു പോകുമ്പോഴേ കേൾക്കാൻ പറ്റും, വിസിലടിച്ചിട്ട് സംസാരിക്കുന്നത് കേൾക്കാം. ബ്രോ പോയി അവിടെ ആരോടെങ്കിലും സംസാരിച്ചിരുന്നു? ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദി അറിയാം, പേരെന്തോ ഹിന്ദി അറിയാം. അവര് എല്ലാവർക്കും ഇല്ല, കുറച്ചു പേർക്ക്. കമ്മ്യൂണിക്കേഷൻ ഈ വിസിലാണ്. അവരുടെ പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാം അവർക്ക്. പിന്നെ ഈ മേഘാലയത്തിൽ തന്നെ വേറൊരു വില്ലേജ് ഉണ്ട്, മൗലിംഗ് ലോങ് എന്ന് പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജാണ്. നമ്മൾ ഇത്രയും വൃത്തി ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ്. കാർത്തിക് സൂര്യയുടെ ബ്ലോഗിൽ വന്നിട്ടുണ്ടായിരുന്നു. മേഘാലയയില് മൗലിംഗ് ലോങ് എന്ന സ്ഥലത്തിന്റെ പേര് ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ആണ്. അത് നമ്മളവിടെ നിന്ന് പോകണം, ഭയങ്കര രസമാണ്. ഒരു പാർക്ക് പോലെ ആ വില്ലേജ് ഇരിക്കുന്നത്. ഒരുപാട് ഫാമിലികളുണ്ട് അതിനകത്ത്. അത് ഭയങ്കര വീടായിട്ട് വിചിത്രമായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ സുൽത്താൻ ബത്തേരിയെ കുറിച്ച് ഇന്ന് രാവിലെ ഇങ്ങനെ സുൽത്താൻ ബത്തേരി കേരളത്തിലെ മുനിസിപ്പാലിറ്റി ആണെന്ന് നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ട്രാവലേഴ്സ് ട്രെൻഡിങ് ആകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ സംഭവമൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആർക്കെങ്കിലും ഒക്കെ അറിയാവോ, ഏതെങ്കിലും ഇതിലൊക്കെ വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. ഈ പേരില്ലാത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞു. ഈ അരുണാചൽ പ്രദേശ് ഇല്ലേ, അരുണാചൽ പ്രദേശ് നമ്മള് ഇവിടുന്ന് പോകുന്ന ഒട്ടുമിക്ക ഒരു 90% ആൾക്കാരും പോകുന്ന തവാങ്ങിലോട്ടാണ്. നേരെ ചെല്ലുക,
ഗുവാഹട്ടിയിൽ നിന്ന് തവാങ്ങിൽ പോവുക, തിരിച്ചു വരിക, എല്ലാവരും തവാങ് കാണുന്നത്. പക്ഷെ അരുണാചൽ പ്രദേശിന് ഇപ്പുറത്തെ ഒരു സൈഡുണ്ട്, മെച്ചൂക്ക, അനിനി, കഹോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് വില്ലേജ് സൈഡുകളുണ്ട്. അവിടൊക്കെ ഒന്ന് പോകണം. ഭയങ്കര രസമാണ്, ഭയങ്കര പീസ്ഫുൾ ആണ്, ആൾക്കാരില്ല. അവിടുത്തെ വില്ലേജിൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ. കഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജാണ്. ഇന്ത്യസ് ഫസ്റ്റ് വില്ലേജ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് കഹോ. അവിടാണ് ഒരു വാലി ഉണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി, സോറി. എന്തുവായിരുന്നു, ഒരു വാലി ഉണ്ട്. അതായത് നമ്മൾ ആദ്യത്തെ സൺറൈസ് വീഴുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് വീഴുന്ന അവിടെ നമുക്ക് ആ സൺറൈസ് കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു മറ്റേ എന്താ പറയുക ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആ ഭാഗമൊക്കെ അടിപൊളിയാണ്. ഇത്രയും ദേവം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാം നമ്മൾ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇടയ്ക്ക് 1-2 ഇതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. എന്നെങ്കിലും ഒരു ലേലുവല്ലു മൊമെന്റ്, അതായത് ലാംഗ്വേജ് അറിയാൻ വയ്യാതെ ഒരു സ്ഥലത്ത് പെട്ട് അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് വേറെ, ഇപ്പം നമ്മൾ ഒരിടത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരിക്കലും അവിടെ ഉള്ള ആൾക്കാർ നമ്മളെ എന്തായാലും ഒരു ഫോറിനറാണ്. നിങ്ങൾ അവിടെ അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് എപ്പോഴും ഒരു ഫോറിനറാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ട് പിടിക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദിച്ച സംഭവം എനിക്കൊരു നൈറ്റ് മെയർ ആക്ച്വലി. പെട്ടെന്ന് കിട്ടിയ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ത്രിപുര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ത്രിപുരയിൽ നമ്മൾ പോയി. പക്ഷെ എനിക്ക് അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ളതൊന്നും ത്രിപുരയിൽ അധികം കിട്ടിയില്ല. ഞാൻ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ അഗർത്തല എന്നാണ് ക്യാപിറ്റൽ സിറ്റിയുടെ പേര്. അവിടെ പോയി. അപ്പം നമ്മുടെ ദുരന്തർ 2 ഒക്കെ ഇറങ്ങിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ച് ദുരന്തർ 2 ഒക്കെ കയറി കണ്ടിട്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നാത്തൊരു ഒരു സ്റ്റേറ്റാണ് ത്രിപുര. അപ്പൊ ഞാൻ അവിടുന്ന് തിരിച്ച് വരാൻ നേരം വഴി വെച്ചിട്ട് ഒരു ലിഫ്റ്റ് അടിച്ചിട്ട് ഒരു വണ്ടി പോയപ്പോൾ അവരെന്റെ അടുത്ത് പറഞ്ഞു മോങ്താങ് വാലി എന്ന് പറഞ്ഞിട്ടൊരു ഹിൽ ടോപ്പ് ഉണ്ട്, നിനക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ജംബോയ് എന്ന് പറഞ്ഞ വേറൊന്നും ഉണ്ട്, പക്ഷെ ഞാൻ ജംബോയ് പോയില്ല. ഈ മൊങ്താങ് കയറിയിട്ട് ജംബോയ് പോകാന്നുള്ള പ്ലാനിൽ നമ്മൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ തെലൈമുറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ഒരു 25 കിലോമീറ്റർ അകത്തോട്ടായി മൊങ്താങ് വാലി. അവിടുന്ന് പിന്നെ ഹില്ല. നമ്മൾ ഈ തെലൈമുറ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ പെരുക്കെ നടന്ന് ഈ അപ്പൊ നമ്മൾ ലിഫ്റ്റ് വല്ലതും കിട്ടുമോ എന്നുള്ള രീതിയിൽ നടന്നു പോവാം. അപ്പൊ അവിടെ ഈ തെലൈമുറയിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ ചെറിയൊരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ചെറിയൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജ് ക്രോസ് ചെയ്ത് വേണം നമ്മൾ ഈ മൊങ്താങ് വാലിയിലോട്ട് പോകാൻ. ഈ വില്ലേജ് ചെന്നപ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാരോട്ട് വെച്ച് എവിടെ പോകുന്നു, ഞാൻ മൊങ്താങ് വാലി പോകാൻ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. പിന്നെ വിട്ടു. രണ്ടാമത് ഒരു ബൈക്കിൽ ഒരു 3 പിള്ളേർ വന്നിട്ട് എവിടെ പോകാന്ന് ചോദിച്ചു. തടഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞു മൊങ്താങ് വാലി പോയതേപോലെ നിങ്ങളത് ഇതുവഴി വരുന്നു, അങ്ങനെ ഇങ്ങനെ 1-2 പറഞ്ഞ് അങ്ങ് ഭയങ്കര പ്രശ്നമായി. നമ്മൾ വില്ലേജിലായതുകൊണ്ട് നമ്മളും അധികം ഇവരോട് ഒത്തിരി റഫ് ആൻഡ് ടഫ് ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളും ഭയങ്കര സ്ലോ ആയിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു. മറ്റേ ഈ ഹിന്ദിയിലായിരുന്നു. ഹിന്ദി. ഞാൻ ഹിന്ദി അത്യാവശ്യം നല്ല ഫ്ലുവൻ്റാണ്. അപ്പം അതിങ്ങനെ സംസാരിച്ചു. അവർക്ക് ഹിന്ദി പക്ഷേ നമ്മുടെ അത്രയും പോലും അറിയത്തില്ല. അവര് മറ്റേ അവരുടെ ഒരു ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്, നമ്മൾ മലയാളം സംസാരിക്കുന്നത്. അതുപോലെ അവർ തപ്പി ഇവിടെ ഉള്ളവർ സംസാരിക്കുന്ന പോലെയൊക്കെ മലയാളം അവിടെ ഹിന്ദി സംസാരിക്കുന്നത്. അപ്പൊ അവര് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു. നമ്മൾ അവര് കുറെ നേരം നിൽക്കുന്നു. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിക്കായി സംഭവം. 2 മണി 3 മണി സമയത്താണ് നടക്കുന്നത്. ഏതാണ്ട് വൈകുന്നേരം 6 മണി ആയിട്ട് ഇവര് ഞങ്ങളെ വിടുന്നില്ല, പിടിച്ചു നിർത്തിക്കോ. ബാഗ് മൊത്തം എന്റെ എല്ലാം ബാഗ് എല്ലാം എടുത്തു. പക്ഷെ മോഷണ ശ്രമം ഒന്നുമല്ല. ഇവര് ബാഗ് മൊത്തം ചെക്ക് ചെയ്തു, എല്ലാം ചെക്ക് ചെയ്യുന്നു, പിടിച്ചു. നമ്മൾ പേടിച്ചു ആക്ച്വലി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവര് വിടുന്നില്ല. ഇവര് ആദ്യം വന്നെങ്കിൽ കൈ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. പിന്നെ അവിടെ എടുത്തുകൊണ്ട് ഇരുത്തി ഒരു കടക്കകത്ത്. എന്നിട്ട് ഈ നാട്ടുകാർ മൊത്തം നമ്മുടെ ചുറ്റും കൂടിയിരിക്കുവോ. ആ പേടിച്ച് നമ്മൾ 6-6:30 ഒക്കെ ആയപ്പോൾ അവിടെ ഈ ബോർഡർ ഏരിയ ആയതുകൊണ്ട്, ബംഗ്ലാദേശ് ബോർഡറൊക്കെ അടുത്തായതുകൊണ്ട് BSFന്റെ ക്യാമ്പുകളുണ്ട്. അപ്പൊ ഈ ക്യാമ്പിലെ ആൾക്കാർ വൈകുന്നേരം എന്തോ ആവശ്യത്തിന് ഈ വില്ലേജിൽ വന്നതാണ്. BSFന്റെ വണ്ടി കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൈ കാണിച്ചു. ഇങ്ങനെ സാർ ഇങ്ങനെ നമ്മൾ കൈ കാണിച്ചപ്പോൾ അവർ നിർത്തിയിട്ട് ഇവര് വന്നിട്ട് എന്തോ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതുപോലെ സാറെ പിടിച്ച് നിർത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു. പിന്നെ അവര് നമ്മളെ അവിടുന്ന് അവരുടെ വണ്ടി കയറ്റി അവരുടെ ക്യാമ്പിൽ കൊണ്ടുപോയി. പിന്നെ ID കാർഡ് ചെക്ക് ചെയ്തിട്ട് വിട്ട്. സത്യം പറഞ്ഞാൽ അവര് വന്നില്ലായിരുന്നു. അന്ന് രാത്രി മൊത്തം അവരോട് നിൽക്കേണ്ടി വന്നാണ്. എന്നിട്ട് ഉപദ്രവിക്കുന്നൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പിടിച്ചു നിർത്തിക്കുക. എന്താണ് അവരെങ്ങനെ പിടിച്ചു നിർത്തിയത്? ഞാൻ അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ കണ്ട് എന്തോ പിള്ളേര് കിഡ്നാപ്പിംഗ് ആവോ, ഒരാഴ്ച മുമ്പ് കണ്ട് കിഡ്നാപ്പിംഗ് കണ്ട് നടന്നു. അപ്പൊ അവര് നമ്മളാണോ ഇനി എന്നുള്ള ഡൗട്ടിന്റെ പുറത്ത് പിടിച്ചു നിർത്തിക്കുക. അവർക്കൊരു സെക്യൂരിറ്റി ത്രെറ്റ് അവർക്ക് തോന്നി. അത് തന്നെ. നമ്മൾ അവരോട്ട് മാക്സിമം ഉപദ്രവിക്കാനുള്ള ശ്രമം എല്ലാം ഇല്ല, ഉപദ്രവിക്കാനൊന്നും വന്നില്ല. പക്ഷെ പിടിച്ചു നിർത്തി. നമ്മൾ പക്ഷേ ഇറിറ്റേഷൻ ആവുമല്ലോ. 3-4 മണിക്കൂർ നമ്മളെ ഒരിടത്ത് ഒരു കാര്യം ഇല്ലാതെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ വരുമല്ലോ നമുക്ക്. ഇത്ര നേരം വന്നപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു. പിന്നെ കുറെ നേരം കഴിഞ്ഞാൽ പിന്നെ BSF വന്നാൽ നമ്മളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ അവരുമായിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. ഇവരെ നമ്മൾ അങ്ങോട്ട് കയറി ഇന്ററാക്ട് ചെയ്യാതിരുന്നാൽ മതി, ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ പോയിരുന്നാൽ മതി. നിലവിൽ ഇപ്പം ഉടനെ തുടങ്ങാൻ പോകുന്ന പുറത്തോട്ടുള്ള യാത്ര ഇന്ത്യക്ക് വെളിയിലോട്ട് പോവാണെന്ന് പറഞ്ഞു. നിലവിൽ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു ദുബായിൽ ഒരു വട്ടം ഒന്ന് പോയിട്ടുണ്ട്. കറങ്ങാനായിട്ട് മാത്രം പോയതാ. ഈ യാത്രയുടെ ഒരു യാത്രയായിട്ട് അവിടെ നമ്മുടെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയും ഹസ്ബൻഡും അവിടെ സെറ്റിലായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വട്ടം പോയി. എല്ലാ എമിറേറ്റ്സിലും ഒന്ന് കയറി. അവിടുത്തെ ഒരുമാതിരിപ്പെട്ട
എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടു, എൻജോയ് ചെയ്തു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് വില്ലേജ് ഈ ഇച്ചിരൂടെ ഗ്രാമങ്ങളാണ് ഇഷ്ടം. വില്ലേജ് ഏരിയകൾ, ഇച്ചിരൂടെ ശാന്തമായിട്ടുള്ള ഏരിയകളാണ് എനിക്ക് താല്പര്യം. നല്ല രസമായിരുന്നു. വലിയൊരു അത്ഭുതമായിട്ടുള്ള സിറ്റിയാണ്. എല്ലാം ഹ്യൂമൻ മെയ്ഡ് ആണല്ലോ, ഒന്നും നാച്ചുറലായിട്ട് ഒരു സാധനങ്ങളും ഇല്ല അവിടെ, എല്ലാം മനുഷ്യൻ നിർമ്മിതമാണ്. നമ്മുടെ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കുന്ന വെച്ചാൽ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോഴും പുറത്ത് കേരളത്തിന് വെളിയിലുള്ള വിവിധ സംസ്ഥാനങ്ങളില്ലേ അവിടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസുകളാണോ ഓറിയന്റേഷൻ ചെയ്ത് പോയത് കേരളത്തിൽ, അതോ പുറത്ത് പോയതുപോലെ വില്ലേജുകൾ കോൺസെൻട്രേറ്റ് ചെയ്താണോ കേരളത്തിൽ പോയത്? ഇപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ പാലക്കാട്, അട്ടപ്പാടി, അങ്ങനെ ആൾക്കാർ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കാണാത്ത കുറച്ച് വില്ലേജുകളില്ലേ? ആകെ കേരളത്തിൽ വില്ലേജുകൾ വളരെ കുറവാണ്, മാത്രമേ ഉള്ളൂ. വില്ലേജുകൾ ഇപ്പോൾ കേരളത്തിൽ വളരെ അല്ലെങ്കിലും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. കാര്യം എല്ലാ ഗ്രാമങ്ങളും ടൗൺഷിപ്പ് കൊണ്ടുവരുന്നു, പല പരിപാടികളാക്കിയിട്ട് അങ്ങനെ മാറുകയാണല്ലോ. നമ്മൾ വില്ലേജിൽ പോകുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. നമ്മൾ അതൊക്കെ അഡാപ്റ്റ് ആയി പോകും. നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അവിടെ ഒരാൾ പഠിച്ചിറങ്ങുന്നു, ദുബായിലോട്ടോ ആഫ്രിക്കയിലോ അമേരിക്കയിലോട്ടോ കയറ്റി വിടുന്നു. അതാണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്. നാട്ടിലെ നമ്മുടെ കേരളത്തിന്റെ ബേസിക് ആയിട്ടുള്ള ട്രെൻഡ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി മേടിക്കുന്നു, ജീവിക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി മാത്രം ആൾക്കാർ ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. പക്ഷെ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വില്ലേജിൽ ഇപ്പോൾ ഒരാൾ പുറത്ത് പോയി പഠിച്ചിട്ട് തിരിച്ച് വില്ലേജ് വരും, എന്നിട്ട് അവിടുത്തെ ലോക്കൽ ജോലികൾ ചെയ്ത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ സഹോദരങ്ങളോട് കിടക്കുന്നു, ഞാൻ ഇതേ കളഞ്ഞിട്ട് എന്തിനു പോകണം? പൈസയെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻ്റ് റിലേഷനും അല്ലെങ്കിൽ അവർ ജനിച്ചു വളർന്ന സ്ഥലത്തിന് കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ അത് ഒരിക്കലും പറ്റുന്നില്ല ആരെയും കൊണ്ടും. ഇതിനോട് അനുബന്ധമായിട്ടൊരു ചോദ്യമാണ്, അതായത് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റ് പ്ലേസുകളോ അല്ലെങ്കിൽ ഗ്രാമങ്ങളോ മാത്രമല്ല, ഇവിടെ ഒരു വലിയ സംസ്കാരമുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്. നമുക്ക് അവിടെയൊക്കെ വേണമെങ്കിൽ പോവാം. അരവിന്ദ് അങ്ങനെ എന്തെങ്കിലും റിലീജിയസ് ആണോ അതോ എങ്ങനെ? ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ എനിക്ക് പോകാറുണ്ട്. അത് ഭക്തി മാത്രമല്ല, എനിക്ക് അമ്പലങ്ങളുടെയും അല്ലെങ്കിൽ പള്ളികൾ, ഞാൻ എല്ലായിടത്തും പോകും. ഗുരുദ്വാരകളിൽ പോകാറുണ്ട്, മൊണാസ്ട്രികളിൽ പോകാറുണ്ട്, പള്ളികളിൽ പോകാറുണ്ട്, മസ്ജിദുകളിൽ പോകാറുണ്ട്, എല്ലായിടത്തും പോകാറുണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, ആ പ്ലസന്റ്നെസ് ഉണ്ടല്ലോ അവിടുത്തെ ആ സ്ഥലത്തിന്റെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്ഥലത്തിലും ഇപ്പോൾ വാരണാസിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ സ്ഥലം ഭയങ്കര ഇതാണ്. നമ്മൾ പോയി കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല 25 ദിവസത്തോളം ഞങ്ങൾ താമസമുണ്ട്, 3 വട്ടമായിട്ട് പോയി. അതേപോലെ ഓരോ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുദ്വാരകളായാലും ഈ ലോകത്തിലെ തന്നെ നമ്മളിപ്പോൾ നല്ല മനുഷ്യരെ കുറിച്ച് സംസാരിക്കത്തില്ലേ, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മനുഷ്യർ സിഖ് മതവിശ്വാസികളാണ് എൻ്റെ ഒരു പോയിന്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം, ഒരു മനുഷ്യന്റെ ഏറ്റവും നെസസറി ആയിട്ടുള്ള ഷെൽട്ടർ, ഫുഡ്, പിന്നെ എന്താ ഏറ്റവും നെസസറി ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന, വസ്ത്രവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ഗുരുദ്വാരകളിൽ. ഇത് മൂന്നും പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു കാസ്റ്റും അല്ലെങ്കിൽ വേറൊരു റിലീസ് ആയിട്ടുള്ള സ്ഥലമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവര് എല്ലാ ഗുരുദ്വാരകളിലും നിങ്ങൾക്ക് പോകാം. ഇപ്പൊ മിലിറ്ററിയുടെ അണ്ടറിൽ വരുന്ന ഗുരുദ്വാരകളുണ്ട്. ഇപ്പൊ ഗാംഗ്ടോക്കിലൊക്കെ മിലിറ്ററിയുടെ അണ്ടറില്ല, അവിടെ ഒന്നും നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല, മിലിറ്ററിയുടെ ഇതിലായതുകൊണ്ട്. അല്ലാതെ ഓപ്പൺ ഗുരുദ്വാരകളാണെങ്കിൽ അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടും, 3 നേരം ഭക്ഷണം കിട്ടും. 24/7 ആക്ച്വലി പറയുന്നത്. പക്ഷെ നോർമൽ ഗുരുദ്വാരകളാണെങ്കിൽ 3 നേരം ഭക്ഷണം കിട്ടും. പിന്നെ ഇനി അഥവാ ഭക്ഷണം ഇല്ലെങ്കിൽ തന്നെ അവരുടെ പ്രസാദം എപ്പോഴും അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഖാദ എന്ന് കണ്ട അതിന്റെ അങ്ങനെ സംതിങ് ആ പേര്, അതിങ്ങനെ എപ്പോഴും കൊടുത്തോണ്ടിരിക്കും. അത് കഴിക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും എന്റെ കയ്യിൽ ഇതൊരു 6 വർഷമായിട്ട്, ഞാൻ പോയ സമയത്ത് മേടിച്ചല്ല, അതിന് മുമ്പോട്ട് എന്റെ ഉള്ളത്. ഇത് പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിലെ കടയാണ്. ഈ സാധനം ഞാൻ അതിനുള്ള ഒരു ആരാധനാസുഖമായിട്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ ആരാധനാലയങ്ങൾ ഈ നോക്കി പോയ സമയങ്ങളിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ക്ഷേത്രങ്ങളോ പള്ളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യാത്രകളിൽ കണ്ടിട്ടുണ്ടോ? അതായത് ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെ ഫോളോ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയോ? അത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചാർധാമിൽ കേദാർനാഥും ഇവിടെയും പോയിട്ടുള്ളതാണ്. നമ്മുടെ ജഗന്നാഥ് അമ്പലവും പോയിട്ടുള്ള ചാർധാമിൽ വരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ജ്യോതിർലിംഗ അമ്പലങ്ങളിൽ 3 ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റ്യന് എനിക്കൊരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ, മെച്ചൂക്ക എന്ന് പറഞ്ഞ വില്ലേജിനെ കുറിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. മെച്ചൂക്ക നമ്മൾ ചൈന ബോർഡറിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട്. അമ്പലം താഴെയാണ്, പക്ഷെ അമ്പലത്തിന്റെ വിഗ്രഹം നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു മലയിലാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അമ്പലത്തിനകത്ത് നിന്നേ നമുക്ക് ആ വിഗ്രഹം കാണാം. അങ്ങനെയല്ല, നമ്മൾ അമ്പലത്തിന്റെ സൈഡിൽ എവിടെ പോയി നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു അമ്പലം റോഡ് സൈഡിൽ. ഈ അമ്പലം നമുക്ക് അവിടെ കാണാൻ പറ്റും. അമ്പലത്തിനകത്ത് വിഗ്രഹം ഇല്ല, ചെറിയ വിളക്ക് മാത്രം കത്തിച്ചു വെച്ചിട്ടുണ്ട്. വിഗ്രഹം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്പലത്തിന് ഓപ്പോസിറ്റ് ഒരു വലിയ മലയുണ്ട്. ആ മലയിൽ ഒരു പാറയിൽ ഇങ്ങനെ വിഗ്രഹം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഹനുമാൻജിയുടെ മുഖം കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അമ്പലത്തിന്റെ സൈഡിൽ നിൽക്കും, അമ്പലത്തിന്റെ അകത്ത് വയ്ക്കണമെന്നൊന്നുമില്ല, പുറത്തൊക്കെ നിന്നാലേ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഏരിയയിൽ നിന്നാലേ നമുക്ക് ഈ വിഗ്രഹം കാണാൻ പറ്റും. ഇത് നാച്ചുറലി ഗ്രോൺ ആണ്, അവിടെ ആരും ഉണ്ടാക്കിയെടുത്തൊന്നുമില്ല. നാച്ചുറലായിട്ട് മാൻമേഡ് അല്ല, നാച്ചുറലായിട്ട് ആ കല്ലിന്റെ ഷേപ്പ് അങ്ങനെ ആയതാ.
അത് ഭയങ്കര വിചിത്രമായിട്ട് എനിക്ക് തോന്നി. അതായത് നമുക്ക് ചില ഈ മലകളൊക്കെ കാണുമ്പോൾ ചില രൂപങ്ങളായിട്ടൊക്കെ തോന്നും. അതെ 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 അതെ. പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു പാറക്കകത്ത് ഇങ്ങനെ പ്രോപ്പർ കറക്റ്റ് ആയിട്ട് പൊട്ടിപ്പോയി ആ ഒരു ഹനുമാൻജിയുടെ മുഖം ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര വീടാണ്, ഭയങ്കര വിശ്വാസങ്ങള്, ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു എനിക്കത് തോന്നി. പക്ഷെ അന്ന് അവിടെ അധികം ടൂറിസ്റ്റുകൾ വരുന്നില്ല. ആ അമ്പലം വളരെ ചെറിയൊരു അമ്പലമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളുടെ ചെറിയ വഞ്ചികൾ കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ചെറിയൊരു ക്ഷേത്രം. ആ വിഗ്രഹമാണ് അവിടുത്തെ പ്രത്യേകത. കാര്യം അവിടോട്ട് ആൾക്കാർക്ക് പോകാൻ അത്ര ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമല്ല, ഭയങ്കര എളുപ്പമല്ല. അതുപോലെ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്താണ് പറയുക, ഇവിടൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമന ചർച്ചകളൊക്കെ വരുമ്പോൾ എടുത്ത് ഇടുന്നതാണ് ഒറീസയിലെ ക്ഷേത്രങ്ങൾ, അറിയാമല്ലോ. അതായത് അവിടൊക്കെ പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. എനിക്ക് കുംഭമേള അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുംഭമേള കുംഭമേള 130-140 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം പ്രയാഗ്രാജ് വെച്ച് നടന്ന് അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ വർഷവും നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മെയിൻ കുംഭമേളയ്ക്ക്, മഹാകുംഭമേളയ്ക്ക് പോയിരുന്നു. അന്നാണ് നമ്മൾ യു പിയിലെ ഒരുമാതിരിപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ, ഈ വൃന്ദാവന്, പിന്നെ അതേപോലെയുള്ള അമ്പലങ്ങളെല്ലാം, അയോധ്യ പോയിരുന്നു, എല്ലായിടവും പോയി കണ്ടിരുന്നു. നല്ല രസമാണ്. എനിക്ക് അമ്പലങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലസന്റ്നെസ് അവിടുത്തെ ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ എന്തായാലും കോൺട്രവേഴ്സ്യലായിട്ട് കുറേ സാറുകൾ ടച്ച് ചെയ്തു. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അതായത് ഇന്ത്യയിൽ ഈ എന്താണ് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത് ഇപ്പം മലയാളികൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, നമ്മളാണ് ഏറ്റവും വൃത്തിയുള്ള ആൾക്കാരെന്ന്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ ഇതെങ്ങനെയാണ്, ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അതോ നമ്മുടെ വെറും ധാരണ മാത്രമാണ്? ഈ ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്റർ തന്നെ. അത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഭയങ്കര പേഴ്സണൽ ഹൈജീൻ എന്നാണ് ഇത് പറയേണ്ടത്. ആക്ച്വലി ഓരോരുത്തർക്കും ഇപ്പം നമ്മൾ മുംബൈ ഒക്കെ ഇല്ലേ, മുംബൈ ഒരു വലിയ Tier 1 സിറ്റിയാണ് മുംബൈ. ഇന്ത്യയിലെ 5 Tier 1 സിറ്റികളിൽ ഒരു Tier 1 സിറ്റിയാണ് മുംബൈ. ഇതുപോലെ വൃത്തിയായിട്ടൊരു സിറ്റി ഞാൻ കണ്ടിട്ടില്ല. ചെന്നൈ പോലും അത്രയും വൃത്തിയായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ധാരാവി സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാഹാളമ്പാണ്. നമുക്ക് തറ കാല് വെക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ചെളി. മഴയൊക്കെ പെയ്താൽ പോയി, പിന്നെ ഭയങ്കര അഴുക്കും ഇതൊക്കെയാണ്. അതേപോലെ ഡൽഹി പോയാലും പൊല്യൂഷൻ ഫുള്ള് പ്രശ്നമാണ്. സിറ്റി ആകുമ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ വരും. പിന്നെ വില്ലേജ് ഏരിയകളിലൊക്കെ അത്യാവശ്യം ഹൈജീൻ ഉണ്ട്. മലയാളികളെ സംബന്ധിച്ച് കൂടുതലാണ് ഈ ഹൈജീനിന്റെ സംഭവം നോക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും നോക്കുന്നു. പക്ഷെ ഇതിലും ഹൈജീനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യക്കകത്ത് എല്ലാവരും നമ്മുടെ കൂട്ട് നമ്മൾ ഭയങ്കര സംഭവം, ഇന്ത്യക്കകത്ത് എല്ലാവരും മോശപ്പെട്ടവരാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരത്തില്ല. അങ്ങനെ ഈ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇത്രയും സംസാരിക്കുന്നത്, മിസോറാമിലൊക്കെ അത്യാവശ്യം നല്ല ഹൈജീനുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അതാണ് ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അതൊക്കെ നോർത്ത് ഈസ്റ്റ്. എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റ് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത, അതായത് നോർത്ത് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർ, പക്ഷെ നോർത്ത് ഈസ്റ്റ് ഇപ്പോഴും ഒരു ഹിഡൻ ജെമ്മു പോലുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ 1 വർഷം 2 വർഷം എടുത്ത് കറങ്ങിയാലും കാണാൻ അത്രയും സ്ഥലങ്ങളുണ്ട്. ഓരോ ദിവസവും നിങ്ങളെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും പല പല സംഭവങ്ങളുണ്ട്. പേടിയുണ്ട് നോർത്ത് ഈസ്റ്റ്. അരവിന്ദ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ എങ്ങനെ അവിടെ പോയി അവരോട് ബിഹേവ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും. എനിക്ക് ഒരു നെഗറ്റീവ് പോലും വരാത്ത ഒരു സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. ആ 7 സ്റ്റേറ്റും 7 സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ചിക്കൻ നെക്ക് കഴിഞ്ഞ് അങ്ങോട്ട്, ചിക്കൻ നെക്ക് അറിയോ? ബംഗ്ലാദേശായിട്ടുള്ള നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് ഇതിന്റെ ഇടയിലുള്ള ചെറിയ ഗ്യാപ്പാ ചിക്കൻ നെക്ക്. 27 കിലോമീറ്റർ അത്രയും കണ്ടല്ലോ, 24. അപ്പം ആ അത്രയും സ്ഥലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് നല്ല സ്ഥലമാണ്. ആസാം ആയാലും നമ്മളിവിടെ വരുമ്പോൾ കളിയാക്കുന്നുള്ളൂ, അവർക്ക് നല്ല മനുഷ്യരാണ്. ഞാനവിടെ പോയി കണ്ടിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യാത്ത, നമ്മളെ സഹായിക്കുന്ന, അരുണാചലിലെ പ്രത്യേകിച്ച് ഇത്രയും നമ്മളെ സഹായിക്കുന്ന മനുഷ്യരുള്ള ഒരു സ്റ്റേറ്റ് അരുണാചൽ പോലെ. എല്ലാരും ഒന്നിനൊന്നിന് വെച്ചോണം. എല്ലാരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഒരാളെടുത്തൊരു സഹായം ചോദിച്ചാൽ ഉറപ്പായിട്ട് അവർ ചെയ്തിരിക്കും. ആ ഒരു രീതിയിലുള്ള മനുഷ്യരാണ് അരുണാചലിലുള്ളത്. എന്നാലും നമ്മളിപ്പം താരതമ്യം ചെയ്യുമ്പോൾ കേരളവുമായിട്ട് ഏത് രീതിയിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആണോ, അതോ നമ്മുടെ സാധാരണ സങ്കല്പം പോലെ തന്നെ കേരളമാണ് ബെസ്റ്റ്? കേരളം ബെസ്റ്റാണ് ഹൈജീൻ്റെ കാര്യത്തിൽ, ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. നമ്മുടെ ഹൈജീൻ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ പറയുന്നതിന് ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് ഈ വേസ്റ്റ്. നമ്മൾ ഇപ്പം ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഉണ്ട്, പിന്നെ നമ്മൾ എൻവയോൺമെന്റിന് ഒരു ഹൈജീനിറ്റി നമ്മൾ കൊടുക്കണം, അങ്ങോട്ടും കൊടുക്കണം. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണിത്. ഇപ്പം നമ്മൾ വേസ്റ്റ് പുറത്തിടുന്നത്, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ വണ്ടിയിൽ നിന്ന് എടുത്ത് പുറത്തിടും. പല പരിപാടികളും എല്ലാവരും ചെയ്യണം. ഞാനും ചെയ്തിട്ടുള്ള ആളാണ്. തെറ്റാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അവിടെ 1-2 സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രോബ്ലം. നമ്മൾ മേഘാലയയിലെ മറ്റേ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജിനെ കുറിച്ച് സംസാരിച്ചില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് വൃത്തിയായിട്ട് ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്. അത് ഈ കറക്റ്റായിട്ട് അവിടുത്തെ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ട്. ഇവിടെ ഡസ്റ്റ്ബിൻ വെച്ചാൽ ഡസ്റ്റ്ബിൻ സൈഡിലല്ലേ ഇടുന്നത്. എല്ലായിടത്തും അതിന്റെ ഇഷ്യൂസ് ഉണ്ട്. സിവിക് സെൻസിന്റെ പ്രശ്നമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഞാനും ചെയ്തിട്ടുണ്ട് തെറ്റ്.
അതായത് ഇവിടെയുള്ള ഒരു പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ മാറിയില്ലേ, അതായത് നമ്മൾ യാത്രകളൊക്കെ ചെയ്തു തുടങ്ങി മലയാളികൾ. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയി. ബാക്കിയുള്ളവർ അത്രയും അവരങ്ങനെ യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫ് അവിടെ തന്നെ ആയിരിക്കും. അവരൊരു പക്ഷേ ചിലപ്പോൾ രാജ്യ തലസ്ഥാനത്തോട്ട് പോലും വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുപോണക്കായിരിക്കും അവരുടെ ഒരു, അതായത് പ്രത്യേകിച്ച് ഗ്രാമങ്ങളാണ് കൂടുതൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് സത്യം പറഞ്ഞാൽ സിവിക് സെൻസ് കുറവാണ് ഉണ്ടാവേണ്ടത് ഇല്ലേ യാത്ര. പക്ഷെ എന്നിട്ടും അവരത്ര നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഇത് ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ ചിന്തയുടെ ഒരു ഇതാ എന്ന് പറഞ്ഞാൽ അവര് ചിന്തിക്കുന്നത് അവരുടെ വില്ലേജിൽ ഒരു സാധനം വീണാൽ അത് അവരെ മാത്രം താമസിക്കുന്ന ഒരു 80 കുടുംബം അതിനെ എക്സ്പാൻഡ് ആവുമ്പോൾ പോലും പുറത്തുനിന്ന് ഒരാൾ പോയല്ല എക്സ്പാൻഡ് ആവുന്നത്, അവിടെ തന്നെ ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വീട് പോലെ ആ വില്ലേജിനെ മൊത്തത്തിൽ അവർ കാണുന്നത്. നമ്മളങ്ങനെയല്ലോ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടുവിൽ വന്നു കഴിഞ്ഞാൽ വേറെ ഏതോ സ്ഥലമോ അവിടെ ഇട്ടായിരിക്കും എന്തുവാ ഈ സെറ്റപ്പ്. പക്ഷെ വീടിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ. അവരുടെ ആ കമ്മ്യൂണിറ്റിക്ക് അകത്ത് അവർ കൃത്യമായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമുക്ക് അങ്ങനെ എന്തെങ്കിലും അഡാപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനും ഇതുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെ തോന്നി എന്തെങ്കിലും ഈ യാത്രകളിലൊക്കെ കണ്ട് ഒരുപാട് ഐഡിയാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തോന്നിയ കാര്യം നമുക്കതൊരു നല്ലതാണെന്നുള്ളൊരു കാഴ്ചപ്പാട്. നമ്മുടെ സ്കൂളില് ഇപ്പൊ ഞാനും സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു വട്ടം പോലും വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ അവിടെയൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്, പച്ചയ്ക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ്. മെയിനായിട്ട് ഞാൻ സോറ വെച്ചിട്ടാണ് ഈ സംഭവം അറിയുന്നത്. സോറ എന്ന് പറഞ്ഞാൽ ചിറാപ്പുഞ്ചി ഇല്ലേ, ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേറൊരു സ്ഥലമാണ്. സോറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിന്റെ മെയിൻ ഇത്. ആ സോറ വെച്ചിട്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ പറക്കിക്കുന്നു. അപ്പൊ അവർക്ക് വേസ്റ്റ് മാനേജ്മെന്റ് 1 മണിക്കൂർ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് അവരെ ഒന്ന് അവെയർ ചെയ്ത് വിടുന്നു. ആഴ്ചയിൽ ഒരു പീരീഡ് ഇതിന് ആഴ്ച ഒരു മണിക്കൂർ സെക്സ് എഡ്യൂക്കേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, ഇതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ സ്കൂളിൽ പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത പണിക്ക് നമ്മൾ ഇവിടുത്തെ പിള്ളേർ പോകുന്നത്. ഇതും കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള നമ്മള് പൊതുവെ വിചാരിക്കുന്ന നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതികളാണ് ഇന്ത്യയിൽ ബെസ്റ്റ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇത് നമ്മൾ മനുഷ്യനെ ചിന്തയും ബോധമുള്ളതായിട്ട് വളർത്തുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കണ്ടി. ഇവിടുത്തെ ആൾക്കാരെ പിള്ളേരെ പഠിപ്പിക്കുന്നത് ജോലി മേടിച്ച് കാശുണ്ടാക്കാനാ, അല്ലാതെ ഒന്നിനും എനിക്ക് തോന്നിയിട്ടില്ല. മുമ്പേ മറ്റേ അരവിന്ദ് പറഞ്ഞ പോലെ വില്ലേജസിൽ ചെന്നപ്പോ, നോർത്ത് ഈസ്റ്റിലൊക്കെ വില്ലേജ് ചെന്നപ്പോ അവിടെ തന്നെ പഠിച്ച് അച്ഛനെ അമ്മയെ നോക്കി ജീവിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ഓൾഡ് ഏജ് ഹോംസ് കൂടിക്കൊണ്ടിരിക്കുക. ഇത് എന്തുകൊണ്ടാണ് റീസൺ? ഓൾഡ് ഏജ് ഹോം മാത്രമല്ല, അബണ്ടന്റ് ആയിട്ടുള്ള ഹൗസസ് കൂടുക കേരളത്തിൽ. ശരിക്കുന്നുണ്ടോ? നമ്മളൊരു 10 പേരെടുത്ത് ഒരെണ്ണം അടച്ചു കൂട്ടിയിട്ട് പുറത്തായിരിക്കും. നെഗറ്റീവ് പോപ്പുലേഷൻ ആണ്. അതായത് ഇപ്പൊ കേറിയ സർക്കാർ ഒരു വകുപ്പ് തന്നെ, അതെ, വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ കേരളത്തിനകത്ത് നിൽക്കണമെന്നാണ്. അതായത് നമ്മൾ മാതൃകകളായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, പക്ഷെ അത് പ്രാക്ടിക്കലി നമ്മൾ പലതും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയിലല്ലേ. ഇവിടെ എഡ്യൂക്കേഷൻ കൂടുതലാണ്. നമ്മൾ മറ്റേ 100% ലിറ്ററേച്ചർ നമ്മളെ ട്രോളിയിൽ ഇടയ്ക്ക് ഇതിനകത്തൊരു വൈറ്റ് കോളർ ജോബ്സ് തപ്പിയാണ് എല്ലാവരും പോകുന്നത്. ആർക്കും കഷ്ടപ്പെടാനൊന്നും വയ്യ. എല്ലാവരും പഠിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ എന്നുള്ളൊരു നേച്ചർ പണ്ട് തൊട്ടേ. ഇപ്പൊ എന്റെ വീട്ടിലായാലും ആരുടെ വീട്ടിലായാലും ഇതിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കുക. നീ ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ പോകണം, ഇന്ന ഡിഗ്രി എടുക്കണം, നീ ഒരു ജോലിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം. പൈസ എന്ന് പറഞ്ഞ ഒരു മാറ്ററിനെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കണം, വേണ്ടാന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഭയങ്കര ഇതായിട്ട് അതിനെ കാണരുത്. അതിലും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൈസ സ്വാഭാവികമായിട്ട് നമ്മുടെ എസൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്, നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. പക്ഷെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര പ്രൈഡ് ആവുന്ന ഒരു സാധനമാണ് ഈ കേരള മോഡൽ എന്ന് പറയുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളും പല പല മോഡലുകളായിട്ട് വന്നപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ മാതൃകയാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അഡാപ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചത് എന്തെങ്കിലും. അപ്പം അരവിന്ദ് പറഞ്ഞു വിദ്യാഭ്യാസം ഇത്, പക്ഷെ അതിനുപരി ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പം മറ്റു പല സംസ്ഥാനങ്ങളും നമ്മളെക്കാട്ടിലും വളരെയധികം മുൻപന്തിയിലാണ്. അപ്പം അവിടെ നിന്നൊക്കെ മാതൃകയാക്കാൻ പറ്റുന്നത്. ഇപ്പം അവിടുത്തെ യുവാക്കളുടെ ഇടയിലൊക്കെ ഇപ്പം വില്ലേജുകളിലാണ് അരവിന്ദ് കൂടുതലും ട്രാവൽ ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാർ എന്തുതരം ജോലികളൊക്കെ ചെയ്താണ്. ഇപ്പം കൃഷി എന്നതിനപ്പുറം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെയുള്ള യുവാക്കൾക്ക് അങ്ങനെയുള്ള ഐഡിയ ഉണ്ടോ? ആരോടെങ്കിലും ഇന്ററാക്ട് ചെയ്യാനൊക്കെ അങ്ങനെയുള്ള അവസരം കിട്ടിയിട്ടില്ല? അവര് ആക്ച്വലി ബേസിക്കലി ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കത്തില്ല. അവരിപ്പോ 10th 12th എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവരെ സംബന്ധിച്ച് വലിയൊരു എഡ്യൂക്കേഷനാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഒരു 50 വർഷം മുമ്പുള്ള നമ്മുടെ പേരൻസിന്റെ അടുത്ത് ചോദിച്ചാൽ അവൻ 12th അല്ലെ പ്രീ ഡിഗ്രി കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര സംഭവം. അന്നത്തെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി പോലല്ലേ അന്ന്. ഇപ്പൊ അതാണ് അവസ്ഥ. ഇപ്പൊ ഡിഗ്രി ഇല്ലെങ്കിൽ പോലും, ഡിഗ്രി ഇല്ല കേരളത്തിൽ വിലയില്ല അല്ലേ? ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കുന്ന എത്ര പേരുണ്ട്? അത്രയും എഡ്യൂക്കേറ്റഡ് ആണ് നമ്മളപ്പം നമ്മൾ ഇച്ചിരൂടെ അവെയർ ആയിരിക്കണം ഈ സിവിക് സെൻസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും. പിന്നെ അവരുണ്ടല്ലോ ഈ അവിടെ ഉള്ള ആൾക്കാർ, അവരുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവർ തിരിച്ച് അവരുടെ വില്ലേജ് വരും, അല്ലെങ്കിൽ അവർ പുറത്തെവിടെയും ഇന്ത്യക്കകത്ത് തന്നെ അവർ നിൽക്കാൻ ശ്രമിക്കും. പിന്നെ അവർക്ക് ഇച്ചിരൂടെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അവരുടെ വില്ലേജിനോടും ഫാമിലിയോടും. ഈ കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. നിങ്ങൾ പോകുന്നത് അതിനെക്കാട്ടി
വേണ്ടത് കമ്മിറ്റ്മെന്റാ. അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണാൻ നോക്കുക. ഇമോഷണലി ഇമോഷണലി കമ്മിറ്റ്മെന്റ് വേണമല്ലോ നമ്മളെ എന്തിനകത്തോളം. ഇത് ഇവിടുന്ന് പോകുന്ന പിള്ളേർ വെറുത്തല്ലേ പോകുന്നത്. ഈ കാനഡയിലോട്ടും UK-ലോട്ടും ഒക്കെ പോകുന്ന പിള്ളേർ എന്റെ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ നിന്ന് വെറുത്ത് സൊസൈറ്റിയെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഏറി പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ. ഇവിടെ നമ്മുടെ ജോലിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പായിട്ടും സൊസൈറ്റിയെ വെറുത്തല്ലേ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന ആരെയും വെള്ളം വിളിച്ചു ചോദിച്ചു അവരെന്തിനാ UK. പിന്നെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ അപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഇവിടത്തെക്കാട്ടി കുറവാണ്. മൈഗ്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൈഗ്രേഷൻ കൂടുന്നത് ഭയങ്കര കുഴപ്പമാണത്. ഞാൻ അല്ലാതൊരു ചോദ്യം ചോദിക്കുകയാണ് വെച്ചാൽ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടതല്ല, വീട്ടുകാർ അരവിന്ദനോട് എന്ന് വെച്ചാൽ അച്ഛനമ്മ നമ്മുടെ ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം നീ ഇത് തന്നെ തുടരാനാണോ അല്ല നിന്റെ കരിയർ ഗ്രോത്ത് എന്താണെന്ന് അങ്ങനെ എന്തെങ്കിലും ചോദ്യം ഉന്നയിച്ച് തുടങ്ങി? ഉറപ്പായിട്ടും വരുമല്ലോ, കേരളമല്ലേ, നമ്മുടെ നാട്ടിൽ എന്തായാലും ഈ ചോദ്യം വരും. ഞാൻ ഈ ജോലിയുടെ കാര്യം പറഞ്ഞോണ്ടാ ഇപ്പൊ ചോദ്യം. അതിനോട് ചേർത്ത് വിവാഹം അങ്ങനെ ഒരു വിവാഹം എല്ലാവർക്കും വേണ്ട ഒരു സാധനം തന്നെ. പക്ഷെ വിവാഹം മാത്രം വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ഫാമിലി പോയിട്ട് അങ്ങനെ പറയാൻ പറ്റൂ? ഞാനൊരു വീട്ടിൽ നിന്ന് ജോലിയുടെ കാര്യം ചോദിച്ചു തുടങ്ങിയോ, എന്താണ് നിന്റെ ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു നമ്മളെല്ലാവരും ഫ്ലോയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ. അതിൽ നിന്ന് വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയ അവൻ മണ്ടനാ. പറഞ്ഞ മനസ്സിലായില്ലേ? വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയ അവൻ മണ്ടനാവും പൊട്ടനാവും കളിച്ചു തുടങ്ങും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ട് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരുടെയും മനസ്സിൽ കുത്തി ഇഞ്ചക്ട് ചെയ്ത് വെച്ചേക്കുക. ഇവർക്ക് ഇത് വരുന്ന ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല. ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ചോദിച്ചു നമ്മുടെ വീട്ടുകാരോട് ചോദിക്കും അവൻ ഇങ്ങനെ പോയാൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട്. എനിക്ക് ദൈവം സഹായിച്ച് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസാണ്, എന്റെ വീട്ടുകാരും ഒക്കെയാ. അവരിൽ നിന്ന് എനിക്ക് അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യം ഓടി പോകുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറ്റേതും പറഞ്ഞില്ല വിവാഹത്തിനെ കുറിച്ച്. ഇപ്പൊ ഇങ്ങനെ ഒരാളാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇച്ചിരി പാടല്ലേ? ഞാനാ പറഞ്ഞു, ട്രൈ ചെയ്തിട്ടുണ്ടോ? കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കരുത്. കല്യാണം കഴിക്കാൻ വേണ്ടി പറയുന്ന പോലെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന പോലെ കഴിക്കാൻ വേണ്ടി. അതെ, കല്യാണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്. അത് ഒരു തെറ്റായിട്ടുള്ളതാണ്. നമുക്ക് പറ്റിയൊരു പാർട്ണറിനെ എന്തായാലും നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. ഉറപ്പായിട്ടും കല്യാണം കഴിക്കാൻ നല്ല രീതിയിൽ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കല്യാണം കഴിക്കണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രം മെയിൻ എയിമായിട്ട് വെച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പല ലക്ഷ്യങ്ങളെയും നമ്മൾ വഴിതെറ്റിപ്പോകും. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ അരവിന്ദിനെ കാണുന്നത്? ഇപ്പൊ പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അരവിന്ദിനെ മുന്നേ പറഞ്ഞ കണക്ക് തന്നെ ഈ എല്ലാരും വരച്ചിട്ടിരിക്കുന്ന ഒരു പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര ഒരു എന്താണ് പറയുന്നത്, അവൻ കൈവിട്ടു പോയ ആളാ ആ രീതിയിലൊക്കെ? അങ്ങനെ കാണുന്നത് എന്റെ തന്നെ ബന്ധുക്കളൊക്കെയാണ്. അങ്ങനെ കാണുന്നത് എന്റെ ബന്ധുക്കളൊക്കെ തന്നെ ഈ വഴി തെറ്റിപ്പോയി ഇല്ല, അത് കുഴപ്പമില്ല. അവരാണ് ഫാമിലിയാണ് കാണുന്നത്. പുറത്തുള്ള ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ എക്സൈറ്റഡ് ആക്ച്വലി. ഇപ്പൊ ഈ യാത്ര വന്നതിന് ശേഷം കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആയില്ലേ? അതെ അതെ അതെ. അതായത് മൊത്തത്തിൽ ഇപ്പം ആൾക്കാർക്ക് അരവിന്ദിനെ ഇപ്പൊ വേറൊരു രീതിയിലാണ് കാണുന്നത്. റെസ്പെക്ട് കൂടിയിട്ടുണ്ട്. ഇത് ഇന്ത്യ മൊത്തം കണ്ട ഒരാള് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അത് പലർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ അരവിന്ദ് ഭയങ്കര ഇതായിട്ട് പറയുന്നെങ്കിലും ഇത് എത്ര പേർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്? കുറച്ചു പേർക്ക് ഇത് സാധിക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ടൈം ഉണ്ടാകത്തില്ല, നമുക്ക് ജോലി വിട്ടു പോകാൻ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമ്മൾ നോക്കുമ്പം സമൂഹത്തിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്ട്. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുടെ ലാസ്റ്റിൽ പുള്ളിക്കാരനൊരു യാത്ര ചെയ്യുന്നതിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ സിനിമയുടെ ഇതിൽ പോർഷനിൽ പുള്ളി പറയുന്നുണ്ട് യാത്രകൾ ചെയ്യണം, അതിനുശേഷം ഒരു തിരിച്ചുവരവ്, വീട്ടിലോട്ടുള്ള ഒരു തിരിച്ചുവരവിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. മറ്റേ ദുൽഖർ സൽമാന്റെ ഒരു പടം ഉണ്ടല്ലോ, വരനെ ആവശ്യമുണ്ട്, അതാണെന്ന് തോന്നുന്നു. ആ പടത്തില് യാത്രകളിൽ ഏറ്റവും മനോഹരമായ യാത്ര തിരിച്ചുവരവാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഫീലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും യാത്ര ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് നാട് മിസ് ചെയ്ത പോലെയുള്ള ഒരു ഫീല്. ഈ നമ്മള് നാട് മിസ് അത് സംഭവം ഉണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ 10-90 ദിവസമൊക്കെ പോയി നിൽക്കുമ്പോഴേ ഫുഡൊന്നും എനിക്ക് അങ്ങനെ പണി കിട്ടാറില്ല. പക്ഷെ ഫുഡൊന്നും അങ്ങനെ പണി കിട്ടാറില്ല. പക്ഷെ എനിക്ക് ഈ വയ്യാതാവത്തില്ലേ, ഐ മീൻ ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പൊ ഞാൻ വീട്ടില് ഇച്ചിരി ഹോം സിക്നസ് ഇച്ചിരി വരുന്ന ആ സമയത്ത്, ഈ പനി വരുന്നതിന്റെ കൂടെ ഈ സിക്നസും ഹോം സിക്നസും വരും. അത് അപ്പോഴേ ഉള്ളു. അല്ലാതെ എനിക്ക് അങ്ങനെ ഹോം സിക്നസ് ഉള്ള ട്രാവലർ അല്ല. ഹോം സിക്നസ് വരുന്നത് ഈ 2 സമയം, ഈ ഒരേ ഒരു സമയത്തേ ഉള്ളൂ.
അതായത് പനിയോ അല്ലെ അസുഖങ്ങൾ കോവിഡ് വന്നെന്ന് പറഞ്ഞു മുംബൈ വെച്ച്, അന്ന് എനിക്ക് അടിച്ചു. അന്ന് എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നി. വീട്ടിലായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നും. വയ്യാറാകുമ്പോഴേ ഉള്ളൂ. മെന്റൽ ഹെൽത്ത് നമുക്ക് ഓക്കെ എപ്പോഴും സ്റ്റേബിളാ. ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ഹെൽത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ യാത്ര ചെയ്യുന്ന സമയത്ത്? ഇതിനിടയ്ക്കൊക്കെ പാടാ. ചിന്തിക്കുന്ന സെറ്റപ്പിലല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൂമില്ല, ഒരു സാധനം ഇല്ല, പ്ലാനിങ് ഇല്ല. രാവിലെ എവിടെ, ഇന്ന് രാത്രി എവിടെ കിടന്നുറങ്ങുന്നതെന്ന് രാവിലെ അറിയത്തില്ല. ഏതെങ്കിലും ഒരു ട്രാവലറിനെ മോഡലാക്കി ഒരു ആരാധ്യ പുരുഷൻ അങ്ങനെ അദ്ദേഹം ചെയ്യുന്നത് പോലെ ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഇപ്പൊ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മള് സന്തോഷ് ചോറുള്ള സാറൊക്കെ ഇല്ലേ, പുള്ളിയൊക്കെ ഭയങ്കര നമ്മള് കേരളത്തിലുള്ള മലയാളികളെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ച മനുഷ്യനാ. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഭയങ്കര ജെന്യുവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞൊക്കെ നമ്മള് പല കാര്യങ്ങളും കേരളത്തിലൊക്കെ മാറ്റം കൊണ്ടുവന്നത് നല്ലതാ. പുള്ളി എന്നെ കണ്ടിക്കുള്ള കണ്ടിട്ടുള്ളതല്ലേ. ഇതുമായിട്ട് റിലേറ്റഡ് തന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്യാൻ നേരത്ത് ആരെങ്കിലും ഏതെങ്കിലും നിലവിൽ ട്രാവൽ ചെയ്ത് ആരെങ്കിലും വിളിച്ചിട്ടൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയാൽ അവിടെ എങ്ങനെ എത്തിച്ചേരണം, അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങളോ അഡ്വൈസുകളോ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നോ ആരോടെങ്കിലും? എന്നുവെച്ചാൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാനിതുവരെ അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെ മെസ്സേജ് എവിടെ പോകുന്ന ഞങ്ങൾ ചോദിക്കാറുണ്ട്. ഞാനങ്ങനെ അടുത്ത് നമ്മളങ്ങനെ ഡെയറായിട്ടൊക്കെ പോവുക, ഒരു ഡെയറായിട്ട് ചെയ്തിട്ടേ അങ്ങനെ അങ്ങ് പോവുക. നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ രാവിലെ ഇപ്പൊ നമ്മളൊരിടത്ത് നിൽക്കുക, ഇന്ന് വൈകുന്നേരം എവിടെ ചെല്ലും, ഇന്ന് വൈകിട്ട് എവിടെ കിടന്നുറങ്ങുന്നത്, ഇന്ന് എന്തോ കഴിക്കുന്നത്, ഇങ്ങനെ പ്ലാനിങ്ങുകളൊന്നുമില്ല നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്. അത് തന്നെ അതിന്റെ ത്രില്ലും സുഖവും. നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. നമ്മളിങ്ങനെ രാവിലെ പോകുന്നു, എല്ലാം കിട്ടുന്നിടത്ത് കിടന്നുറങ്ങുന്നു. എന്തോ ഒരു നാടകക്കാരൊക്കെ പണ്ട് പോകത്തില്ലേ, സർക്കസുകാരൊക്കെ, അതേപോലത്തെ സെറ്റപ്പ് അങ്ങനെ കാണുക. നമ്മൾ തുടങ്ങിയത് ഒറീസയിലായിരുന്നു. അടുത്തത് എങ്ങോട്ടായിരുന്നു പോയത്? അവിടുന്ന് ഒഡീഷന്ന് ഈ യാത്ര, ലാസ്റ്റ് യാത്രയിൽ ഞാൻ ഒഡീഷന്ന് പിന്നെ പോയത് കൊൽക്കത്തയിലോട്ടായിരുന്നു. കൊൽക്കത്ത സിറ്റി ഒരു 2-3 ദിവസം എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് 2-3 ദിവസം നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് നേരെ സിലിഗുരി പോയിട്ട് സിലിഗുരിയിൽ നിന്ന് ഡാർജിലിങ്ങിന് പോയി. ഡാർജിലിംഗ് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ഈ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതിന് മുമ്പ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയ കഥയൊക്കെ പറഞ്ഞായിരുന്നു. അവിടെ ഒരു വില്ലേജിൽ എനിക്കൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വഴി വെച്ച് ഇതുപോലെ ലിഫ്റ്റ് ചോദിച്ചതാണ്. ഈ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരു വണ്ടിക്കകത്ത്, ബൊലേറോയ്ക്കകത്ത് അവർ മറ്റേ ക്യാമ്പ് ഫയർ ഇല്ലേ ബൊലേറോയുടെ, അതിനകത്ത് കയറി നമ്മൾ അവരെ താഴോട്ട് വിടാമെന്ന് പറഞ്ഞ് കയറിയതാ. ഒരു ലേഡിയും ഉണ്ടായിരുന്നു, അതിന്റെ വണ്ടി ഡ്രൈവറും ഉണ്ടായിരുന്നു, ഞാനും അതിനകത്തോട്ട് കയറി. പുള്ളി എന്തോ ലോഡ് കൊടുക്കാൻ വേണ്ടി വന്നതാ. ഇങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ അവിടെ കേരളത്തിൽ നിന്നൊക്കെയാന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളുടെ വില്ലേജ് ഉണ്ട് നല്ല ദിവസം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാ വരാം. പുബോങ് വില്ലേജ്, പുബോങ് PUBONG, പുബോങ് വില്ലേജ് പേര്. അപ്പൊ എന്നെ വിളിച്ചിട്ട് അവിടോട്ട് കൊണ്ടുപോയി. ഇവരുടെ കൂടെ ഞാൻ പോയി ഇവരുടെ വില്ലേജ്. താഴെ എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു മേപ്പോട്ട് നടന്നു പോവാ, ഞങ്ങൾ മേളിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ താഴെ ചെന്നു. അടിപൊളി ഒരു വില്ലേജാണ്, ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു 20-25 വീടുണ്ട്. പുലിയുടെ ഒക്കെ അറ്റാക്ക് ഒക്കെ കിടക്കുന്ന സ്ഥലമാണ്, കാടാ ഫുള്ള്. മറ്റേ പൈൻ ഫോറസ്റ്റാ കംപ്ലീറ്റ്. അതിനിടെ ഈ പുലി ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. നെറ്റ്വർക്ക് ഒക്കെ അത്യാവശ്യം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ തിരിച്ച് നടന്ന് ഇങ്ങനെ പതുക്കെ കയറി വന്ന് ഈ പെണ്ണിന്റെ വീടിന്റെ അവിടെ ആയപ്പോൾ ഈ പെണ്ണിന്റെ നമ്പർ തന്നായിരുന്നു എനിക്ക്. ഞാൻ ഇവളെ വിളിച്ച് അന്ന് ഇവളെ അവളുടെ വീട്ടിൽ കൊണ്ട് ഫുഡൊക്കെ തന്ന്, പിന്നെ അന്ന് നിന്നില്ല അവിടെ, ഫുഡൊക്കെ തന്ന് ഇവരുടെ വീടാഘോഷമൊക്കെ കാണിച്ചെന്ന്. ഓറഞ്ച്, പിന്നെ റാഡിഷ് ഒക്കെ അറിയോ, ഒരു 4 കിലോ ഒക്കെ ഉള്ള റാഡിഷ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും എന്റെ ജീവിതത്തിൽ അത് കിട്ടുന്നത്. ഒരു 3-4 കിലോ ഉള്ള റാഡിഷ് ഒക്കെ വലിയത്, ഈ നമ്മള് കപ്പയുടെ ഒക്കെ കൂട്ട് അങ്ങനെ ഒരു ഷേപ്പ് ഒന്നും ഇല്ല സാധനം, വേറൊരു രീതിയിലൊക്കെ ഇരിക്കുന്ന റാഡിഷ് ഇതൊക്കെ കണ്ട്. ഇവരുടെ വീട്ടിൽ ചെറിയ ചെറിയ ഓറഞ്ചുകളുണ്ട്. അവരുടെ വീട് ഫുള്ള് എന്നെ ചുറ്റി കാണിച്ച്. എല്ലാ വീട്ടിനകത്തും ഈ തീ കായാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഞാൻ അവരുടെ ഇപ്പഴും ഞാൻ കണക്ഷനാ. എന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത മാസം. പക്ഷെ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ. അതെ അതെ, പാൻ ഇന്ത്യ മാത്രമല്ല, പറ്റി എന്തോ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ എന്തോ. ഇന്ത്യ തന്നെ വെച്ച് ആളൊരു ട്രാവലറാ ബേസിക്കലി. പക്ഷെ ആളങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ആള് ഒരു 3-4 മാസം ജർമ്മനിക്ക് ബെർലിനിലുള്ള പുള്ളിക്കാരി അവിടെ 3 മാസം പോയി വർക്ക് ചെയ്യും, തിരിച്ച് ഇന്ത്യ വരും, ഇവിടെ ഒരു 8 മാസം നിൽക്കും. അപ്പൊ ആ സമയത്ത് ഓൺലൈനിലൊക്കെ എന്തെങ്കിലും സൈക്കോളജിസ്റ്റ്, അപ്പൊ ഓൺലൈനിൽ എന്തെങ്കിലും ഉണ്ടേ എടുക്കും. ഇപ്പൊ വർക്കലയിലുണ്ട്. അപ്പൊ ആളെ കാണാൻ ഞാൻ ഒന്നിടയ്ക്ക് പോയായിരുന്നു. ആളെ എനിക്ക് ചെന്നൈ വെച്ചിട്ട് 1 വർഷം മുമ്പ് പരിചയപ്പെട്ട നമ്മള്. ഷോർ ടെമ്പിൾ എന്ന് പറഞ്ഞ ചെന്നൈ മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഷോർ ടെമ്പിൾ എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. അവിടെ കാണാൻ പോയപ്പം അവിടെ വെച്ച് പരിചയപ്പെട്ട് അങ്ങനെ പുള്ളിക്കാരിയായിട്ടുള്ള കോൺടാക്ട് ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും. പുള്ളിക്കാരി എനിക്ക് അയക്കും. നമ്മൾ ട്രാവലേഴ്സ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓരോന്നൊക്കെ ചോദിക്കും, ഇന്ററാക്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാനൊക്കെ പോയി. പുള്ളിക്കാരി ഇപ്പോഴും ഉണ്ട്. ഇനി അടുത്ത മാസം തിരിച്ചു പോകത്തുള്ളൂ.
ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അതുപോലെ തന്നെ അധികം അത്രയ്ക്ക് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയ ഒരു സംസ്ഥാനം ഏതായിരിക്കും ഇന്ത്യയിൽ? അങ്ങനെ വേണ്ടത്ര ശ്രദ്ധിക്കുക ടൂറിസ്റ്റ് പ്ലേസ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ, ടൂറിസ്റ്റ് പ്ലേസ് അല്ലാതെ ഇപ്പം സഞ്ചാരികൾക്കാവാം, അല്ലാതെ ഡെവലപ്മെന്റ് കൊണ്ടാവാം, പല പല ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് എടുക്കാം. അതായത് ഈ സ്ഥലം നമ്മൾ വിചാരിച്ച പോലല്ല. ഇപ്പൊ അരവിന്ദിന് ഒരു ചിന്ത ഉണ്ടായിരിക്കുമല്ലോ, ഈ സ്ഥലം ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇത് കുറച്ചുകൂടെ ആൾക്കാരൊക്കെ അറിയണം, നമ്മുടെ നാട്ടുകാർ കാണണം, അങ്ങനൊക്കെ തോന്നിയ ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അതാ ഞാൻ മുമ്പ് അതിനുള്ള ഉത്തരം ആക്ച്വലി തന്നായിരുന്നു. ഈ അരുണാചലിന്റെ കാര്യം പറഞ്ഞു, തവാങ് എന്ന് പറഞ്ഞു. തവാങ് അല്ല ആക്ച്വലി, അരുണാചൽ എന്ന് പറഞ്ഞാൽ അരുണാചൽ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നവർ മൊത്തം തവാങ്ങിലോട്ടാവും. പക്ഷെ തവാങ് അല്ല, നിങ്ങൾ ഇപ്പുറ സൈഡ് അരുണാചലിന്റെ എക്സ്പ്ലോർ ചെയ്യണം. അതായത് ആ ഭാഗമാണ് നോർത്ത് സൈഡ് തവാങ്ങിന്റെ, ഐ മീൻ അരുണാചലിന്റെ. അതാണ് ഭയങ്കര രസമാണ്. ഒരുപാട് സർപ്രൈസിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കിട്ടും നിങ്ങൾക്ക്. വെള്ളച്ചാട്ടങ്ങളും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ്, ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ്, ഡോങ് വാലി എന്ന സ്ഥലത്തിന്റെ പേര്. എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറയും. വാലി എന്നൊക്കെ പറഞ്ഞാൽ എന്താ രസം. രാവിലെ 2:30 ആകുമ്പോൾ അവിടെ വെളിച്ചം വീഴും. ശരി, വെളുപ്പിന് 2 മണി തൊട്ട് ചെറുതായിട്ട് തെളിഞ്ഞ് വരും. നമ്മൾ ഇവിടുത്തെ 6 മണിയുടെ മട്ട 2 മണിയാകുമ്പോൾ ഏറ്റവും ആദ്യം സൂര്യപ്രകാശം വീഴുന്ന സ്ഥലമാണ് ഡോങ് വാലി എന്നാണ് അതിന്റെ പേര്. വാലോങ് എന്ന് പറഞ്ഞ ഒരു ടൗണിന്റെ അടുത്ത് ഡോങ് വാലി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ അവിടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവിടെ സൺലൈറ്റ് വന്ന് വീഴുക രാവിലെ 2 മണിയാകുമ്പോൾ. നമ്മളൊരു 4 മണി വരെയൊക്കെ ഇരിക്കുമ്പോൾ ഈ ഡോങ് വാലിയുടെ മേളിൽ മലയുണ്ട്. ആ ട്രെക്കിങ്ങിന്റെ മണ്ടയ്ക്ക് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ സൂര്യനെ കാണാൻ പറ്റും. അല്ല താഴെയാണെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. പക്ഷെ അപ്പോഴത്തേക്ക് ഫുള്ള് വിളിച്ചു പോകും. ഇവിടുത്തെ ഒരു 10 മണിയുടെ സെറ്റപ്പ് ആകും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. ചൂട് സമയമാണ്. അതുകൊണ്ട് കഹമുണ്ട്, കിബോത്തോ എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ട്, അനിനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മെച്ചൂക്ക ഉണ്ട്. ഇതൊക്കെ അരുണാചല. ആ സ്ഥലമൊന്നും ആരും അധികം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. പോകുന്നുണ്ടില്ല, നല്ല കുറച്ച് പേര്. 10 പേര് പോയാൽ അതിൽ ഒരാള്, 10 ടീം പോയാൽ ഒരു ടീം അങ്ങോട്ടൊക്കെ പോകും. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും ഒന്നും ആ ഭാഗം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഉറപ്പായിട്ടും അതുകൊണ്ടെങ്കിൽ ബഫർ ടൈമുകളൊക്കെ കിട്ടുമല്ലോ. എന്തായാലും ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്തടുത്തോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ചെറിയ ഗ്യാപ്പല്ല, ചിലപ്പോൾ വലിയ ഗ്യാപ്പുകളുണ്ടാവും. അപ്പോൾ ആ സമയമൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക? വീഡിയോ എഡിറ്റിംഗ് അല്ലാതെ ഇപ്പം ഷൂട്ട് ചെയ്യുന്ന വീഡിയോകൾ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടുമെന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? ഈ ശരിക്കും ഈ ബഫർ ടൈം ആദ്യമായിട്ട് കിട്ടുന്നത് ഇപ്പോഴാണ്. ശരി. കാര്യം അതിനിടയ്ക്ക് ഞാൻ 2021 ഇത് കഴിഞ്ഞ് വന്ന് പിന്നെ PG ജോയിൻ ചെയ്തു. ബഫർ ടൈം മുതൽ ഇവിടെയും ചെറിയ നമുക്ക് കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് PG ജോയിൻ ചെയ്തു. പിന്നെ ചെന്നൈയിലായിരുന്നു. അപ്പൊ അതൊന്നും ബഫർ ടൈം കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ യാത്ര ചെയ്യാൻ സമയം കണ്ടുപിടിക്കുന്നതായിരുന്നു ബഫർ ടൈം. കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതായി. അത് കഴിഞ്ഞ് പിന്നെ യാത്ര ചെയ്യാൻ സമയം കണ്ടുപിടിക്കുന്നതായിരുന്നു ബഫർ ടൈം. ഫണ്ട് കണ്ടുപിടിക്കണം, ഇത് യാത്രക്കുള്ള ടൈം കണ്ടുപിടിക്കണം, അതായിരുന്നു അന്നത്തെ ബഫർ ടൈം. ഇപ്പൊ ഒരു മാസമായിട്ട് ബഫർ ടൈം. ഇപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള പരിപാടികളൊക്കെ ഉള്ളൂ. കറക്കം പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. പിന്നെ വീഡിയോ സെറ്റ് ചെയ്യുക. യാത്ര ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്ലീഷ ചോദ്യമാണ്, പുസ്തകം എഴുതാനുള്ള എന്തെങ്കിലും പ്ലാനുകളുണ്ടോ? എന്തെങ്കിലും എഴുതുന്നുണ്ടോ? അതോ അതിനോട് ഉറപ്പായിട്ടും എഴുതുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോഴേ കാണത്തില്ല. ഞാനൊരു അത് പറയാൻ പറ്റില്ല. ഒരു പബ്ലിഷറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പേയ്മെന്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ട്. ഉറപ്പായിട്ടും ഒരു 1000 പീസ് വിറ്റ് പോയില്ലെങ്കിൽ ആ പൈസ തിരിച്ചു കിട്ടത്തില്ല. അതായത് നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണോ? എങ്ങനെയാണ് അതിന്റെ? ആരാണെങ്കിലും പൈസ കൊടുക്കണം. ശരി. പക്ഷെ അവർക്കൊക്കെ 1000 പീസ് ആദ്യമേ വിൽക്കാൻ എളുപ്പമായിരിക്കും. 1000 പീസ് ഒരു ബുക്കിന്റെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് സെല്ലിംഗ് ഉള്ള ബുക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അതെ. എത്ര രൂപ ചോദിക്കുന്നത്? റേറ്റ് പറയാൻ പറ്റുന്നുണ്ട്. 2 ലക്ഷത്തിന്. അപ്പൊ അങ്ങനെ അതിങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിനൊരു ക്ലാരിറ്റി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. കറക്റ്റായിട്ട് എമൗണ്ടിനെ കുറിച്ചും ഇത് 2 ലക്ഷം മേളിലാണെന്ന് മാത്രം ഇങ്ങനെ അറിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എഴുത്ത് ഓൾറെഡി 2023 തുടങ്ങിയത്. അന്ന് ഞാൻ ഡയറി എഴുതുന്ന ശീലമുണ്ട്. യാത്ര പോകുമ്പോൾ മാത്രം. ഇവിടെ യാത്ര പോകുമ്പോൾ മാത്രം ഡയറി എഴുതും. അല്ലാതെ ഇവിടെ ഒന്നും നിൽക്കുന്ന സമയത്തൊന്നുമില്ല. എന്തെങ്കിലും ലോങ് ട്രിപ്പാണ് യാത്ര ചെയ്യുന്ന. എനിക്ക് 28 സ്റ്റേറ്റിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതണമെന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ മധ്യപ്രദേശ് ഞാൻ അധികം പോയിട്ടുണ്ടെങ്കിലും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ്. അപ്പൊ അവിടെ 1-2 സ്ഥലങ്ങളിൽ ഒന്നുകൂടെ പോകണം. അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണണം. പിന്നെ രാജസ്ഥാന്റെ ഒരു സൈഡ് ജയ്സൽമീർ, അജ്മീർ ഒന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ അതും ഒന്ന് പോകണം. അതാണ് ഞാൻ മുമ്പ് നിങ്ങളുടെ ക്യാമറയുടെ പുറകെ നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ, ഒരു 100 ദിവസം ഇനി ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഈ സൈഡാവുന്നു. അത് മാത്രമല്ല ഈ ബൈക്കിലും ബാക്ക് പാക്കിങ്ങിലും ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് അതിനകത്തൊരു കമ്പാരിസൺ തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബാക്ക് പാക്കിംഗ് ആയിരിക്കും ഏറ്റവും നല്ലത് എപ്പോഴും. ബൈക്കിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാധ്യതയാണ്. നമ്മൾ ഈ പോകുന്ന സമയത്തെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഗോൾഡൻ ടെമ്പിൾ
പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി ബാഗെല്ലാം പുറകെ ഇരിക്കുക, ഷട്ടിൽ ബാഗ്സ് എല്ലാം പുറകെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഈ സാധനം കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല, ഇത്രയുടെ സാധനം ഇരിക്കുമല്ലേ വണ്ടിയുടെ പുറകെ. അമ്പലം, ഗുരുദ്വാര കാണണം, ഗോൾഡൻ ടെമ്പിൾ കാണണം, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, വണ്ടി എവിടെയും വെച്ചേ പറ്റൂ. ഒരു വഴി കൂടെ പോയി പുള്ളി എടുത്ത് പോയിട്ട് ചോദിച്ചു ഇതേപോലെ ഈ വണ്ടി വെക്കാൻ സ്ഥലം വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ പുള്ളി അപ്പോൾ പുള്ളിയുടെ ഒരു ഹോട്ടലാണെന്നും പറഞ്ഞ് അവിടെ ഒരു പാർക്കിംഗ് കൊണ്ടിട്ട് ഈ വണ്ടി അവിടെ കയറ്റി നിർത്തിച്ച് 300 രൂപ എൻ്റെ മേടിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ വെച്ച കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി അമ്പലത്തിൽ പോയി അമ്പലമൊക്കെ കണ്ടു, ഗുരുദ്വാരയൊക്കെ കണ്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് വന്നപ്പോഴത്തേക്ക് ഗേറ്റ് ലോക്കാണ്. ഞാൻ ആ ഹോട്ടലിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അയാളോട് പറഞ്ഞു ആരോട് വെച്ചിട്ട് വണ്ടി അകത്ത് വെച്ചിട്ട് പോയിരുന്നു. ആരോട് വെച്ചിട്ട് വണ്ടി അകത്ത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അയാൾ എന്നെ പേയ്മെന്റ് മേടിച്ചു, എന്നിട്ടാണ് ഞാൻ വണ്ടി വെച്ചിട്ട് പോയതെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഏത് സെക്യൂരിറ്റി? ക്യാമറ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇവനിവിടെ കണ്ടുള്ളതാ, എനിക്ക് ഇവനെ അറിയത്തോലുമില്ല, പൈസ കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്ത ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റും ഞാൻ ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു വണ്ടി നീ എടുത്തോ, പക്ഷെ നിന്നെ പറ്റിച്ചതാ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ഇവിടെ വെക്കാൻ ഞാൻ പെർമിഷൻ കൊടുക്കാറില്ല, വെച്ചിട്ട് പോയത് നിന്നെ ചീത്ത വിളിക്കായിരുന്നു, പിന്നെ നിന്നെ പറ്റിച്ചാന്ന് മനസ്സിലായതുകൊണ്ട് വിടുവാന്ന് പറഞ്ഞ്. പഞ്ചാബി ആയിരുന്നു പുള്ളി. ഈ കാശ് മേടിച്ചവൻ ബീഹാറിയോ ജാർഖണ്ഡിയോ അങ്ങനെ കണ്ട സ്ഥലത്തുള്ള ആളായിരുന്നു. അങ്ങനെ ഒരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ബൈക്ക് ഒരു ബാധ്യത ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, നമ്മൾ ബാഗിനകത്താ പോകുന്നെങ്കിൽ ഏത് സ്ഥലത്തും നമുക്ക് ഓപ്പൺ ആയിട്ട് കയറിച്ചല്ല. ഈ ബാഗ് വെക്കാൻ ഒരു ക്ലോക്ക് റൂം, ഫേമസ് ഉള്ള സ്ഥലമാണെങ്കിൽ ഒരു ക്ലോക്ക് റൂം കിട്ടും, ഫേമസ് അല്ലാത്ത സ്ഥലമാണെങ്കിൽ ബാഗ് ഉറപ്പായിട്ടും അകത്ത് അലൗഡ് ആയിരിക്കും. തിരക്കുള്ള സ്ഥലത്താണ് ബാഗ് അലൗഡ് അല്ലാത്തത്, അവിടെ ക്ലോക്ക് റൂം എന്തായാലും കാണും. അവിടെ നമുക്ക് ബാഗ് വെക്കാം, എല്ലാ സാധനം വെക്കാനുള്ള സേഫ് ആയിട്ടുള്ള ഇത് കാണും. എല്ലാ സ്ഥലങ്ങളിൽ ബാഗ് കൊണ്ട് പോകാമല്ലോ. എവിടെ ചെന്ന് ഇന്ററാക്ട് ചെയ്യാനും ആൾക്കാരുമായിട്ട് അകത്ത് കയറി സംസാരിക്കാനും ഒക്കെ നമുക്ക് ഒരു നോർമൽ ബാക്ക് പാക്ക് യാത്രയാണ് നല്ലത്. ബൈക്കിൽ പോയി കഴിഞ്ഞാൽ റൈഡിങ് എക്സ്പീരിയൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ഹൈവേ റൈഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് അതിനകത്ത് എനിക്ക് ഇച്ചിരി സുഖം തോന്നിയത് ബാക്ക് പാക്കിംഗ്. ബോഡി പെയിൻ ഇല്ല, അങ്ങനത്തെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസും വരുന്നില്ല. ഇത്ര യാത്ര ചെയ്ത് ഇത്രയും സ്ഥലങ്ങൾ കണ്ട അരവിന്ദനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഞാൻ ചോദിക്കുന്നത്. വെച്ചാൽ പൊളിറ്റിക്കൽ കൺസെപ്റ്റ് അല്ല നമ്മൾ ഇത്രയും സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഒരു രാഷ്ട്രീയം, നമുക്കൊരു എല്ലാത്തിനും ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, യാത്ര പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അല്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്? അങ്ങനെ തോന്നിയിട്ടില്ല. ഹ്യൂമൻ അല്ലെ ഹ്യൂമനിറ്റിയാണ് ഏറ്റവും വലിയ പൊളിറ്റിക്സ്, ഏറ്റവും വലിയ പൊളിറ്റിക്സ്. അത് കഴിഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ് ഒക്കെ ഉള്ളൂ. നമ്മുടെ ഏറ്റവും നല്ല അവസ്ഥയിലാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. നമ്മുടെ മോശാവസ്ഥയിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലെന്ന് തോന്നുന്നു. അത് സ്വാഭാവികമായിട്ടും യാത്ര ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു ബോധ്യമാണല്ലേ? ഉറപ്പായിട്ടും. ഞാൻ ഈ പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിച്ചോണ്ടേ, നമ്മളിപ്പം ഈ ഹ്യൂമനിറ്റി, പിന്നെ അതേപോലെ എനിക്ക് നേഷൻ ഫസ്റ്റ് എന്നുള്ള ഒരു സെറ്റപ്പാണ്. ഞാൻ എല്ലാത്തിനെയും കാട്ടിയും രാജ്യത്ത് സ്റ്റേ ചെയ്യാണ്. നേഷൻ ഫസ്റ്റ് ആണ് നമ്മുടെ ഒരു രീതി. അത് പിന്നെ ഈ പറഞ്ഞ ഹ്യൂമനിറ്റി, ഈ രണ്ട് പൊളിറ്റിക്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് പാർട്ടിക്കാരനാണെങ്കിലും, ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഈ രണ്ട് സാധനം നിങ്ങൾക്ക് വേണം. രാജ്യസ്നേഹം ഒന്ന്, പിന്നെ മനുഷ്യനോട് സ്നേഹം വേണം, പിന്നെ ഇച്ചിരി എൻവയോൺമെന്റിനോടും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മളൊരു ലിമിറ്റഡ് ടൈമിലേക്ക് നമ്മളെ കൊണ്ട് വിട്ടതല്ലേ. അപ്പം കാണാനുള്ളത് കാണാൻ, നശിപ്പിക്കാതിരിക്കുക, മാക്സിമം നല്ലത് മാത്രം ആൾക്കാർക്ക് ചെയ്യുക, പോവുക. യാത്ര തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ? അതായത് യാത്രയിലുണ്ടായ നഷ്ടങ്ങളല്ല, ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്നോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്ത ഒരു മൊമെന്റ്, അങ്ങനെ എന്തെങ്കിലും? ഈ സാധനത്തിന്റെ പുറകിൽ ഇപ്പൊ ഞാൻ നടക്കാൻ വേണ്ടി 8 വർഷമാവുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പം പേഴ്സണലി ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തിയില്ല എന്നല്ലോ, അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ട്. കാര്യം എൻ്റെ കൂടെ പഠിച്ച, ഞാൻ ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിഞ്ഞതാ. എന്നോട് പഠിച്ചവരെല്ലാം ഒരു പൊസിഷനായി ഓൾറെഡി. ഞാനിപ്പോഴും ഇതിങ്ങനെ പുറകെ നടക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് വരുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പൈസ മാറ്റർ ചെയ്യുന്നില്ലെങ്കിലും പൈസ വേണമല്ലോ. അപ്പൊ ഈ സാധനം എടുത്തു കൊടുക്കാൻ ചിലപ്പോൾ എൻ്റെ കാണത്തില്ല. പലർക്കും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എനിക്കുണ്ട്, അതെന്റെ വലിയൊരു വിജയമാണ്. ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്, അതിലെനിക്ക് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരുണ്ട്. കൂട്ടുകാരെന്നെ ഒരുപാട് സഹായിക്കാറുണ്ട് കേട്ടോ. ഇപ്പം പേര് തന്നെ എടുത്ത് പറയണം. കാര്യം അരുൺ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ദുബായിലൊക്കെ ഉള്ള ഒരു സുഹൃത്തുണ്ട്, ആളെന്നെ ഒരുപാട് സഹായിക്കാറുണ്ട്. റോഹിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, അനന്തു എന്ന് പറഞ്ഞ മുംബൈയിലുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ. ഇവരൊക്കെ എന്നെ ഫൈനാൻഷ്യലി ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുള്ള ആൾക്കാരാണ്. അവരെ കൊണ്ട് പറ്റുന്ന ഒരു തോതിൽ. അപ്പം അങ്ങനെ ഒരു വലിയ ഫ്രണ്ട് സർക്കിൾ എനിക്കുള്ളത് അതെന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അല്ലാത്ത പക്ഷം ബാക്കി എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് അത്യാവശ്യം നല്ല പൊസിഷനിലാണ്. കാര്യം അത്രയും എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് അവരെല്ലാവരും കയറിപ്പോയി, അതിന്റെ പുറകെ ഫോളോ അപ്പ് ചെയ്ത്. ഞാൻ എഡ്യൂക്കേഷൻ പഠിച്ചതുമായിട്ട് സംബന്ധിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ചെന്നൈ ചെയ്തുകൊണ്ടിരുന്നതും വേറൊരു ഫീൽഡിലോട്ടുള്ള ചെറിയൊരു ബിസിനസ് ആയിരുന്നു. എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ B.Tech കഴിഞ്ഞു, പിന്നെ M.Tech മാനുഫാക്ചറിങ്. B.Tech എന്തായിരുന്നു? B.Tech മെക്കാനിക്കലായിരുന്നു. മെക്കാനിക്കലായിരുന്നു. ഓക്കെ. റൊട്ടിയും ദാലുമാണ് ഇഷ്ടം, ചോറും കറിയുമാണ്? ഓഫ് കോഴ്സ് നമ്മുടെ കേരള ഫുഡ്. കാരണം
ആ 91 days യാത്ര കഴിഞ്ഞതിന് ശേഷം ഞാൻ അരവിന്ദിന്റെ ഫസ്റ്റ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് ചോറ് കഴിക്കുന്നത്. അതൊരു ഫീലിംഗാ, അത് ഉറപ്പായിട്ടൊരു ഫീലിംഗാ. നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുക എന്നുള്ളതാ. പുറത്തുനിന്ന് കേരളത്തിൽ വന്ന് എവിടെ കഴിച്ചാലും ആ സുഖം കിട്ടത്തില്ല. വീട്ടിൽ നിന്ന് അമ്മ നമ്മുടെ ഫുഡിലെ ഏറ്റവും രാജാവ് എന്ന് പറഞ്ഞ ഹോം ഫുഡാ എല്ലാവർക്കും. ഈ വീട്ടിൽ എപ്പോഴും നിന്നിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. മാറി മാറി നിന്ന് തിരിച്ചു വരുമ്പോ ആ ഒരു ഫസ്റ്റ് മീൽ അവിടുത്തെ അത് ഭയങ്കര ഡിഫറൻറ്റ്. 10 ദിവസം നിന്നാൽ മതി. 10 ദിവസം പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗാ. ഒരു പ്രത്യേക സുഖമാണ്. വീട്ടിലെന്തെങ്കിലും അങ്ങനെ പരാതി പറച്ചിലെന്തെങ്കിലും ഒക്കെ സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞു, എങ്കിലും ഇതൊക്കെ ഒന്ന് ഉറപ്പായിട്ടും പറയാം. ഇപ്പൊ അവരുടെ മകൻ എന്നുള്ള നിലയിൽ അവരെന്നെ കുറിച്ച് ഓർത്ത് കൺസേൺ ആയിരിക്കുമല്ലോ. അപ്പൊ എന്റെ അനിയനൊക്കെ ജോലിയായി. അനിയൻ ദുബായിലൊക്കെ അത്യാവശ്യം നല്ല പൊസിഷനിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ പോയാൽ എനിക്ക് അത്യാവശ്യം ജോലിയൊക്കെ കിട്ടും. നമ്മൾ പാഷനെ ഫോളോ ചെയ്യുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടുകാർ പക്ഷെ ഒന്നും ഓവറായിട്ട് എന്നെ പ്രഷർ ചെയ്യുന്നില്ല. അതെന്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. നാട്ടുകാർ പക്ഷെ നല്ലോണം പ്രഷർ ചെയ്യുന്നുണ്ട്. ചുമ്മാ വഴി കൂടെ പോകുന്ന അണ്ണന്മാരെ വന്നിട്ട് പോകുന്നില്ലയോടാ, അതെ അതെ, ക്യാമറയുടെ പിന്നിലിരിക്കുന്ന ആൾക്ക് ഇതിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും. അദ്ദേഹം വേറൊരു അതായത് അതെ 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 എന്റെ പാഷൻ ഇത്, അദ്ദേഹം വേറൊരു പാഷന്റെ പുറകെ പഠിക്കുക. അതെ അതെ, ഒരു ഫോട്ടോ ഇട്ടേക്കണം എഡിറ്റ് ചെയ്യുമ്പോ പുള്ളിയുടെ. ഞങ്ങൾ രണ്ടുപേരും ജോലി ഇതിന് നമ്മള് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേരൻസിനോട് തീർത്താ കടപ്പാട് ഇതിനകത്തുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒന്ന് സെറ്റില, അതുകൊണ്ടാണ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസയും ഇതൊക്കെ അവര് ഒക്കെ അവരുടെ ആയ കാലത്ത് സേവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ല അവര് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും തിരഞ്ഞെടുക്കേണ്ടി വന്നാനെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആ റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റുന്നത് അവരുള്ളത് കൊണ്ടാണ്. അപ്പൊ അനിയന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് വീട്ടിൽ പ്രഷറുണ്ട്. പിന്നെ നമ്മളതിനെ എങ്ങനെയായാലും നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്നേ ഉള്ളൂ. കേരളത്തെക്കാൾ ഡെവലപ്മെന്റ് ഗുജറാത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഈ നമ്മുടെ കേരളത്തെക്കാട്ടി ഡെവലപ്മെന്റ് ഗുജറാത്തിലാണെന്നല്ല പറഞ്ഞത്, ഗുജറാത്തിൽ ഡെവലപ്ഡ് ആണെന്നാണ് പറഞ്ഞത്. കേരളത്തിനെക്കാട്ടി ബെറ്റർ ഡെവലപ്ഡ് ആണ്. ബെറ്റർ, ഇച്ചിരി ബെറ്റർ ആണ് ഇൻഫ്രാസ്ട്രക്ചർ. അതിൽ ചിലപ്പോ ഈ നമ്മുടെ പോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഉദ്ദേശം അതാ, ഏറി കയറാവുന്നില്ല, അതുള്ള കാര്യമാണ്. നിങ്ങൾ പോയി നോക്കുക. ഉള്ള കാര്യം അംഗീകരിക്കുന്നത് മലയാളിക്ക് ചില ആൾക്കാർ. ഈ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടാക്കിയ സമയത്ത് 3000 കോടി രൂപ ചെലവാക്കി അത് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇവിടെ ഇരുന്ന് ചുമ്മാ അങ്ങ് വിമർശിക്കുക. ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം അതാ, ചുമ്മാ അങ്ങ് വിമർശിക്കുക. എന്നാൽ അതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്യും. ഇന്ന് ഗൂഗിൾ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. ChatGPT പോലുള്ള എത്രത്തോളം ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്ക് എന്താ നടക്കുന്നത്, അവിടെ എന്തിനാ അത് ചെയ്തത്. ആ ഏരിയയ്ക്ക് ഒന്ന് പോയി കാണണം. 2021 ഞാൻ അവിടെ പോകുന്നത്. അവിടെ 2021 ഞാൻ പോകുമ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് ഒരു 30 കിലോമീറ്റർ സറൗണ്ടിങ് കംപ്ലീറ്റ് ഡെവലപ്ഡാണ്. ഈ ഒറ്റ പ്രൊജക്ട് വന്നതിന്റെ പേരിലാണ് അത് ഡെവലപ്പ് ആയത്. അതിന്റെ താഴെ ഡാമും പ്രൊജക്ടുകളുണ്ട്. ഈ എല്ലാം കൂടെ ചേർത്തായി 3000 കോടി. അതറിയോ? സർദാർ സരോവർ അണക്കെട്ടാണെന്ന് തോന്നുന്നല്ലേ എന്റെ കൂടെ ഉള്ള വൈദ്യുതി. ഈ പറയുന്ന ഇതിന്റെ പുറകിൽ ലേക്കാണ്. നർമ്മദ റിവറിന്റെ തീരത്തായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇരിക്കുന്നത്. ഏറ്റവും വലിയ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ സ്റ്റാച്യുവാണ്. അപ്പം അത് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ നമ്മളെ ഇന്ത്യയെ കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ. ഇപ്പൊ ചിനാബ് റെയിൽവേ ഒക്കെ വന്നില്ലേ, അതേപോലെ നമ്മളെ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി സംഭവം. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ചുമ്മാ 3000 കോടി ചെലവാക്കി അത് പാവപ്പെട്ടവർക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നതിനെക്കാട്ടി നല്ലത് ഈ 3000 കോടി ചെലവാക്കി ഒരു 1000 പേർക്ക് തൊഴിലുണ്ടാക്കി കൊടുത്താൽ എന്ത് നല്ലതായിരിക്കും അത്, അല്ലേ? അവരത്രയും പേര് സ്റ്റേബിൾ ആവുക. നമ്മൾ ഈ 3000 കോടി അങ്ങോട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരാൾക്ക് എന്തോ പൈസ വരും. 130 കോടി ജനങ്ങളുള്ള മനുഷ്യർക്ക് എന്തോ വരും. എത്ര 10 രൂപ വെച്ചോ കണ്ട് അക്കൗണ്ടിൽ ഇട്ടു, വല്ല കാര്യം കിട്ടും? കാര്യമൊന്നുമില്ല. അപ്പൊ അത് അവിടെ തൊഴിൽ സാധ്യത അത്ര ഉണ്ടാവുക. ആ സ്ഥലത്ത് ഞാൻ പോയി കണ്ടിടത്തോളം ആ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഒരു 30 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ നല്ല ഡെവലപ്മെന്റ് ആണ്. എല്ലായിടവും വൃത്തിയായി, റോഡുകൾ വൃത്തിയായി. അതൊരു ഭയങ്കര വില്ലേജ് ആയിട്ടുള്ള ഏരിയ, റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അതിനെ ഇത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള കാരണം ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി തന്നെ. പിന്നെ അതിൽ നിന്ന് വരുന്ന എന്താ പറയുക, അതിൽ നിന്ന് വരുന്ന വരുമാനം ഇച്ചിരി മണിയൊന്നുമല്ല. അവിടുത്തെ ടിക്കറ്റ് ചാർജ് എൻ്റെ ഓർമ്മ ശരി 400 അങ്ങനെ കണ്ട എമൗണ്ട് അതിന് മേളിൽ വരെ പോകണമെങ്കിൽ. ഒരു ദിവസം എത്ര പേര് അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്? ഈ 3000 കോടി രൂപയുടെ ഇരട്ടി ഇന്ന് ഗവൺമെന്റിന് അതിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നഷ്ടമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും നഷ്ടമല്ല.
താങ്ക് യു സോ മച്ച് അരവിന്ദ്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഒരു 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. അതിൽ കൂടുതൽ നമ്മൾ പുറത്ത് സംസാരിച്ചു. പക്ഷേ ചോദിച്ചാലും തീരാത്തത്ര സംശയങ്ങളും കുറെ കാര്യങ്ങൾ അരവിന്ദിനും പറയാനുണ്ടെന്ന് അറിയാം. ചിലപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചോദിച്ചതുകൊണ്ട് പെട്ടെന്ന് ആൻസറുകൾ പറയാനൊരു ഓർമ്മകളിൽ നിന്ന് പെട്ടെന്ന് എടുക്കാനൊരു പ്രയാസമുണ്ട്. ഉറപ്പായിട്ടും കാണും. നമുക്ക് ഇനി ഇരിക്കണം, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇനിയും ഞങ്ങൾക്ക് വിശേഷങ്ങൾ അറിയണം. താങ്ക് യു സോ മച്ച്.